ഖദീജ റളിയല്ലാഹു അൻഹ തിരുവുള്ളം കവർന്ന ജീവിത സഖി എന്ന ഒരു ശീർഷകത്തിലാണ് നമ്മൾ ഇന്നത്തെ ചർച്ച ആരംഭിക്കുന്നത്. മുത്തനബി തങ്ങളുടെ സഹധർമ്മിണിമാർ നമ്മുടെ മാതാക്കളാണ്, നമ്മുടെ ഉമ്മമാരാണ്. നബികളാണെങ്കിലോ നമുക്ക് ഉമ്മയെക്കാളും ഉപ്പയെക്കാളും നമുക്ക് ബന്ധപ്പെട്ടവരാണ്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും. പ്രവാചകർ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവിശ്വാസികൾക്ക് അവരുടെ ശരീരങ്ങളെക്കാളേറെ അവരോട് ബന്ധപ്പെട്ടിരിക്കുന്നു. വഅസ്വാജുഹു, ഹബീബിന്റെ ജീവിതം പകുത്തവർ, ഹബീബിന്റെ സ്വകാര്യം അറിഞ്ഞവർ, ഹബീബിന്റെ കുടുംബിനികളായി സഹധർമ്മിണികളായി ജീവിച്ചുപോയ മഹതിമാരായ ഹബീബിന്റെ ഭാര്യമാർ സത്യവിശ്വാസികളുടെ ഉമ്മമാരാണ്. ആ ഉമ്മമാരിൽ ആദ്യത്തവർ മക്കയിലെ ജന്നത്തുൽ മുഅല്ലയിൽ അന്ത്യവിഷമം കൊള്ളുന്ന ഹബീബിന്റെ ഭാര്യമാരിൽ ഒരേ ഒരു ഭാര്യ മഹദിയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയാണ്. കഴിഞ്ഞ ഒരു ആഴ്ച മുമ്പ് മഹദിയെ സിയാറത്ത് ചെയ്യാനുള്ള അവസരമുണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ്, അള്ളാഹു സ്വീകരിക്കട്ടെ. ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ സത്യസന്ധത കണ്ട് ഹബീബായ നബി തങ്ങളെ വിവാഹം ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന ഒരു മഹദി. മൈസറ എന്ന വേലക്കാരന്റെ കൂടെ, അടിമയുടെ കൂടെ, ഭൃത്യന്റെ കൂടെ ഷാമിലേക്ക് കച്ചവടത്തിന് പോവുകയാണ് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കച്ചവട യാത്രയാണ് ഒരു കുടുംബ ജീവിതത്തിലേക്ക് വഴിയാകുന്നത്. കച്ചവടക്കാർ അവർ വലിയൊരു ആശയം കൈമാറുന്നവരാണ്. ഒരു കച്ചവടക്കാരൻ സത്യസന്ധനാണെങ്കിൽ അതൊരു വലിയൊരു ആശയം കൈമാറുകയാണ്. സാധനങ്ങൾ വിൽക്കുന്നത് മാത്രമല്ല, അവിടെ ആശയ കൈമാറ്റം നടക്കുകയാണ്. ഒരു കച്ചവടക്കാരൻ ഒരു വഞ്ചന ചെയ്താൽ അത് ആ നാട്ടുകാർ മുഴുവനും അങ്ങനെയാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും. നിസ്സാരം. നമ്മൾ ഉദാഹരണം പറയാം. ഞാൻ ചെറിയ 3 ബോട്ടിൽ വെള്ളവും ഒരു ചെറിയ ബോട്ടിൽ മിൽക്കും പാലും ഇപ്പോൾ ഈ കഴിഞ്ഞ യാത്രയിൽ ഒരു കടയിൽ നിന്ന് വാങ്ങിക്കുന്നു. നമ്മുടെ ഇന്ത്യയിലൊന്നുമല്ല. അപ്പം അതിന് ഏകദേശം ഇന്ത്യൻ രൂപയുടെ വില വെച്ചത് ഒരു 250-300 രൂപയാണ്. അത് പേ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് റഹ്മാനായ റബ്ബേ, എന്ത് കളി കളിച്ചാലും ഒരു 150ൻ്റെ റേഞ്ചിലൊക്കെ പോകാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ശേഷം വന്നവരോട് ഏകദേശം ഒരു 500-600 റേഞ്ചിൽ വാങ്ങിയിട്ടുണ്ട്. ചിലരോട് ഒരു 700 റേഞ്ചിൽ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഇത് മഹാ തട്ടിപ്പാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു കുറ്റബോധം തോന്നും. അപ്പം നമ്മൾ വിചാരിക്കും ഇവരൊക്കെ ഇങ്ങനെയാണോ, എല്ലാവരും ഇങ്ങനെ വഞ്ചിക്കുന്നവരാണോ? നിസ്സാര വിഷയമാണ്. പക്ഷേ കച്ചവടക്കാർ സത്യസന്ധരാണെങ്കിലോ, മദീനയിലെ അങ്ങാടിയിലേക്ക് നബി തങ്ങൾ ചെന്നിട്ടൊരു വിളി വിളിച്ചില്ലേ, യാ മഅ്ശറ തുജാർ, കച്ചവടക്കാരെ. എല്ലാവരും ഓടി വന്നു, ലബ്ബൈക യാ റസൂലല്ലാഹ്. എന്തേ നബിയെ, ഞങ്ങൾ ഇതാ ഇവിടെ 2 ഉത്തരം തന്നിരിക്കുന്നു. ലബ്ബൈക എന്ന് പറഞ്ഞതല്ലേ, ഞങ്ങൾ 2 ഉത്തരം തന്നിരിക്കുന്നു. എന്താ നബിയെ? അത്തുജാറുഹുമുൽ ഫുജാർ ഇല്ലാ മൻ ഇത്തഖ വഅസ്ലഹ വബറ. കച്ചവടക്കാരൊക്കെ മഹാമോശക്കാരാണ്. നന്മ ചെയ്തവരൊഴികെ, അള്ളാഹുവിനെ ഭയപ്പെട്ടവരൊഴികെ, സുഹൃതങ്ങൾ അനുഷ്ഠിച്ചവരൊഴികെ എന്ന് കച്ചവടക്കാരുടെ മുഖത്ത് നോക്കി നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ത്യയിലേക്ക് ഇസ്ലാം കൊണ്ടുവന്നത് കച്ചവടക്കാരാണ്. മലേഷ്യയിലേക്ക് അത് ആധികാരികമായി പറയാൻ ധൈര്യമുള്ള സയ്യിദാണ് മഹാനായ സയ്യിദ് അവറുകൾ. മലേഷ്യയിലേക്ക് ഇസ്ലാം കൊണ്ടുവന്നത് കച്ചവടക്കാർ, ഇന്തോനേഷ്യയിലേക്ക് സ്വഹാബിമാർ കച്ചവടക്കാർ, ചൈനയിലേക്ക്, ലോകത്തിന്റെ രാജ്യങ്ങളിലേക്ക് മുഴുവൻ യാത്ര ചെയ്തിരുന്ന നബത്വികളായ അറബികൾ, അവരൊക്കെ സത്യസന്ധ. കേരളത്തിൽ വന്നത് അങ്ങനെയല്ലേ? കോഴിക്കോടെ സാമൂതിരി രാജാവ് അവർക്ക് കുടിക്കാനുള്ള ഇളനീർ കൊണ്ടുപോയി കൊടുത്തപ്പോൾ സ്വഹാബികൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇതാരുടേതാ, ഞങ്ങൾക്ക് അനുവദിക്കപ്പെട്ടതാണോ? അപ്പോഴാണ് സാമൂതിരി രാജാവ്, ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാർ, ഇവരെന്തായി ചോദിക്കുന്നത്?
ഇത് എൻ്റെ തോട്ടത്തിൽ നിങ്ങൾക്ക് സമ്മാനമായി ഞാൻ തരുന്നതാണ്. എന്നാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് കുടിച്ചപ്പോഴാണ് അവരുടെ കയ്യിലുള്ള സമ്പത്തിനപ്പുറം സംസ്കാരമുണ്ട് എന്നവർ തിരിച്ചറിയുന്നത്. അങ്ങനെയാണ് ഇസ്ലാം വളർന്നത്. ഖദീജ റളിയല്ലാഹു അൻഹയുടെ കച്ചവട സാധനങ്ങളുമായി 25 വയസ്സ് പ്രായമുള്ള ഒരു യുവാവ് ചെറുപ്പക്കാരൻ, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകരാകുന്നതിന്റെ മുമ്പ് 15 കൊല്ലം മുമ്പാണിത്. 25 വയസ്സുള്ളൊരു ചെറുപ്പക്കാരൻ ഒരു വലിയ കച്ചവട സംഘവുമായി പോവുകയാണ്. അന്ന് കമ്പ്യൂട്ടറൈസ്ഡ് ബില്ലിംഗ് ഇല്ല, QR കോഡുകളില്ല, CCTVകളില്ല, സ്റ്റോക്ക് എടുക്കുന്ന സംവിധാനങ്ങളോ കണക്കെടുക്കുന്ന ചാർട്ടേഡ് അക്കൗണ്ടുമാരോ ഇല്ല. വഞ്ചിച്ചാൽ ആർക്കറിയാം? ഇന്ന് തന്നെ പിടുത്തം കിട്ടുമോ? ഒരു CCTV ഇല്ലാത്ത എത്ര ഷോപ്പുകൾ മുതലാളിമാർ പറയും കച്ചവടം ഭയങ്കര മോശമാണ്. എവിടെ പണിക്കാർ പൊക്കുകയാണ്? അല്ല, കച്ചവടം മോശമായിട്ടല്ല. അങ്ങനെ എത്ര ആൾക്കാരുണ്ട് കട പൂട്ടിപ്പോകുന്നവർ, ആ കടയിൽ ബർക്കത്തില്ല എന്ന് പറയും. ഉറപ്പാണ്. അവിടെ ജോലി ചെയ്യുന്നവർ വഞ്ചകരാണെങ്കിൽ എങ്ങനെ ബർക്കത്തുണ്ടാവുക? മുത്തുനബി തങ്ങൾ പോകുന്ന ആ കച്ചവട സംഘത്തിന് വലിയ ലാഭമുണ്ടാകുന്നു. തിരുനബിയുടെ സംസാര ശൈലി മൈസറ എന്നവർ ഖദീജ ബീവിയോട് പറയുന്നു, ഖദീജ ബീവി ഖല്ല കലാമുഹു, വളരെ കുറച്ചേ സംസാരിക്കുന്നുള്ളൂ, വകസുറ സുംതുഹു, ധാരാളം മൗനിയായി നിൽക്കുന്ന ആളാണവർ. അനാവശ്യമായ ഒരു വർത്തമാനവും ഞാൻ കേട്ടില്ല കേട്ടോ. പിന്നെ എന്തൊരു നല്ല പെരുമാറ്റം. യാത്രയിലാണ് ഒരു മനുഷ്യന്റെ സ്വഭാവ ഗുണങ്ങൾ അറിയുന്നത്. ഖദീജ ബീവിയെ മുത്തുനബി തങ്ങൾക്ക് പ്രപ്പോസൽ ചെയ്യുന്നത് പല ആളുകൾ വഴിയാണ്. അതിൽ മഹദിയായ ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ ഭൃത്യനായ മൈസറയുണ്ട്, ഖദീജ ബീവിയുടെ സഹോദരിയുണ്ട്, ഖദീജ ബീവിയുടെ അമ്മാവനുണ്ട്. പല റിവായത്തുകളിൽ ചരിത്ര പണ്ഡിതന്മാർ പല രീതിയിൽ അത് കൊണ്ടുവന്നിട്ടുണ്ട്. മൈസർ പറയുന്നൊരു അത്ഭുതം, ഖദീജ ബീവി ഇത് സ്വാദിഖുൽ അമീൻ, സത്യസന്ധനാണ്, സത്യസന്ധനായ ആളാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്ക് കല്യാണം കഴിച്ചൂടെ? നിങ്ങൾ വിധവയല്ലേ? നിങ്ങൾക്കൊരു ജീവിതം വേണ്ടേ? ബീവിക്കെന്ന് എത്രയാ വയസ്സ്? 40. മുത്തുനബി തങ്ങൾക്കോ 25 വയസ്സ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയും ഒരു കൂട്ടം പെണ്ണുങ്ങളും പരിശുദ്ധമായ ഹറമിന്റെ അരികത്തുകൂടെ ജാഹിലിയ കാലത്ത് തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ജൂതനായ ഒരാൾ വന്നത്. ലഖദ് ആന അവാനു ദുഹൂരി നബിയ്യിൻ ബൈനകും, നിങ്ങൾക്കിടയിൽ ഒരു അന്ത്യപ്രവാചകൻ വരാൻ സമയമായിട്ടുണ്ട് പെണ്ണുങ്ങളെ. അതുകൊണ്ട് നിങ്ങൾ ആർക്കെങ്കിലും ആ പ്രവാചകന്റെ ഭാര്യയാവാൻ കഴിയുമെങ്കിൽ ഒന്ന് പരിശ്രമിക്കണേ. ഒരു നബി വരാൻ സമയമായിട്ടുണ്ട്. ജൂതന്മാർക്ക് അവരുടെ വേദഗ്രന്ഥങ്ങളിലെ പരാമർശങ്ങൾ അറിയാം. The Lord came on Sinai, shined on Seri. He came forth from Mount Paran. He came with 10,000s of saints. From his right hand there went a fiery law. സത്യപ്രമാണവുമായി വരുന്നൊരു അന്ത്യപ്രവാചകൻ വരുന്നുണ്ട്. ബൈബിൾ പുസ്തകത്തിൽ ഓൾ ടെസ്റ്റ്മെന്റിൽ നമുക്ക് വായിക്കാൻ കഴിയും. അന്നേ ജൂതന്മാർ പറഞ്ഞു, പെണ്ണുങ്ങളെ നിങ്ങൾ ആർക്കെങ്കിലും ആ പ്രവാചകന്റെ ഭാര്യയാവാൻ കഴിയുമെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കണേ. ആ പെണ്ണുങ്ങളൊക്കെ അദ്ദേഹത്തെ ചീത്ത പറഞ്ഞു. യാ യഹൂദി, അവർ വിളിച്ചു, ഓ യഹൂദി, നീയോ ഞങ്ങളുടെ മതത്തിലല്ല. പിന്നെ ഒരു പ്രവാചകൻ വരുന്നു എന്നും പറഞ്ഞ് ആ പ്രവാചകന്റെ ശയ്യയിൽ കിടക്കാൻ പറ്റുന്നവരുണ്ടോ? ജൂതന്റെ വാക്കങ്ങനെയാണ്. ആ പ്രവാചകന്റെ കൂടെ ശയ്യയിൽ കിടക്കാൻ, കട്ടിലിൽ കിടക്കാൻ, ജീവിതം പകുക്കാൻ, അവരുമായി രഹസ്യം പങ്കിടാൻ, ജീവിത സഖിയാവാൻ ആർക്കെങ്കിലും കഴിയുമോ? പരിശ്രമിച്ചേക്കണമെന്ന് ഖദീജ ബീവിയുടെ മനസ്സിൽ ഈ ചിന്തകളുണ്ട്. ബീവി റളിയല്ലാഹു അൻഹയുടെ പിതാവ് ഖുവൈലിദ്, അദ്ദേഹത്തിന് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രപ്പോസൽ ഇഷ്ടമല്ലാതിരിക്കാൻ ഒരു കാരണമുണ്ട്. അയാൾക്ക് മാത്രം. അദ്ദേഹം ഖുറൈശികളിലെ പണക്കാരനാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഖുറൈശികളിൽ സമ്പത്തുള്ള വനിതയാണ്. അവർക്ക് സമ്പത്തുണ്ട്, കച്ചവടം ആളുകളെ ഏൽപ്പിക്കാറാ പതിവ്. അവർ ബീവിക്ക് വേണ്ടി ബിസിനസ് ചെയ്തു കൊടുക്കുക. അങ്ങനത്തെ അഥിരിയയിൽപ്പെട്ട മഹദിയാൻ ഖദീജ റളിയല്ലാഹു തആല അൻഹ. മൈസറയുടെ ഈ വാക്കുകൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ മനസ്സിനുള്ളിലേക്ക് കയറുകയാണ്.
ഉടനെ പറഞ്ഞു, ഞാനൊരു സദ്യ വെക്കുകയാണ്. ആളയച്ചു കൊടുത്തു ഖദീജ ബീവി അള്ളാഹുവിന്റെ റസൂലിനോട് പറയാൻ, അങ്ങയെ വിവാഹം ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട് എന്ന മെസ്സേജ് ബീവി റളിയല്ലാഹു അൻഹ അള്ളാഹുവിന്റെ റസൂലിന് കൈമാറുകയാണ്. അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു, അള്ളാഹുവിന്റെ ഹബീബിന്റെ ഖരീൻ എന്ന് പറയും, ഏറെക്കുറെ നബിയുടെ വയസ്സിന് തുല്യമായ വയസ്സും കൂടെ ഒരുമിച്ച് ജീവിച്ചവരെന്ന നിലയിൽ മുത്തുനബി തങ്ങൾ ഖദീജ ബീവിയുമായുള്ള കല്യാണത്തിന്റെ ആലോചനകളെ കുറിച്ച് അമ്മാർ ഇബ്നു യാസിർ എന്നവര് റളിയല്ലാഹു അൻഹുമാ പറയാറുണ്ട്. എനിക്കത് ഓർമ്മയുണ്ട്. ഞങ്ങൾ കഅബാലയത്തിന്റെ അരികത്തുകൂടെ പോകുമ്പോൾ ഒരു ടെന്റിന്റെ ഉള്ളിൽ ഖദീജ ബീവിയുടെ സഹോദരി ഇരിക്കുന്നുണ്ട്. എന്നെ വിളിച്ചു, യാ അമ്മാർ. ഞാൻ ചെന്നു. എന്റെ കൂടെ നബിയുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ ആ ടെന്റിലേക്ക് നോക്കാതെ ഒരു ഭാഗത്ത് ഇങ്ങനെ മാറി നിന്നു. ഞാൻ പിന്നെ അകത്ത് ചെന്ന് സംസാരിച്ചു. കാന അശദ്ദ ഹയാഅൻ മിനൽ അദ്റാഇ ഫീ ഖിദ്രിഹാ. അല്ലാഹുവിന്റെ റസൂൽ ഋതുമതിയായ ഒരു പെണ്ണിന് അവരുടെ പിരീഡ് ഉണ്ടാകുന്ന സമയത്തുണ്ടാകുന്ന ആദ്യമുണ്ടാകുന്ന നാണം പോലോത്ത അതിനേക്കാളും നാണമുണ്ടായിരുന്നു അള്ളാഹുവിന്റെ റസൂലിന്. അങ്ങനെ പറയാറ്. ആദ്യമായി പെൺകുട്ടികൾക്ക് പ്രായപൂർത്തിയായാൽ അത് പെൺകുട്ടികൾ നാണത്തോടെ മറച്ചു വെക്കുന്ന, ചിലരൊക്കെ ചോറൊക്കെ വിളമ്പി നാട്ടുകാരെ അറിയിക്കുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ട് ചിലടത്ത്. അത് മറച്ചു വെക്കേണ്ട സംഗതിയാണെന്നാ നാട്ടുകാരോട് മുഴുവൻ വിളിച്ചറിയും ചിലര്. സദ്യയും എന്ത് കല്യാണം പോലെ കൊണ്ടാടുന്നവരൊക്കെ ഉണ്ട്. എന്താ അതിന്റെ വിധി എന്നാവോ? അശദ്ദ ഹയാഅൻ മിനൽ അദ്റാഇ ഫീ ഖിദ്രിഹാ. ഋതുമതിയായ ഒരു പെണ്ണിന് നാണം തോന്നുന്നതിനേക്കാളേറെ അള്ളാഹുവിന്റെ റസൂലിന് നാണമുണ്ടായിരുന്നു. അങ്ങനെ പറയാം, അത് ഉപമയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തനബി തങ്ങളോട്ട് വന്നില്ല. തങ്ങൾ ആ ടെന്റിന്റെ സൈഡിൽ ഇങ്ങനെ നിന്നു. ഹബീബിന്റെ പണ്ടേ അങ്ങനെയാണ്. നുബുവത്തിന്റെ മുമ്പ് പോലും അള്ളാഹുവിന്റെ ഹബീബിന്റെ കണ്ണുകളെ ഹബീബ് സൂക്ഷിച്ചിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അമ്മാർ ഇബ്നു യാസിർ എന്നവരെ പറഞ്ഞു, എന്നോട് ഖദീജ ബീവിയുടെ അനുജത്തി പറഞ്ഞു, അമ്മാറേ, മുഹമ്മദ് നബി, അന്ന് നബിയല്ല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അവർക്ക് ഖദീജ ബീവി വിവാഹം ചെയ്തുകൂടെ? വല്ല വിരോധവുമുണ്ടോ? എൻ്റെ ഇത്താക്ക് ഇഷ്ടമാണ് എന്ന വിവരം പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല, വിരോധമില്ല. എന്നാ പിന്നെ നാളെ തന്നെ വരണം. കല്യാണം ഉറച്ചു, നാളെ തന്നെ വരണം. ഖദീജ റളിയല്ലാഹു അൻഹ ഒരു കന്നുകാലിയെ അറുത്തിട്ട് മാംസം തയ്യാറ് ചെയ്ത്, വിഭവങ്ങൾ തയ്യാറ് ചെയ്ത് ഒരുപാട് ആളുകളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂല് വരികയാണ്. പക്ഷേ ഈ വിവാഹത്തിന് ഒരാൾ മാത്രം സമ്മതിക്കില്ലെന്ന് ബീവിക്കറിയാം. അത് ബീവിയുടെ പിതാവ് തന്നെയാണ് ഖുവൈലിദ്. അദ്ദേഹത്തിന്റെ പ്രശ്നം, അബൂ ത്വാലിബിന്റെ യതീമിന് എന്റെ കുട്ടിനെ കല്യാണം കഴിച്ചു കൊടുക്കേ? നബിന്റെ അടുത്ത് പൈസ ഇല്ലല്ലോ. അതിന്റെ പേര് നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ ആദ്യം ചോദിക്കണ പണി എന്താ വലിക്കാണ്ടോ? പണ്ടൊക്കെ അങ്ങനെ ചോദിച്ചിരുന്നത് അല്ലേ, വലിക്കാണ്ടോ? സിസറല്ല, തെങ്ങുമെന്ന് അടക്കമെന്നൊക്കെ കിട്ടാണ്ടോ? സുഫിയാനു സൗരി തങ്ങൾ പറയാ, ഒരാൾ കല്യാണം അന്വേഷിച്ച് വരുമ്പോഴേ ആ പെണ്ണിന് സ്വത്തുണ്ടോ എന്ന് ചോദിച്ചാൽ ഫഅലം അന്നഹു ലിസ്സുൻ, അവനൊരു കള്ളനാണ് എന്ന് ഉറപ്പിച്ചേക്കണം കേട്ടോ. സുബ്ഹാന, എത്ര കള്ളന്മാർക്ക് അമ്മ നിക്കായത് കൊടുക്കണത്. കല്യാണം ആലോചിക്കുമ്പോൾ അതല്ലേ കാര്യമായിട്ട് ചോദിക്കണത്. വാപ്പാക്ക് എന്താ പണി? ഗൾഫിലാണ്. പണ്ടൊക്കെ അങ്ങനെ പറഞ്ഞാൽ മതി. ഇപ്പം ഗൾഫിൽ എന്താ പണി? അടുത്ത ചോദ്യം, ഫാമിലി സ്റ്റാറ്റസ് ഉണ്ടോ? വകുപ്പുണ്ടോ? വാടക കെട്ടിടം വല്ലതായിട്ടുണ്ടോ? ഫഅലം അന്നഹു ലിസ്സുൻ, ഇത് ചോദിക്കുന്ന ആള് മോഷ്ടാവാണ് എന്ന് നിങ്ങൾ അറിയണമെന്ന് സുഫിയാനു സൗരി റഹ്മത്തുള്ളാഹി അലൈഹി പണ്ട് തന്നെ പറഞ്ഞു. ലിസ്സുൻ ബിസ്മി സവാജ്, കല്യാണത്തിന്റെ പേര് പറഞ്ഞിട്ട് വരുന്ന കള്ളനാണെന്ന്. കല്യാണ കള്ളൻ എന്നൊക്കെ വേണേ വിളിച്ചോളെ. അത് ചോദിക്കാൻ പാടില്ല. ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. ഇദാ അതാകും മൻ തർലൗന ദീനഹു വ അമാനതഹു ഫസവ്വിജൂഹ്. ഒരു മനുഷ്യന്റെ സത്യസന്ധതയും ഒരു മനുഷ്യന്റെ ദീനീബോധവും നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ പെൺമക്കളെ വിവാഹം ചെയ്തു കൊടുക്കണമേ. ഇല്ലാ തകുൻ ഫിത്നതുൻ ഫിൽ അർളി വഫസാദുൻ അരീദ്. അത് നിങ്ങൾ ചെയ്തില്ല എങ്കിൽ അല്ലാഹുവിന്റെ ഭൂമിയിൽ ഗുരുതരമായ നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീനാണ് നോക്കാൻ പറഞ്ഞത്.
മുത്തനബി തങ്ങൾ ഖദീജ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് ചെന്നുമ്പോൾ സ്വനഅത് ഖദീജതു തുആമൻ വശറാബാ, മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹ അതിഥികൾക്ക് നല്ല ഭക്ഷണം തയ്യാർ ചെയ്തു വെച്ചിട്ടുണ്ട്. എല്ലാവരും കഴിച്ചു. വാപ്പാക്കും കഴിക്കാൻ കൊടുത്തു. അന്ന് മദ്യമുണ്ട്. മദ്യം ഹറാമാകുന്നത് മദീനയിലേക്ക് വന്നതിന് ശേഷമാണല്ലോ മദ്യം ഹറാമാകുന്നത്. നുബുവത്തും കഴിഞ്ഞ് 13 കൊല്ലം കഴിഞ്ഞിട്ട്, അതിലും ഏറെ സമയം എടുത്തിട്ടുണ്ട്. 13 കൊല്ലം എന്നല്ല, മദീനയിൽ വന്ന് മദീനയിലും കുറച്ചു കാലം കഴിഞ്ഞതിന് ശേഷമാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലെ വിഭവം കഴിഞ്ഞ് മദ്യവും കുടിച്ച് പിതാവ് അസ്ബഹ സമിലൻ, അദ്ദേഹം ഒരു മത്ത് പിടിച്ചിങ്ങനെ കിടക്കുമ്പോ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, അബീ, എന്റെ പിതാവേ, സൗജിനി മുഹമ്മദ, മുഹമ്മദ് നബിയുമായുള്ള എന്റെ വിവാഹം നിങ്ങൾ നടത്തിത്തരണം. പറഞ്ഞു, സവ്വജ്തുകി ഇയ്യാഹ്, നിങ്ങളെ ഞാൻ മുഹമ്മദ് നബിക്ക് വിവാഹം ചെയ്തു കൊടുത്തിരിക്കുന്നു. കള്ളിന്റെ ഊക്കിൽ പറഞ്ഞതാ, ബോധത്തിൽ ഉപരി പറയില്ല എന്ന് ബീവിക്കറിയാം. വിവാഹത്തിന്റെ നിശ്ചയം കഴിഞ്ഞ് വിവാഹത്തിന്റെ അന്നത്തെ നിക്കാഹിന്റെ ചടങ്ങാണിത്. മഹാനായ ഹബീബായ നബി തങ്ങളുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൂത്താപ്പയായ അബൂ ത്വാലിബ് എന്നവര് മനോഹരമായ ഒരു ഖുതുബ നിർവഹിച്ചിട്ടുണ്ട് അവിടെ. നിക്കാഹിന്റെ ഖുതുബ. അബൂ ത്വാലിബ് എന്നവര്, അവര് മുസ്ലിം അല്ല. നബി തങ്ങളുടെ പിതൃ സഹോദരന്മാരിൽ 2 പേർ മുസ്ലിമീങ്ങളാണ്, 2 പേർ അമുസ്ലിമീങ്ങളാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുസ്ലിമീങ്ങളായ ഹബീബായ നബി തങ്ങളുടെ എളാപ്പമാരാണ് ഹംസ റളിയല്ലാഹു അൻഹു, അബ്ബാസ് റളിയല്ലാഹു അൻഹു. എന്നാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പിതാവിന്റെ ജ്യേഷ്ഠന്മാരിൽ അബൂ ത്വാലിബും അബൂ ലഹബും മുസ്ലിമീങ്ങളായില്ലെന്നാണ് അഭിപ്രായം. അബൂ ലഹബ് ശത്രുവായിരുന്നു, അബൂ ത്വാലിബ് ശത്രുവല്ല, ഹബീബിന്റെ സംരക്ഷകരാണ്. അബൂ ത്വാലിബ് എന്നവരെ അവിടെ ഖുതുബയോതുന്ന ഒരു സംഭവം മഹാന്മാരായ പണ്ഡിതന്മാർ ഉദ്ധരിച്ചു കാണുന്നുണ്ട്. അൽഹംദുലില്ലാഹില്ലദീ ജഅലനാ മിൻ ദുർരിയത്തി ഇബ്രാഹീം, ഇബ്രാഹിം നബിയുടെ പരമ്പരയിലായി നമ്മെ ജനിപ്പിച്ച അല്ലാഹുവിനെ തന്നെയാണ് സ്തുതി. വസർഇ ഇസ്മാഈൽ വലുഇ മഅദ്, മഅദിന്റെ പരമ്പരയിൽ, മുളറിന്റെ വംശപരമ്പരയിൽ അല്ലാഹു നമ്മളെ കൊണ്ടുവന്നിരിക്കുകയാണ്. وجعل وسواس حرمه وجعل لنا بيتا محجوجا وحرما آمنا, ഹജ്ജ് ചെയ്യപ്പെടുന്ന ഒരു ഭവനവും സുരക്ഷിതമായ ഒരു ഏരിയയും ഹറമും നമുക്ക് നിശ്ചയിച്ചു തന്ന അല്ലാഹുവിനെ തന്നെയാണ് സ്തുതി. അബൂ ത്വാലിബിന്റെ ഖുതുബയാണ്. ثم إن بن أخي هذا, എന്റെ സഹോദരന്റെ മകൻ മുഹമ്മദ് ബിൻ അബ്ദില്ലാ, അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് എന്നവരെ ലാ യൂസനു ബിറജുലിൻ ഇല്ലാ റജഹ ബിഹി ശറഫൻ വഫദുലൻ വനബിലൻ വഅഖ്ലാ, എന്റെ ഈ മോനെ പകരമായി മാന്യതയിലും ബുദ്ധിയിലും വ്യക്തിത്വത്തിലും സ്വഭാവശുദ്ധിയിലും പകരം വെക്കാൻ ആർക്കും ഒരാളും പകരം വെക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, എല്ലാവരെക്കാളും നല്ല ബുദ്ധികൂർമ്മതയുള്ള ആളാണ്, ശ്രേഷ്ഠനായ ആളാണ്, മഹിമയുള്ള ആളാണ് എന്റെ സഹോദരപുത്രൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വഹുവ വഇൻ കാന ഫിൽ മാലി ഖുല്ലുൻ ഐ ഖലീൽ ലാ യംലികു മിൻഹു കസീറാ, എന്റെ മോൻ സാമ്പത്തികമായി വളരെ കുറച്ചുള്ള ആളാണെങ്കിലും ഫഇന്നൽ മാല ദുല്ലുൻ സായിലു, സമ്പത്ത് നീങ്ങിപ്പോകുന്ന ഒരു നിഴലല്ലയോ സമ്പത്ത് എന്ന് പറയുന്നത്? നീങ്ങിപ്പോകുന്ന നിഴലല്ലേ, വൃക്ഷത്തിന്റെ നിഴല് പോലെ, ഇന്നുണ്ട് നാളെ നഷ്ടപ്പെട്ടു പോയി, ഇത്രയല്ലേ ഉണ്ടാവുള്ളൂ. وأمر حائل ومحمد عليه السلام قد عرفتم قرابة, എന്റെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബ ബന്ധം നിങ്ങൾക്കറിയുമല്ലോ, എന്റെ കുടുംബ ബന്ധം നിങ്ങൾക്കറിയും. ആ മുഹമ്മദ് നബിയുടെ കുടുംബ മഹിമ നിങ്ങൾക്കറിയാം. وقد خطب خديجة وبذل لها ما آجله وعاجله من مال كذا وكذا, ഖദീജയ്ക്ക് വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ കൊടുക്കുന്ന മഹറിനെ കുറിച്ചാണ് പറയുന്നത്. വമിഖ്ദാറുൽ മഹരി 12 ഊഖിയതൻ വനശാ, ഇതാ 12 ഊഖിയ സ്വർണവും ഒരു നശയും. 12 ഊഖിയ എന്ന് പറഞ്ഞാൽ 480 ദിർഹമാണ്. നഷ് എന്ന് പറഞ്ഞാൽ നിസ്ഫ്, പകുതി ഊഖിയ.
ഊഖിയ എന്ന് പറഞ്ഞാൽ 40 ദിർഹമാണ്. അങ്ങനെ വന്നാൽ 12ഉം ഒരു ഹാഫും 12.5 എന്ന് പറഞ്ഞാൽ 500 ദിർഹം. 500 ദിർഹമാണ് മഹർ ഖദീജ ബീവിയുടെ. നബിയുടെ ഉമ്മഹാത്തിനൊക്കെ നബി ഞങ്ങൾ കൊടുത്ത മഹർ ഏകദേശം ഇത് തന്നെയായിരുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുക. അബൂ ത്വാലിബ് എന്നവര് മഹർ പറഞ്ഞു, ഹബീബായ നബിയുടെ പോരിഷ പറഞ്ഞു, ഖദീജ ബീവി വിവാഹം ആലോചിച്ചു എന്ന് പറഞ്ഞു. ഇബ്രാഹിം നബിയുടെയും ഇസ്മാഈലി പരമ്പരയിലെയും വരുന്ന കുടുംബ മഹിമയെക്കുറിച്ച് പറഞ്ഞു, മക്കക്കാരെ കുറിച്ച് പറഞ്ഞു. ഖദീജ റളിയല്ലാഹു അൻഹയാണെങ്കിലോ വാപ്പയെ കൊണ്ട് മോളെ നിനക്ക് ഞാൻ മുഹമ്മദ് നബിയെ വിവാഹം ചെയ്യിച്ചു തന്നു എന്ന് വിളിച്ചു പറയുകയും ചെയ്തു. കല്യാണം കഴിഞ്ഞാൽ പിന്നെ അന്നൊരു ചടങ്ങുണ്ട്. ആ ചടങ്ങ് സുബ്ഹാനല്ലാഹ്, ഭർത്താവ് പെണ്ണിനെ ആരാണോ കല്യാണം കഴിച്ചത് ആ ചെറുക്കൻ പിതാവിന്റെ ദേഹത്ത് ഒരു തരം അത്തർ പൂശലാണ്. പിന്നെ ഒരു വസ്ത്രമണിയിക്കലും, ഷാളണിക്കുക എന്നൊക്കെ പറയില്ലേ, ഒരു ഷാളണിയിച്ചു കൊടുക്കണം പുതിയാപ്പിള. ഒരു തരം കളറുള്ള ഒരു ചെമപ്പ് മഞ്ഞ നിറമുള്ള ഒരു സുഗന്ധം ദേഹത്ത് കയ്യിലും നെറ്റിയിലും മുഖത്തൊക്കെ തേച്ചു കൊടുക്കണം. അത് അന്നത്തെ ചടങ്ങ് അങ്ങനെയാണ്. അത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ കൊണ്ടുവന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ എടുത്തിട്ട് വാപ്പയുടെ ദേഹത്ത് ഇത് പുരത്തി കൊടുത്തു. ഖദീജ ബീവിയുടെ പിതാവിൻ്റെ മൂപ്പര് ബോധമില്ലാണ്ട് കിടക്കുകയാണ്. ആ ഷാളും അണിയിച്ചു കൊടുത്തു. സുബ്ഹാനല്ലാഹ്, കല്യാണത്തിൻ്റെ ആ ഒരു പൊലിമയൊക്കെ കഴിഞ്ഞ് ബോധം തെളിഞ്ഞപ്പോൾ എന്താ എൻ്റെ ദേഹത്ത്? അത് പിന്നെ മുഹമ്മദ് നബി നിങ്ങളല്ലേ, മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി എന്നവരെ നിങ്ങളല്ലേ കല്യാണം കഴിച്ചെന്നത്? അത് നിങ്ങളുടെ പുതിയാപ്പള, നിങ്ങളുടെ മരുമകൻ. അബൂ ത്വാലിബിന്റെ യതീം കുട്ടിക്ക് ഞാൻ എൻ്റെ മോളെ കല്യാണം കഴിച്ചു കൊടുക്കേ? അത് പറ്റില്ല എന്ന് പറഞ്ഞു. ഒരൊറ്റ ഓട്ടം വീട്ടുന്നു. ഖുറൈശികളൊക്കെ മക്കയിലുണ്ട്, കഅബാലയത്തിന്റെ പരിസരത്തല്ലേ. ഖുറൈശികളൊക്കെ പറഞ്ഞു, ഖുവൈലിദ്, ഖദീജയുടെ പേരെങ്ങനെയാണ്? ഖദീജ ബിൻത് ഖുവൈലിദ്, ഖുവൈലിദിന്റെ മകൾ ഖദീജ റളിയല്ലാഹു അൻഹ. ഖുവൈലിദ് എന്ത് പണിയാ? മോളെ കല്യാണം കഴിച്ചു കൊടുത്ത ആളുകൾക്ക് ഭക്ഷണവും മാംസവും വിഭവങ്ങളൊക്കെ കൊടുത്തിട്ട് ഇപ്പൊ പറയാൻ കല്യാണം കഴിച്ചു കൊടുത്തിട്ടില്ല. നാണല്ല ഖുവൈലിദ്, നീ എന്തായി പറയണത്? അപ്പൊ അദ്ദേഹത്തിന് ചെറിയ അറബികൾക്ക് നാണം ഭയങ്കര വിഷയമാണ്. ഏതായാലും എവിടെ ഞാൻ കല്യാണം ചെയ്തെടുത്ത മുഹമ്മദ് എവിടെയെന്ന് ചോദിച്ചപ്പോൾ നബി തങ്ങളെ ഇയാൾ കണ്ടിട്ടില്ല, കേട്ടിട്ടുള്ളൂ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരു ശരിക്കും കണ്ടിട്ടില്ല, അടുത്ത് വെച്ച് കണ്ടിട്ടില്ല എന്ന് പറയാൻ വയ്യ. അള്ളാഹുവിന്റെ റസൂലിനെ ആ മുഹമ്മദിനെ കൊണ്ടുവാ എന്ന് പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി തങ്ങൾ വന്നു. തങ്ങളെ കണ്ടപ്പോഴേ മുഖത്തിങ്ങനെ നോക്കി. ഇൻ കുന്തു സവ്വജ്തുഹു ഫദാക, ഓ ഇയാൾക്കാണോ ഞാൻ കല്യാണം കഴിച്ചു കൊടുത്തത്? എന്നാ പിന്നെ തമ്മൽ അംർ, ഓ എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. വഇല്ലം മുസവ്വിജുഹു, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ ഫഖദ് സവ്വജ്തുഹു അൽആൻ, ഇന്ന് ഇവിടെ വെച്ചതാ എൻ്റെ മോളെ ഞാൻ കല്യാണം കഴിച്ചു കൊടുത്തിരിക്കുന്നു. ഹബീബിനെ കണ്ടപ്പോഴേക്കും ഇയാൾക്ക് എന്തെന്നില്ലാത്ത മതിപ്പ് വന്നു. അങ്ങനെ ബീവിയുടെ വിവാഹം നടക്കുകയാണ് ഉണ്ടായത്. ഇതൊക്കെ ജാഹിലിയത്തിലാണ്, ഇസ്ലാം വരുന്നതിൻ്റെ മുമ്പാണ്. മുത്തുനബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശരീഅത്തുമായി വരുന്നതിൻ്റെ മുമ്പ് ജാഹിലിയത്തിലെ ചുറ്റുപാട് അങ്ങനെയാണ്. ഇസ്ലാമേതര മതത്തിലെ ആളുകൾ അവരുടെ മതാചാര പ്രകാരം മുസ്ലിം അല്ലാത്ത 2 പേര്, ഭാര്യയും ഭർത്താവും, ഹൈന്ദവ മതമോ ക്രിസ്തീയ മതമോ ജൈന മതം, അവരുടെ മതാചാര പ്രകാരം അംഗീകൃതമായൊരു നിക്കാഹ് അവർ ചെയ്ത് 2 പേരും ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ പിന്നീട് നിക്കാഹ് പുതുക്കേണ്ടതില്ല എന്നാണ് ഫുഖഹാക്കൾ പറയാറുള്ളത്. ആ ആചാരപ്രകാരം അവർ ചെയ്തിട്ടുണ്ടല്ലോ. ബാക്കി അല്ലാഹു തസാമുഹ ചെയ്യും. സുബ്ഹാനല്ലാഹ്. ഖദീജ റളിയല്ലാഹു തആല അൻഹ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹധർമ്മിണിയായി മാറുകയാണ്. ഖുവൈലിദ് എന്നവർ അത് അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്തു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ ബീവി റളിയല്ലാഹു അൻഹ അങ്ങോട്ട് ചെന്ന് പറഞ്ഞു എന്നതാണ്. മുത്തുനബി തങ്ങളോട് എത്രയോ പെണ്ണുങ്ങൾ നബിയെ അങ്ങേക്കെന്നെ വിവാഹം ചെയ്തുകൂടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇമാം ബുഖാരി തങ്ങളൊക്കെ ഇത്തരം വിഷയങ്ങൾ അങ്ങനെ തന്നെ ബാബെടുത്തിട്ടുണ്ട്. ഇതൊക്കെ അതായത് ഒരു പെണ്ണ് ഏതെങ്കിലും ദീനി നിഷ്ഠയുള്ള ഒരു ചെറുപ്പക്കാരനെ വിവാഹം ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോൾ തൻ്റെ പിതാവ് വഴിയോ ആങ്ങള വഴിയോ ഒരു മഹ്റം വഴിയോ മറ്റൊരാൾ വഴിയോ ആ വിവരം പുതിയാപ്പിളയുടെ ബന്ധുക്കളെ അറിയിച്ചു കൊടുക്കുന്നതിന് വിരോധമില്ല എന്ന് ശർഇന്റെ വീക്ഷണമുണ്ട്. പെണ്ണ് നെട്ടുപോയിട്ട് ഐ ലവ് യു എന്ന് പറയലല്ലേ ഇത്. എങ്ങനെ വിവരം അറിയിക്കുക? ആരെങ്കിലും ഒരു വഴിയിലൂടെ
ഇന്ന ചെറുപ്പക്കാരനെ വിവാഹം ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് എന്ന് പെണ്ണിൻ്റെ വീട്ടുകാർ പുരുഷൻ്റെ പുതിയാപ്പിളയുടെ വീട്ടുകാരെ അറിയിച്ചു കൊടുക്കുന്നതിന് വിരോധമില്ല എന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. കുൻതു ഇൻദ അനസ് റളിയല്ലാഹു അൻഹു, മഹാനായ സാബിത്തുൽ ബുനാനി, അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യനാണ് താബിഇയായ സാബിത്തുൽ ബുനാനി. ഞാൻ അനസ് റളിയല്ലാഹു അൻഹുവിനെ അടുത്തിരിക്കുമ്പോൾ വഇൻദഹു ഇബ്നത്തുല്ല, അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകളുണ്ടവിടെ. അവരുടെ പേര് അമീന എന്നായിരുന്നു എന്ന് ചില റിവായത്തുകളിൽ കാണാൻ കഴിയും. അമീന, നമ്മൾ ആമിന എന്ന് പറയുന്ന പോലെ അമീൻ എന്ന ആൺകുട്ടിക്ക് പേരിടുന്ന പോലെ അമീന എന്ന് പെൺകുട്ടികൾക്ക് പേരിടാൻ പറ്റും. അമീന എന്ന പേരുള്ള ഒരു മോളുണ്ട് അനസ് റളിയല്ലാഹു അൻഹുവിന്. അപ്പോൾ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു പെണ്ണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അരികത്തേക്ക് വന്നു. നബി തങ്ങളോടുള്ള ഈ പറച്ചിൽ നമുക്കിവിടെ പറയാൻ പറ്റില്ലേ? ഹബീബായി തങ്ങളോട് ചില പെണ്ണുങ്ങൾ വന്ന് തഅരിദു അലൈഹി നഫ്സഹ, നബിയെ അങ്ങേക്ക് എന്നെ വിവാഹം ചെയ്തുകൂടെ? അങ്ങയുടെ ഭാര്യയായി സ്വർഗത്തിൽ നാളെ പരലോകത്തും ഭാര്യയായി എനിക്ക് വന്നുകൂടെ? അങ്ങനെ വിവാഹം ചെയ്യുമോ എന്ന് നബി തങ്ങളോട് വന്ന് ചോദിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് പറഞ്ഞപ്പോ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ മോള് പറഞ്ഞു, അമീന എന്നവർ, മാ അഖല്ല ഹയാഅഹ, എന്തൊരു നാണക്കേട്, എന്തൊരു നാണക്കേട് ഈ പെണ്ണുങ്ങളൊക്കെ പറയുന്നത്. അള്ളാഹുവിന്റെ റസൂലിനോട് പോയിട്ട് നിങ്ങൾ എന്നെ വിവാഹം ചെയ്യുമോ? ഇങ്ങനെ നമ്മൾ പറയണമെന്നല്ല പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഉമ്മച്ചികളും തമ്മിലുള്ള ബന്ധം പോലെയല്ല നമ്മൾ മഹറമും മഹറമല്ലാത്തവരും തമ്മിലുള്ള ബന്ധം. പക്ഷേ മുത്തുനബി തങ്ങളുടെ വിഷയത്തിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹിയ വല്ലാഹി ഖൈറും മിൻകി റഗിബത് ഫിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅറദത് അലൈഹി നഫ്സഹ, മോളെ നിന്നെക്കാളൊക്കെ ഖൈറാൻ ആ പറഞ്ഞ പെണ്ണ് അള്ളാഹുവിൻ്റെ റസൂലിനോടല്ലേ ആ വിഷയം പറഞ്ഞത് എന്ന് അനസ് റളിയല്ലാഹു തആല അൻഹു അതിന് മറുപടി പറഞ്ഞ ആ വിഷയത്തെ ഹദീസ് പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നിടത്ത് വിവാഹ ആലോചന ഒരു പെണ്ണിൻ്റെ ഭാഗത്ത് നിന്ന് പുരുഷന്റെ ഭാഗത്തേക്ക് ഒരു പ്രപ്പോസൽ പോകുന്നതിന് വിരോധമില്ല എന്ന് പറയുന്നുണ്ട്. ഖദീജ റളിയല്ലാഹു തആല അൻഹ അങ്ങനെയാണ് ആ വിഷയത്തിൽ ഇടപെട്ടത് എന്നും നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ജീവിതത്തിലേക്ക് ബീവി റളിയല്ലാഹു അൻഹ കടന്നു വരികയാണ്. ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ഭാര്യമാരിൽ ആദ്യത്തവർ എന്ന് മാത്രമല്ല, വിശുദ്ധ ഇസ്ലാമുമായി അള്ളാഹുവിൻ്റെ റസൂൽ വരുമ്പോൾ ലോകത്തെ ഹബീബിൻ്റെ ദീനിൽ നിന്ന് ആദ്യത്തെ ഇസ്ലാമിലെ മെമ്പർഷിപ്പ് ആർക്കാണെന്ന് ചോദിച്ചാൽ, മഹദിമാരെ, പെണ്ണുങ്ങളെ, നിങ്ങൾക്ക് അഭിമാനിക്കാൻ ഇതുതന്നെ മതി. മുസ്ലിമീങ്ങളിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലം, സ്വഹാബി നബിക്ക് മുമ്പുള്ള അമ്പിയാക്കന്മാർ മുസ്ലിമീങ്ങൾ തന്നെ. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് വിശ്വസിച്ച ആദ്യത്തെ മെമ്പർഷിപ്പ് ആർക്കാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഉമ്മയായ ഖദീജ റളിയല്ലാഹു അൻഹക്കാണ്. വല്ലാത്ത മഹത്വല്ലേ! ഈ ഉമ്മത്തിൽ ആദ്യത്തെ മെമ്പർഷിപ്പ് ഒരു പെണ്ണിനാണ്, ഒരു മഹദിക്കാണ്. ഖദീജ റളിയല്ലാഹു അൻഹ. ആദ്യമായി അടിമകളിൽ നിന്ന് മുസ്ലിമായത് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു, കുട്ടികളിൽ നിന്ന് അലി റളിയല്ലാഹു അൻഹു, പെണ്ണുങ്ങളിൽ നിന്ന് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ. ഇങ്ങനെ നമുക്ക് ഓരോരുത്തരെയും ഓരോ ഘട്ടങ്ങളിൽ നമുക്ക് പറയാൻ കഴിയുമെങ്കിൽ ഈ ഉമ്മത്തിലെ ആദ്യത്തെ ദീനിലെ മെമ്പർഷിപ്പ് ഖദീജ റളിയല്ലാഹു തആല അൻഹക്കായിരുന്നല്ലോ. അള്ളാഹുവിൻ്റെ റസൂലിനെ നബിയായി അള്ളാഹു പറഞ്ഞേക്കുന്ന സമയം മഹദി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഹബീബിന്റെ ജീവിതത്തിന്റെ പ്രവാചകത്വ കാലത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അവ്വലു മാ ബുദിഅ ബിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരി മുസ്ലിം രണ്ട് സ്വഹീഹുകളിൽ വന്ന ഹദീസ് ഇങ്ങനെയാണ്: അവ്വലു മാ ബുദിഅ ബിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ വഹി അർറുയ സ്വാലിഹ. അല്ലാഹുവിൻ്റെ റസൂലിന് ദീനിന്റെ വിജ്ഞാപനം വരുന്നതിന്റെ ആദ്യ ഭാഗം സത്യസന്ധമായ സ്വപ്നങ്ങളായിരുന്നു. നബി തങ്ങൾ സ്വപ്നം കാണും, അത് പകൽ വെളിച്ചം പോലെ. فكان لا رؤيا لا يرى رؤيا الا جاءت مثل فلق الصبح. പ്രഭാതം പൊട്ടി വിടരുന്ന പോലെ ആ കണ്ട സ്വപ്നം രാത്രി കണ്ടാൽ നേരം വെളുക്കുമ്പോൾ ആ വിഷയം സംഭവിച്ചിട്ടുണ്ടാവും. അങ്ങനെ കാണുന്ന സ്വപ്നങ്ങൾ 6 മാസത്തോളം അല്ലാഹുവിൻ്റെ റസൂലിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതല്ലാഹു യഖറ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന പരിശുദ്ധമായ ഖുർആനിന്റെ അവതരണത്തിന് അവസരമൊരുക്കുകയാണ്, ഹബീബിനെ ഒരുക്കിക്കൊണ്ടുവരികയാണ്. ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീലാ. നബിയേ, ഭാരമേറിയ വചനങ്ങളാണ് നബിയേ നിങ്ങളുടെ മേൽ നാം ഇറക്കാൻ പോകുന്നത്. അല്ലാഹു തആല പറയാ,
അതിൻ്റെ മുമ്പ് ഹബീബിനെ ഒന്ന് പ്രിപ്പയർ ചെയ്യണം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മനസ്സിനെ അതിനു വേണ്ടി ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ സത്യസന്ധമായ സ്വപ്നങ്ങൾ അള്ളാഹു കാണിച്ചു കൊടുത്തു. പിന്നെ അള്ളാഹുവിൻ്റെ റസൂലിന് ഒറ്റക്കിരിക്കൽ ഇഷ്ടമായിരുന്നു. മെഡിറ്റേഷൻ, ആരാരും അരികത്തില്ലാതെ ഒറ്റക്കിരിക്കുന്ന ഒരു അനുഭവം. ഇത് മുസ്ലിമീൻ, നമ്മള് സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, നമ്മളെ മൊബൈൽ ഫോണും വാട്സപ്പും ഡാറ്റയൊക്കെ ഓഫ് ചെയ്ത് കുട്ടികളെയും മക്കളെയും ഭാര്യയൊക്കെ കൊണ്ട് മാറ്റി നിർത്തി എപ്പോഴെങ്കിലും ഒരു റൂമിൽ ഒറ്റക്ക് അള്ളാഹുവിൻ്റെ കൂടെ ഒന്നിരിക്കണം. നമ്മൾ സമയം കണ്ടെത്തണം. അതൊരു വലിയ ഊർജമാണ്. ഒരുവിധം മാനസിക സംഘർഷങ്ങളൊക്കെ അതിലില്ലാതെയാവും. നമ്മളും അള്ളാഹു മാത്രമുള്ളൊരു സമയം. ഇതെപ്പോഴും വാട്സപ്പ്, അപ്പോഴേക്കും ഒന്ന് അടുത്ത് വന്നു, അപ്പോഴേക്കൊരു കോള് വന്നു, ഇതൊക്കെ ഒന്ന് പൂട്ടിവെച്ച് എപ്പോഴെങ്കിലും കുറച്ചു നേരം അള്ളാഹുവിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണമെന്നാണ്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നമ്മൾ തിരക്ക് വാട്സപ്പ് എല്ലാ ഗ്രൂപ്പിലും കയറിയവർക്കൊന്നും ജന്മത്തിൽ കെലിമ ചൊല്ലാൻ വരെ നേരം കിട്ടുമെന്ന് അറിയില്ല. ഈ ഗ്രൂപ്പിലൊക്കെ മെമ്പറല്ലേ, എപ്പോഴത് ഒഴിഞ്ഞിട്ട് വന്നുകൊണ്ടേയിരിക്കല്ലേ രാവും പകലും ഇല്ലാതെ. നന്മകൾ, നല്ലത് അത് കേൾക്കുകയും പഠിക്കുകയും നമ്മൾ ചെയ്യണം. പക്ഷേ വെറുതെ സമയം കളയരുത്. അള്ളാഹു നമ്മുടെ അന്ത്യം, നമ്മുടെ ആഖിബത്ത് അള്ളാഹു നന്നാക്കി തരട്ടെ. റസൂലിന് ഒറ്റക്കിരിക്കൽ ഇഷ്ടമായിരുന്നു. നബി തങ്ങളെ അള്ളാഹു അങ്ങനെ ആക്കുകയാണ്. ഹിറാ ഗുഹയിൽ ചെന്ന് നബി തങ്ങൾ ഒറ്റക്കിരിക്കുമായിരുന്നു. വലിയ കഷ്ടപ്പാടുള്ള ഒരു, കയറാൻ പ്രയാസമുള്ള ഒരു ഗുഹയാണ് ഹിറാ ഗുഹ. ഹിറായിൽ കയറിയവർക്കത് ശരിക്കറിയാം. പുറത്തുള്ള തണുപ്പ് തന്നെയാണത്, ഫാൻ്റെ തണുപ്പറ്റാണ്. നല്ല തണുപ്പുണ്ടല്ലേ? പരിപാടി പിരിച്ചുവിടണോ? തണുപ്പ് കുട്ടികൾക്കൊക്കെ തലയിലൊക്കെ എന്തെങ്കിലും മറച്ചു കൊടുക്കി. ജന്മത്തിൽ തൊപ്പിയൊന്നും ഇടാത്തോലൊന്ന് സുന്നത്തായിട്ടെങ്കിലും തൊപ്പിട്ടേക്ക്. കൂട്ടത്തിൽ മഞ്ഞുള്ളാണ്ടിരിക്കുകയും ചെയ്തോളാം. അൽഹംദുലില്ലാഹ്. അവർ തൊപ്പിയിടൽ സുന്നത്താണോ? അപ്പോൾ അടുത്ത ഏതെങ്കിലും ഗ്രൂപ്പിൽ അപ്പം ചോദ്യം വരും, അത് സുന്നത്തല്ലല്ലോ. നബി തങ്ങൾ ചെയ്തിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ തലമറച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഉംറ ചെയ്യുമ്പോൾ തലയും മുഖമൊന്നും മറക്കാൻ പാടില്ല എന്ന് പറയാൻ കാരണം. ഉംറയിൽ ഇത് പാടില്ല. അതിനർത്ഥം എന്താ? ഉംറ അല്ലാത്തപ്പോൾ മറക്കാറുണ്ട്, അതുകൊണ്ടല്ലേ ഉംറയിൽ പാടില്ല എന്ന് പറയണത്. അത് ചെറിയൊരു മരുന്ന്, അത് മതി മനസ്സിലാവാൻ. ഉംറക്ക് തല മറക്കാൻ പാടില്ല എന്നാ അതിനർത്ഥം. സാധാരണഗതിയിൽ അവർ മറക്കാറുണ്ട്. മാഷാ അല്ലാഹ്. നമ്മുടെ ഈ പരിപാടിയുടെ ഒരു വലിയൊരു ഒരു അത്ഭുതം, നമ്മുടെ ഒരുപാട് അമുസ്ലിം സുഹൃത്തുക്കൾ താമസിക്കുന്നൊരു പ്രദേശമാണിത്. രതീഷ് എന്ന് പറയുന്ന നമ്മുടെ ഒരു അമുസ്ലിം സഹോദരൻ നമ്മുടെ ഖുർആൻ മത്സരത്തിൻ്റെ 10 വിജയികൾക്കുള്ള 10 ട്രോഫികൾ ഏറ്റെടുത്തിട്ടുണ്ട്. മാഷാ അല്ലാഹ്. രതീഷ് വളരെ അഭിനന്ദനം അർഹിക്കുന്നു. സർവശക്തൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എല്ലാവിധ നന്മയും കൊടുക്കട്ടെ, ഹിദായത്തിൻ്റെ വഴി അള്ളാഹു തുറന്നു കൊടുക്കട്ടെ എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. നമ്മുടെ വോളണ്ടിയേഴ്സ്, അവരുടെ കൗണ്ടറുകൾ നമ്മുടെ പരിസരങ്ങളിലൊക്കെ പല ഭാഗങ്ങളിലായി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ അകമഴിഞ്ഞ സഹായം നമ്മുടെ ഈ പരിപാടിക്കും തുടർന്ന് നമ്മുടെ ഈ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളിലേക്കും ഉണ്ടാകണം. ബക്കറ്റുമായൊക്കെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നന്നായിട്ടൊന്ന് സഹകരിക്കണം. ഒന്നുമില്ല, ഈ തണുപ്പൊക്കെ ഒന്ന് പോകാനേ കയ്യൊക്കെ ഒന്ന് എടുത്ത് പേഴ്സൊക്കെ ഒന്ന് തുറന്ന്, അപ്പോൾ ചെറിയൊരു ചൂടൊക്കായി അത് നല്ലതാണ്. അൽഹംദുലില്ലാഹ്. അള്ളാഹു തആല നമ്മുടെ ചെറുതും വലുതുമായ നമ്മുടെ സഹകരണങ്ങൾ, സഹായങ്ങൾ അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ മഹാനവറുകൾക്ക് പെട്ടെന്ന് എന്തോ ഒരു സങ്കടം പോലെ, ഒരു വിഷമം പോലെ തോന്നിയതാണ്. ആലിമീങ്ങൾക്കൊക്കെ അത് വരും. കിതാബൊക്കെ ഓതി കൊടുക്കുമ്പോൾ ചില ആയത്തുകളോ ചില ഹദീസുകളോ ചില സംഭവങ്ങളൊക്കെ ഓർമ്മ വരുമ്പോൾ വല്ലാത്തൊരു കണ്ണുകൾ നനയുന്ന അവസ്ഥ വരും. അത് ശിഷ്യന്മാർ കാണാതിരിക്കാൻ വേണ്ടി മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ എന്നവർ നേരെ എഴുന്നേറ്റ് റൂമിലേക്കാണ് പോയി. അപ്പോൾ ശിഷ്യന്മാർ എന്തേ ഉസ്താദ് എഴുന്നേറ്റ് പോയത്, എന്തിനായിരിക്കുമോ പോയിട്ടുണ്ടാവുക എന്ന് വല്ലാത്തൊരു അങ്കലാപ്പിലായി. അങ്ങനെ ഒരു ശിഷ്യൻ പിന്നാലെ ഉസ്താദിന് എന്തെങ്കിലും സംഭവിച്ചോ, വിഷമം പറ്റിയോ എന്നറിയാൻ ഉസ്താദ് പോയിരിക്കുന്ന റൂമിൻ്റെ അരികത്ത് വാതിൽക്കൽ തന്നെ ഇരുന്നു. നോക്കുമ്പോൾ ഇമാം അവറുകൾ മെല്ലെങ്ങനെ പാടുന്നുണ്ടത്രേ. ഇദാ മാ ഖലൗത ദഹ്റ യൗമൻ ഫലാ തഖുൽ إذا ما خلوت الدهر يوما فلا تقل خلوت ولكن قل علي رقيب
വലാ തഹ്സബന്നല്ലാഹ യഗ്ഫുലു സഅതൻ വലാ അന്നമാ തുഖ്ഫീഹി അൻഹു യഗീബു. നിങ്ങൾ ഒറ്റക്കായിരിക്കുമ്പോൾ തോന്നിപ്പോകരുതേ ഞാൻ ഒറ്റക്കാണെന്ന്. വലാകിൻ ഖുൽ അലയ്യ റഖീബു, എന്നെ വീക്ഷിക്കുന്ന റഖീബായ അല്ലാഹു എൻ്റെ കൂടെയുണ്ട്. അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. ഒറ്റക്ക് വാതിലടിച്ചിട്ട് കുരുത്തക്കേട് ചെയ്യാൻ നിൽക്കണ്ട. അള്ളാഹു കൂടെയുണ്ട് എന്നാ അപ്പം വിചാരിക്കാം. ഒറ്റക്ക് എന്നല്ല, എൻ്റെ ഒപ്പം അള്ളാഹു ഉണ്ടല്ലോ. വലാ തഹ്സബന്നല്ലാഹ യഗ്ഫുലു സഅതൻ വലാ അന്നമാ തുഖ്ഫീഹി അൻഹു യഗീബു. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അള്ളാഹു അറിയില്ലെന്ന് വിചാരിക്കുന്നുണ്ടോ? നിങ്ങൾ മറച്ചു പിടിക്കുന്നത് അള്ളാഹു കാണുന്നില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ? അള്ളാഹു കൂടെയുണ്ട് എന്നാണ് ഒറ്റക്കിരിക്കുന്നവൻ അറിയേണ്ടത്. ഒരു ബോധം അള്ളാഹു നമ്മുടെ വിദ്യാർത്ഥിനികൾക്ക് മുതൽ ചെറുപ്പക്കാരികൾ മുതൽ വയസ്സന്മാർ വരെ എല്ലാവർക്കും അള്ളാഹു നമുക്കൊക്കെ അള്ളാഹു നൽകട്ടെ. ആമീൻ. ആ ഒരു ബോധം കിട്ടലാണ് ഏതൊരു വാദിൻ്റെയും ലക്ഷ്യം. കുറേ ചരിത്ര സംഭവം കേൾക്കലല്ല. ഈ ബോധം ഉണ്ടായാൽ നിങ്ങൾക്ക് പോയിക്കോളി, അത് കിട്ടിയാൽ മതി. റസൂലുള്ളാഹി തങ്ങളുടെ അടുത്ത് ദീൻ പഠിക്കാൻ വന്ന ഒരു അറാബിക്ക് നബി തങ്ങൾ പറഞ്ഞു, അല്ലിമൂഹുൽ ഖുർആൻ, അയാൾക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഒരു സഹാബി ഏൽപ്പിച്ചു കൊടുത്തു, നബിയെ ഞാൻ പഠിപ്പിച്ചു കൊടുക്കാം. ഏത് സൂറ വേണ്ടത്? എനിക്ക് ഒന്നും അറിയില്ല, പഠിപ്പിച്ചെന്നേക്ക്. അപ്പോൾ 1-2 സൂറകൾ ഊതിയ കൂട്ടത്തിൽ ഇദാ സുൽസിലത്തി ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹ് വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറഹ്. ഒരണുമണി തൂക്കം നന്മ ചെയ്താൽ, ഈ അണുമണി എന്ന് പറഞ്ഞാൽ നിമ്മണിക്കാർക്ക് മനസ്സിലാവുമായിരിക്കും അല്ലേ? അണുമണി ഈ ലൈറ്റിൻ്റെ ഉള്ളിൽ കൂടെ കാണുന്ന ഈ പൊടി ഉണ്ടാവുമല്ലോ, വെളിപ്പഴുതിലൂടെ വരുന്ന ചെറിയ പൊടികൾ നോക്കിയാൽ കാണില്ല, ടോർച്ചടിച്ചാൽ കാണും ഇരുട്ടുള്ള റൂമിൽ പൊടി ഉണ്ടാവില്ലേ? അണുമണി തൂക്കം. നല്ല രസമുള്ളൊരു പേരായി നെമ്മിണി എന്ന് പറഞ്ഞല്ലേ. എന്താണ്? കൺമണി പോലെ അല്ലേ? നെന്മണി. മാഷാ അല്ലാഹ്. ഒരണുമണി തൂക്കം നന്മ ചെയ്താൽ ആ നന്മയ്ക്കിടെ പ്രതിഫലം നാളെ പരലോകത്തുണ്ട്. ഒരണുമണി തൂക്കം തിന്മ ചെയ്താൽ അതും നാളെ കാണാൻ കഴിയും. ഇതങ്ങോട്ട് പറഞ്ഞപ്പോ ആരാ പറഞ്ഞു, മതി മതി മതി, എന്നും പഠിക്കണ്ട, മതി, ഞാൻ പഠിച്ചു എന്ന് പറഞ്ഞു. അണുമണി തൂക്കം, യുഹാസിബുന അലാ മസാഖീലി ദർറ. ചെറിയ കാര്യങ്ങൾ തിന്മ ചെയ്താലും നമുക്ക് നാളെ വിചാരണ ഉണ്ടല്ലേ. മതി മതി മതി, ഞാൻ പോവാണെന്ന് പറഞ്ഞു. നിൽക്കി, ഞാൻ റസൂലുള്ളാഹിനോട് പറയട്ടെ. ഉണ്ടല്ലോ ദർസിലൊക്കെ സീനിയർ വിദ്യാർത്ഥികൾ ജൂനിയേഴ്സിന് കിതാബ് ഓതി കൊടുക്കൂലേ? അപ്പോൾ മുത്താലിമിങ്ങൾ പറയാം, മതി ഞങ്ങൾ പഠിച്ച് തീർന്നു കഴിഞ്ഞ് വിട്ടു പോട്ടെ എന്ന് പറഞ്ഞാൽ വിടാൻ പറ്റൂലല്ലോ. ഉസ്താദിനോട് ചോദിക്കട്ടെ എന്ന് പറയണ്ടേ? റസൂലുള്ളാഹിനോട് ചോദിക്കട്ടെ എന്താ സംഭവം. തങ്ങളെ ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ എന്ന് പറഞ്ഞപ്പോഴേക്കും മതി, എനിക്ക് മനസ്സിലായി എന്ന് ഇയാൾ പറയുന്നു. എന്ത് ചെയ്യണം നബിയെ? ഓ ഫഖദ് ഫഖഹൽ അറാബി, അറാബിക്ക് ഫിഖ് മനസ്സിലായിട്ടുണ്ട്. നമ്മൾ വിചാരിക്കും കുറേ മസാല കാണാൻ പഠിക്കലാണ് ഈ ഫിഖ് എന്ന് പറഞ്ഞാൽ. ഫഖഹൽ അറാബി, അറാബിക്ക് ഫിഖുണ്ട്, ദീൻ മനസ്സിലായിട്ടുണ്ട്. വിട്ടോളി, കുഴപ്പമില്ല, അവർ പോയിക്കോട്ടെ എന്ന് പറയും. അതാണ് ഇതിൻ്റെ ലക്ഷ്യം. അള്ളാഹു ആ ബോധം നമുക്ക് നൽകട്ടെ. അഹ്മദ് ബിൻ ഹംബൽ എന്നവർ ഈ പാട്ടിങ്ങനെ പാടായിരുന്നു അത്രേ, ഒറ്റക്കിരുന്നു കൊണ്ട് കരയുന്നത്. അള്ളാഹുവിന്റെ റസൂലിന് ഒറ്റക്കിരിക്കൽ ഇഷ്ടമായൊരു നേരം ഹിറാ ഗുഹയിൽ നബി തങ്ങൾ പോയിരിക്കാറുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് ഒരുപാട് ദിവസങ്ങളോളം ഹിറാ ഗുഹയിലിരുന്ന് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യും. ഒരു ദീൻ നിലവിലില്ലാത്ത കാലം, മക്കക്കാർ ബിംബാരാധന ചെയ്തിരുന്ന കാലത്ത് ബിംബാരാധന ചെയ്തുകൂടാ എന്ന് ആരോ ഒരാൾ ഹബീബിനെ മന്ത്രിക്കുന്ന പോലെ, ഇത് ശരിയല്ലെന്ന് ഹബീബിന് ബോധ്യപ്പെടുന്ന പോലെ. പക്ഷേ ജനങ്ങൾ തലകുനിക്കുന്നത് കാണുമ്പോ സർവേശ്വരനായ ഒരേ ഒരുത്തനല്ലയോ ലോകത്തിന്റെ സർവതമ്പുരാനായി സർവേശ്വരനായി വേണ്ടത്? അതെങ്ങനെയാണ് പലതാകുന്നത്? അപ്പൊ ഇത് ശരിയല്ലല്ലോ. എന്നാൽ ശരിയുത്തരം ഏതാണ്? മുത്തുനബി തങ്ങൾ അത് അന്വേഷിക്കുന്ന യാത്രയിലാണ്. ഒറ്റക്കിരിക്കുന്നു. ഒരു മലയുടെ ഉച്ചിയിൽ കയറി ഹിറാ ഗുഹയിൽ ചെന്നിരിക്കുകയാണ് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഗുഹ, ഹിറാ ഗുഹയിൽ കയറിയുണ്ടെങ്കിൽ കൈപൊക്കിയാട്ടെ. മാഷാ അല്ലാ, മാഷാ അല്ലാ. ഹിറാ ഗുഹ കണ്ടവരുണ്ടെങ്കിൽ കൈപൊക്കിയാട്ടെ. ചിത്രത്തിൽ പോയിട്ടില്ലെങ്കിലും കാണാലോ അല്ലേ? മാഷാ അല്ലാ.
ഞാനും കയറി നോക്കി. മാഷാ അല്ലാഹ്, എന്താ ഗുഹൻ്റെ ഒക്കെ അവസ്ഥയിലെ ഒന്ന് കാലിടറിയാൽ താഴെ എത്രായിരം ഫീറ്റ് താഴെയാണ്. അല്ലാഹു അക്ബർ. ആ ഗുഹൻ്റെ പാറകൾ ഒരു ലിഫ്റ്റ് ഒരു ക്രെയിൻ കൊണ്ട് പൊക്കി വെച്ച പോലെ തോന്നും. അതിൻ്റെ മേൽക്കൂര, അതിൻ്റെ സുജൂദ് ചെയ്യുന്ന ഒരു ഇടം, നമ്മൾ ഇരിക്കുന്ന കഷ്ടിച്ച് 2 ആൾക്ക് 3 ആൾക്ക് നിസ്കരിക്കാനേ അവിടെ കഴിയുള്ളൂ. പക്ഷെ അവിടെ അങ്ങനെ ഇരുന്നാൽ ഒരു ചെറിയൊരു ഹോളുണ്ട്. ഈ മൈക്കയുടെ ഇതിൻ്റെ ഈ മൗത്തിൻ്റെ അത്ര ഒരു ചെറിയൊരു ഹോള്. ആ ഹോളിലൂടെ നോക്കിയാൽ ഇപ്പോൾ ക്ലോക്ക് ടവർ കാണും. ക്ലോക്ക് ടവർ കഅബയുടെ മുമ്പിലുള്ള കെട്ടിടമാണ്. അതില്ലാതിരുന്ന കാലത്ത് കഅബം കാണുമായിരുന്നു. തങ്ങൾ അവിടെ അങ്ങനെ ഇരുന്നാൽ അതൊരു സ്ട്രാറ്റജിക് ലൊക്കേഷനാണ്. വല്ലാത്തൊരു അത്ഭുതമാണ്. മക്ക മുഴുവൻ മലകളല്ലേ, ഇതിൻ്റെ ഇടയിലൂടെ കഅബം കാണത്തക്ക രീതിയിലുള്ള ഒരു ഇരുത്തമാണ് അവിടെ ഇരിക്കുക. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പണിത കഅബാലയം അവിടെ നോക്കിയാൽ കാണും. അതിന് ചുറ്റും മലകളാണ്. ശരിക്കും നോക്കിയാൽ ക്ലോക്ക് ടവറാണ് നേരെ കാണാം. ഒരു ബൈനോക്കുലറൊക്കെ ഉണ്ടെങ്കിൽ സൂം ചെയ്താൽ അതിലും അടുത്ത് കാണുമായിരിക്കും. ഞാനത് ശ്രദ്ധിച്ചു, എനിക്കും കാണാൻ പറ്റി. മാഷാ അല്ലാഹ്. മുത്തനബി ഞങ്ങൾ അവിടെ പോയിരിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹത്താ ഫജഅഹുൽ ഹഖ്, സത്യം, സത്യദീൻ, സത്യത്തിന്റെ സന്ദേശം അല്ലാഹുവിന്റെ റസൂൽ പ്രതീക്ഷിക്കാതെ ഹബീബിന്റെ മുമ്പിലേക്ക് വരുന്നു ഒരു മാലാഖ. ഫജാഅഹു ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ വന്നു. ഖാല ഇഖ്റ, വായിക്കണം എന്ന് പറഞ്ഞു. വായിക്കുക. അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി, മാ അന ബിഖാരിഇൻ, എനിക്ക് വായിക്കാൻ അറിയില്ലല്ലോ. അത് മാ ഇസ്തിഫാമിയാണോ നാഫിയയാണോ അതൊക്കെ പല ചർച്ചകളാണ്. മൊത്തത്തിൽ എനിക്ക് വായിക്കാൻ അറിയില്ലല്ലോ. ജിബ്രീൽ അലൈഹിസ്സലാം അണച്ചുകൂട്ടി പിടിച്ചത്രേ. ദമ്മഹു ഫദമ്മനി ഹത്താ ബലഗ മിന്നിൽ ജഹദ്, എനിക്ക് ക്ഷീണം വരുന്ന പോലെ എന്നങ്ങ് അണച്ചുകൂട്ടി പിടിച്ചു ജിബ്രീൽ എന്നവര്. പിന്നെ വിട്ടു. ഇഖ്റ, വായിക്കുക എന്ന് പറഞ്ഞു. എനിക്ക് വായിക്കാൻ അറിയില്ലല്ലോ. എന്നെ വീണ്ടും അണച്ചുകൂട്ടി പിടിച്ചു 2ാമത്തെ തവണ. എനിക്ക് വേദനിക്കുന്ന പോലെ. പിന്നെ എന്നെ വിട്ടു. 3ാമത്തെ തവണയും അല്ലാഹുവിന്റെ റസൂലിനോട് പറയാ, വായിക്കുക. അണച്ചുകൂട്ടി പിടിക്കുന്നു. മുത്തനബി വിടുന്നു. ആ 3ാമത്തെ തവണ അല്ലാഹുവിന്റെ റസൂലിനോട് ഇഖ്റ മാ അന ബിഖാരി, എനിക്ക് വായിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞപ്പോ, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. വിശുദ്ധ വചനങ്ങൾ ഇറങ്ങുകയാണ്. ഇവിടെ ഒരു വിഷയം മുഅല്ലിമീങ്ങൾക്ക്, ഉസ്താദുമാർക്ക്, പഠിപ്പിക്കുന്നവർക്ക്, അധ്യാപകർക്ക്, ഒരു വിദ്യാർത്ഥി പഠിക്കാത്തതിൻ്റെ പേരിൽ 3 തവണ ആ കുട്ടിയെ ചെറുതായിട്ടെങ്കിലും ഒന്ന് അടിക്കുകയോ ശിക്ഷണം കൊടുക്കുകയോ ചെയ്യാൻ പാടുള്ളൂ എന്നാണ്. വടി ഇങ്ങനെ അടുത്ത് വെച്ചിട്ട് ഓരോ തെറ്റിനും അടി. ഹിഫ്ള് പഠിക്കണ മക്കളൊക്കെ വല്ലാത്ത ത്യാഗം ചെയ്യുന്നുണ്ട്. അങ്ങനെയൊന്നും കുട്ടികളെ അടിക്കാൻ പാടില്ല. നമ്മൾ അടി കൊണ്ട് പഠിച്ചതായിരിക്കും, കിട്ടണ മുഴുവൻ തിരിച്ചു കൊടുക്കാനുള്ളതല്ല എന്ന് മനസ്സിലാക്കിയാൽ മതി. 3 പ്രാവശ്യമേ പാടുള്ളൂ എന്നാ. 3 തവണ. ആ കുട്ടിക്ക് പറ്റുമെങ്കിൽ അതുകൊണ്ടൊരു ഇന്തിബാഹ് ഉണ്ടാവും. ഇത് ഒരു ദിവസം തന്നെ 10, 15 അടി, 20, 200 അടിയൊക്കെ വാങ്ങണ കുട്ടികളുണ്ട്. കുട്ടികളെ പിന്നെ ഉസ്താദന്മാരുടെ ബഹുമാനം കൊണ്ട് ഒന്നും എണീറ്റ് ഓടൊന്നുമില്ലല്ലോ, അവിടെ ഇരുന്ന് നിലവിളിക്കുക തന്നെയല്ല. അപ്പം എന്താ, ഉസ്താദന്മാരത് ശ്രദ്ധിക്കണേ, അങ്ങനെ അടിക്കാൻ പാടില്ല എന്നാ. 3 തവണ ജിബ്രീൽ അലൈഹിസ്സലാം എനിക്ക് വായിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞതിൽ നബിതങ്ങൾ അണച്ചുകൂട്ടി പിടിച്ചു. പിന്നെ നബിതങ്ങളെ വിട്ടുകളഞ്ഞു. ആ വിഷയത്തെ ചർച്ച ചെയ്തുകൊണ്ടാണ് ആലിമീങ്ങൾ ഈ വിഷയം പറഞ്ഞത്. 3 പ്രാവശ്യമേ തഅദീബിൻ്റെ, അതും കുട്ടിയുടെ ദേഹത്ത് പ്രഹരം അല്ലെങ്കിൽ മുറിവേൽക്കുന്നത് ചെയ്യാൻ പാടുള്ളതുമല്ല. ചെറുതായിട്ട് അങ്ങനെ പാടുള്ളൂ. 3 തവണ. اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم. اقرأ, വായിക്കുക. Read in the name of your Lord who created, സൃഷ്ടിപ്പ് നടത്തിയ അല്ലാഹുവിൻ്റെ നാമത്തിൽ വായിക്കുക നബിയെ. ഖലഖൽ ഇൻസാന മിൻ അലഖ്, He created man from a sensitive drop of blood. മനുഷ്യനെ രക്തപിണ്ഡത്തിലൂടെ സൃഷ്ടിച്ചവനാണ് അല്ലാഹ്. ഇഖ്റഅ വറബ്ബുകൽ അക്രം. Read and your Lord is the most bounteous. വായിക്കുക, നിങ്ങളുടെ രക്ഷിതാവ് അല്ലാഹു പരമദയാലുവും ഔദാര്യവാനുമാണ്. അല്ലദീ അല്ലമ ബിൽ ഖലം, who taught the use of pen. മനുഷ്യനെ പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചവനാണ് അല്ലാഹു. അല്ലമൽ ഇൻസാന മാ ലം യഅലം, he taught man what he knew not. അറിയാത്തത്
മനുഷ്യനെ പഠിപ്പിച്ചവനാണ് അല്ലാഹു. ഖുർആനിലെ ആദ്യത്തെ വിഷയം അവതരിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഖദീജ റളിയല്ലാഹു അൻഹ, ഹബീബുനാ റസൂലുള്ളാഹി തങ്ങളെ, ഹബീബായ നബി തങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്ന ആദ്യത്തെ ഏറ്റവും പ്രമുഖമായ ഇടപെടലാണിത്. ഫറജഅൻ നബിയു ഇലാ ഖദീജത യർജുഫു ഫുആദുഹു, പേടിച്ച് വിറച്ചുകൊണ്ട് ഖദീജ ബീവിയുടെ അരികത്തേക്ക് ഓടുകയാണ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബീവിയോട് ആദ്യം പറഞ്ഞത് സമ്മിലൂനി സമ്മിലൂനി, എനിക്കൊരു പുതപ്പ് തരൂ, ഒരു പുതപ്പ് തരൂ. അതൊന്നും പറഞ്ഞില്ല, ഒരു പുതപ്പ് തരും ഖദീജ, എനിക്ക് വറക്കുന്നുണ്ട്, ഒരു പുതപ്പ് തരും. അപ്പോഴാണ് അല്ലാഹു പുതപ്പ് മൂടി കിടന്ന സമ്മിലൂനി. അപ്പോഴാ അല്ലാഹു പിന്നെ അടുത്ത സൂറയിൽ യാ അയ്യുഹൽ മുസമ്മിൽ, ഓ ദ വൺ കവേർഡ് ഇൻ ദ ബ്ലാങ്കറ്റ്സ്, അല്ലേ, പുതപ്പ് മൂടി കിടക്കുന്നവരെ, ഖും ഫഅൻദിർ, എഴുന്നേൽക്കുക, ജനങ്ങൾക്ക് താക്കീത് കൊടുക്കുക. ഹബീബിനെ മുസമ്മിൽ എന്ന് വിളിച്ചത് സമ്മിലൂനി, എന്നെ പുതപ്പിക്കണേ എന്ന് പറഞ്ഞ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പുതപ്പ് കൊടുത്ത് നബി തങ്ങൾ പുതച്ചു കിടച്ചതിന്റെ ശേഷം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ റളിയല്ലാഹു തആല അൻഹ പുതപ്പിച്ചു കൊടുത്തു. നബി തങ്ങളുടെ പേടി അല്പം മാറിയപ്പോ മുത്തുനബി തങ്ങൾ പറഞ്ഞു, ഖശീതു അലാ നഫ്സി, ഖദീജ, എനിക്ക് മരണം വരെ അസുഖമാകുമോ, ഞാനങ്ങ് മരിച്ചു പോകുമോ, എനിക്ക് പേടി വന്നു, വല്ലാത്ത പേടി വന്നു ഖദീജ എന്ന് ബീവിയോട് പറയാ റളിയല്ലാഹു തആല. ഖദീജ റളിയല്ലാഹു അൻഹ കൊടുത്ത മറുപടി ഇവിടെ തങ്ങൾ സൂചിപ്പിച്ചു, ഖല്ലാ, ഇവിടെയാണ് വിഷയം, ഇവിടെയാണ് നമ്മളും ബാക്കിയുള്ള പെണ്ണുങ്ങളും തമ്മിലുള്ള വ്യത്യാസം. ഖദീജ ബീവിയും നമ്മുടെ മഹതിമാരായ ഭാര്യമാരും നമ്മുടെ സഹോദരിമാരും ഒരല്പം കമ്പാരിസൺ ചെയ്യണം. നമ്മളൊക്കെ അങ്ങനെയാണോ അല്ലേ? ഒരു ഭർത്താവ് പേടിച്ച് വരിക, നമ്മളെന്താ പറയുക, വല്ല പൊട്ടിച്ചെത്താനും കണ്ടിട്ടുണ്ടാവും. ആദ്യം ഒരു ഡയലോഗ് അതാക്കാം, പണ്ടേ പേടിത്തൊണ്ടനാ, പിന്നെ ഇങ്ങനെ എന്തെങ്കിലും ഒരു കുറ്റല്ലേ പറയുള്ളൂ. ആദ്യമായൊരു മനുഷ്യന്റെ നന്മ പറയോ, ഇങ്ങനെ ഒരു വരികയാണെന്ന് സങ്കല്പിച്ചു നോക്കി. ഈ റബ്ബർ തോട്ടത്തിലൊക്കെ ലേറ്റ് ഉണ്ട്, റബ്ബർ തോട്ടത്തിൽ കൂടെ ഒരാൾ കയറിയാണ് ഇരുട്ടത്തെ സമയത്ത്, എന്തോ കണ്ട് പേടിച്ചു എന്ന് പറയാം. എന്തൊക്കെ പറയും നമ്മുടെ പെണ്ണുങ്ങൾ. പിന്നെ അവസാനം എന്തെങ്കിലുമൊക്കെ നമ്മൾ പോയി നോക്കുക എന്നൊക്കെ പറയും. അത് ലാസ്റ്റാ പറയാ, ഇത് ആദ്യം പറയണം. പോസിറ്റിവിറ്റി എന്ന് പറയില്ലേ, ഒരു വിഷയത്തിലെ നന്മയെ ആദ്യം കാണാം. ബീവി ആദ്യം നെവർ, നിങ്ങളൊരു പേടിയും പേടിക്കണ്ട എൻ്റെ ഭർത്താവേ, എന്തിനാ നിങ്ങളെ പേടിക്കുന്നത്? അല്ലാഹു നിങ്ങളെ കൈവടിയില്ല നബിയെ, മുഹമ്മദ് നബി എൻ്റെ ഭർത്താവേ, അല്ലാഹു നിങ്ങളെ കൈവടിയൂല. ആദ്യം പറഞ്ഞ മറുപടി അതാണ്. ഏതൊരു വിഷയത്തിന്റെ ഇപ്പൊ അര ഗ്ലാസ് വെള്ളം ഉണ്ടെങ്കിൽ ഇതിലിപ്പോ അര ഗ്ലാസ് ചായ ഉണ്ട്, ഇതൊരു കാണാൻ പറ്റുന്ന ഗ്ലാസ് ആണെങ്കിൽ ഇപ്പൊ നമ്മൾ രണ്ട് ഉദാഹരണം പറയാറുണ്ട്. അര ഗ്ലാസ് ചായ ഉണ്ട്, നമ്മളങ്ങനെയല്ലേ പറയാം. ഇതിലിപ്പോൾ എന്താ, അര ഗ്ലാസ് ചായ. ഈ കുറ്റം കുറവ് മാത്രം നോക്കി കിടക്കണ ആണുങ്ങളും പെണ്ണുങ്ങളും എന്താ പറയുന്നത്, അതിൽ ആകെ അര ഗ്ലാസ് ഉള്ളൂ, ആ ഗ്ലാസ് ഇപ്പോഴും കാലിയാ. ഓല ഖാലി മാത്രമേ കാണുള്ളൂ, ഉള്ളത് കാണൂല. സുബ്ഹാനല്ലാഹ്. നമ്മളോട് പറഞ്ഞത് ഉള്ളതിലെ നന്മയെ കാണണമെന്നാണ്, നന്മയെ കാണണമെന്നാണ്. കള്ളു കുടിച്ചിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്ത് ശിക്ഷ വാങ്ങിപ്പോകുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ടിട്ട് സ്വഹാബിമാരൊക്കെ പറഞ്ഞു പോയി, 3 തവണ കള്ളുകുടിയുടെ ശിക്ഷ വാങ്ങിപ്പോവാൻ. അന്ന് ഇസ്ലാമിലേക്ക് വരുന്ന കാലല്ലേ, അങ്ങനെ കുടിച്ചു പൂസായി നടന്നിരുന്നൊരു കാലം ഉണ്ടായിരിക്കും. അപ്പൊ ഇടക്ക് ഇപ്പൊ കള്ളുടിയൊക്കെ മാറി എന്തൊക്കെ സാധനങ്ങളാണെന്നറിയോ, പെയിന്റ്, സ്റ്റിക്കർ, അത് ഇത്, എന്തൊക്കെയാണ് മസലോ, അതൊക്കെ തന്നെ അല്ലേ. എന്തൊക്കെ പേരിട്ടിട്ടാ വിളിക്കണമെന്നറിയോ, അണ്ണാക്കൽ ഒട്ടിച്ചു വെക്കുക, നാവിൻ്റെ അടിയിൽ പറ്റിച്ചു വെക്കുക, മണക്ക, പൊടിയായിട്ടും ഗുളികയായിട്ടും മയക്കുമരുന്നേ. പണ്ടൊക്കെ 4 കാല് നടക്കുമ്പോൾ മനസ്സിലായിരുന്നു കുടിച്ച് പൂസായിട്ട് വരിക. ഇപ്പം ശരിക്ക് ഫിറ്റായി വന്നാൽ അറിയാൻ പറ്റൂല. ചെറുപ്പക്കാരൊക്കെ അതൊക്കെ ബൈക്ക് എടുത്തിട്ട് അങ്ങനെ പോകും. അവർ പോക്ക് നേരെ എറണാകുളത്തേക്കാർ, അല്ലെങ്കിൽ നേരെ ഊട്ടിക്ക്, അല്ല അവിടുത്തെ ചായ അടിച്ചിട്ട് ഇങ്ങോട്ട് തന്നെ വരും. അതിൽ പലതും ആ ഒരു എനർജിയൊക്കെ വല്ലാത്തൊരു എനർജി തന്നെയാണ്. സുബ്ഹാനല്ലാഹ്. മയക്കുമരുന്നിൻ്റെ ലഹരിയിൽ പോകുന്ന ആളുകൾ, ചെറുപ്പക്കാർ, അള്ളാഹു നമ്മുടെ തലമുറയെ, മനുഷ്യ മക്കളെ, അതിൽ ജാതിയൊന്നും വേണ്ട, എല്ലാവരെയും സർവശക്തൻ കാത്തുരക്ഷിക്കട്ടെ. വലിയ അപകടമല്ലേ, വലിയ അപകടമാണ്. ഹബീബിന്റെ മുമ്പിൽ നിന്ന് മദ്യപാനത്തിന്റെ ശിക്ഷ വാങ്ങിപ്പോകുമ്പോ സ്വഹാബിമാര് പറഞ്ഞു, ഈ മനുഷ്യനെ അള്ളാഹു ശപിക്കട്ടെ. എത്ര തവണയാ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്ന് ശിക്ഷ വരിച്ചു പോകുന്നത്? 1, 2 തവണ, 3ആയില്ലേ? ഈ മനുഷ്യന് നന്നാവാൻ പറ്റില്ല കേട്ടോ, ഇയാളെ മഹാപോക്കാണ്. ലഅനഹുല്ലാ, അള്ളാഹു ശപിക്കട്ടെ എന്ന് പറഞ്ഞു.
മുത്തുനബി ഞങ്ങൾ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? എന്തൊരു മനോഹരമായ മറുപടി. എന്താ നബി പറഞ്ഞെന്നറിയോ? സല്ലല്ലാഹു അലൈഹി വസല്ലം, വല്ലാഹി ഇന്നമാ അഅലം, ഞാൻ അറിയുന്നത്, ഇയാളെക്കുറിച്ച് എനിക്കറിയുന്നത്, അന്നഹു യുഹിബ്ബുല്ലാഹ വറസൂല, ഇവൻ ആള് കള്ളുകൂടിയാണ്, ശരി തന്നെ ആയിരിക്കാം, പക്ഷേ ഇവൻ അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്ന ഒരാളാണ്. ഹദീസ് സ്വഹീഹായ ഹദീസാണ്. അള്ളാഹിനെ റസൂലിനെ സ്നേഹിക്കുന്നു. ലാ തുഈനുഹു അല ശൈത്വാൻ, അള്ളാഹു ശപിക്കട്ടെ എന്ന് പറഞ്ഞ് പിശാച്ച് കൂടണ്ടാവട്ടെ എന്നല്ലേ ശാപത്തിന്റെ അർത്ഥം. പിശാച്ചിനെ ഇയാളുടെ മേൽ നിങ്ങൾ സഹായിക്കല്ലേ. ഇയാൾ അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്ന ആളാണ്. ആ മനുഷ്യനിലെ ഒരു നന്മയെ കണ്ടു മഹാനായ റസൂലുള്ളാഹി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ അങ്ങനെ ആവണ്ടേ. പോസിറ്റിവിറ്റി എന്ന് പറയും ഏതൊരു വിഷയം ഈജാബിയാവുക, നന്മയെ കാണുക. നമ്മളിപ്പോൾ അങ്ങനെയല്ല, ഒരു പ്രസംഗം പ്രസംഗിച്ചു, മനുഷ്യന്മാരെ തെറ്റ് പറ്റിയേക്കാം, ആ തെറ്റ് മാത്രം കട്ടെടുത്തിട്ട് അതായിരിക്കും പിന്നെ ആഘോഷിക്കുക. അല്ല, അങ്ങനെയല്ലേ നടക്കുന്നത്? ആർക്കാണെങ്കിലും അത്രയും നേരം എന്തെല്ലാം നന്മ പറഞ്ഞാൽ അത് വല്ലതും അമൽ ചെയ്യാൻ നോക്കട്ടെ, അതല്ല നോക്കുക. ഇബ്ലീസ് മുഴുവൻ സമയവും ഇതിൻ്റെ പിന്നാലങ്ങ് കൂടും. സുബ്ഹാനല്ലാഹ്. തിന്മയെ കാണുന്നവർ മുനാഫിഖിന്റെ ലക്ഷണമാണെന്ന് നബി ഞങ്ങൾ പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ഖദീജ റളിയല്ലാഹു അൻഹ ഹബീബിനോട് പറയുന്നു, കല്ലാ വല്ലാഹി ലാ യുഖ്സികല്ലാഹു അബദാ, അല്ലാഹു നിങ്ങളെ കൈവടിയില്ല നബിയേ. ഇന്നക ലതസിലുർ റഹിം, നിങ്ങൾ കുടുംബ ബന്ധം ചേർത്തുന്നവരാണ്. വതസ്ദുഖുൽ ഹദീസ്, നുണ പറയാത്തവരാണ്. വതഹ്മിലുൽ കല്ല, ഭാരം ചുമക്കുന്നവരാണ്. വതക്സിബുൽ മഅദൂം, ഒന്നുമില്ലാത്തവർക്ക് നന്മ ചെയ്തു കൊടുക്കുന്നവരാണ്. വതഖിറുൽ ളൈഫ, അതിഥികളെ സൽക്കരിക്കുന്നവരാണ്. വതുഈനു അലാ നവാഇബിൽ ഹഖ്, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ഓടിച്ചെന്ന് സഹായം ചെയ്യുന്നവരല്ലയോ നബിയെ നിങ്ങൾ, നിങ്ങളെ അല്ലാഹു കൈവടിയുകയില്ല എന്ന് ആദ്യമായി ഹബീബിനെ സമാശ്വസിപ്പിച്ച ഹബീബിന്റെ സഹധർമ്മിണിയാണ്, ജീവിത സഖിയാണ് ഖദീജ റളിയല്ലാഹു അൻഹാ. അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ പിടിച്ചു പോവുകയാണ്. ബീവി തുണയാകുന്നു, ഹബീബിന് സംരക്ഷണമാകുന്നു. വറഖത്ത് ഇബ്നു നൗഫലിന്റെ അരികത്തേക്ക്. ആ ഭാഗം നമുക്കറിയുന്നതാണ്, പക്ഷേ ചരിത്രത്തിന്റെ ഭാഗമായി ഞാനൊന്ന് ഓടിച്ചു പോവാണ്. അതിനുശേഷം നമുക്ക് മറ്റു വിഷയങ്ങളിലേക്ക് വരാം. വറഖത്ത് ഇബ്നു നൗഫൽ നബി തങ്ങളുടെ വംശപരമ്പരയിൽ ഖുസയ്യുമായി ബന്ധിക്കുന്ന ഹബീബിന്റെ ഇബ്നു അമ്മാൻ. അല്ലാഹുവിന്റെ റസൂലിന്റെ പിതാമഹന്മാരിൽ ഖുസയ്യുമായി വറഖത്ത് ഇബ്നു നൗഫലിന്റെ പരമ്പര വന്നു ചേരുന്നുണ്ട്. ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞു, വറഖത്ത് ഇബ്നു നൗഫലെ, ഇസ്മഅ മിൻ ഇബ്നി അഖീക് മിൻ ഇബ്നി അമ്മിക്, വറഖ, എന്റെ ഭർത്താവിന് സംഭവിച്ചതൊന്ന് കേൾക്കണേ. എല്ലാം കേട്ടു. എന്താ ഗുഹയിൽ നടന്നത്, എന്താ പറഞ്ഞത്, എന്താ നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞത്, അവരെന്താ നിങ്ങളോട് ചെയ്തത്? ഇന്നമാ ജാഅക നാമൂസ് അല്ലദീ നസല അലാ മൂസാ, മൂസാ നബിയുടെ അരികത്ത് വന്ന നാമൂസാണ് നിങ്ങളുടെ അരികത്തേക്ക് വന്നത്. ഈ നാമൂസ് എന്ന് പറയാൻ നമ്മൾ കുട്ടികളോടൊക്കെ വേണ്ട ഒരു നാമൂസ് എന്ന് പറയില്ലേ. നാമൂസും ജാസൂസും ഉണ്ട്. ജാസൂസ് എന്ന് പറഞ്ഞാൽ മോശമായ രഹസ്യം കയ്യിലുള്ള ഒരാളുടെ തരികട അറിയുന്ന ഒരാൾക്ക് ജാസൂസ് എന്ന് പറയും. അതിങ്ങനെ തപ്പിടക്കല പണി, ഓൻ ജാസൂസാണ്. പക്ഷെ ഒരാളുടെ നന്മ അറിയുന്ന ആളാണ്, അയാളെ നാമൂസ് എന്നാ പറയാം. നമ്മൾ നാമൂസാണ് ആവേണ്ടത്, ജാസൂസ് അല്ല. നാമൂസ് നല്ലതാണ്. ഒരു മനുഷ്യന്റെ നല്ലത് പഠിച്ചു വെക്കുക, അതിനാണ് നാമൂസ് എന്ന് പറയാൻ. മൂസാ നബി അലൈഹിസ്സലാമിന്റെ അരികത്ത് വന്ന അല്ലാഹുവിന്റെ വഹയിന്റെ സൂക്ഷിപ്പുകാരൻ ആരാണത്? ജിബ്രീലു അലൈഹിസ്സലാം. ആ പ്രവാചകന്റെ അരികത്ത് വന്ന അല്ലാഹുവിന്റെ മാലാഖയാണ് മുഹമ്മദേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ അരികത്ത് വന്നത്. അതുകൊണ്ട് പേടിക്കണ്ട. എന്നിട്ട് പറഞ്ഞു, ലൗ കുന്തു, ഞാനെങ്ങാനും നിങ്ങൾക്ക് പ്രബോധനവുമായി നിങ്ങൾ പ്രബോധന വീതിയിൽ ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ കടന്നു വരും. നിങ്ങളുടെ നാട്ടുകാര് നിങ്ങളെ പുറത്താക്കും, ഇവിടുന്ന് പുറത്താക്കും നിങ്ങളെ. നബി തങ്ങൾ ചോദിച്ചു, അവ മുഖരിജയ്യ ഖൗമി, എന്റെ നാട്ടുകാരെന്നെ പുറത്താക്കുകയോ? ഞാൻ 40 കൊല്ലം ജീവിച്ച എന്റെ മക്ക, ആളുകളൊക്കെ സത്യസന്ധനെ എന്ന് വിളിക്കുന്ന എന്റെ മക്ക, ഇവരൊക്കെ എന്നെ അട്ടിപ്പുറത്താക്കുമോ? അങ്ങനെയാണ് സത്യം പറയാൻ വന്ന പ്രവാചകന്മാർക്ക് മുഴുവൻ സംഭവിച്ചത്. അവരുടെ നാട് വിട്ടു പോകേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്കും സംഭവിക്കും മുഹമ്മദ് നബിയെ. അന്ന് ഞാനെങ്ങാനും ഒരു യുവാവായിരുന്നുവെങ്കിൽ. അങ്ങനെ മുസ്തഹീലായ നന്മകൾ ആഗ്രഹിക്കുന്നതിന് വിരോധമല്ല എന്ന്. പ്രായമായിട്ട് കണ്ണിൻ്റെ കാഴ്ച പോയിട്ടുണ്ട്, എന്നിട്ട് പറയാം ഞാൻ അന്നൊരു യുവാവായിരുന്നെങ്കിൽ. ഇപ്പോൾ നടക്കാൻ പോകുന്നില്ല, കാര്യം ഉറപ്പല്ലേ, നടക്കൂല. എന്നാലും ആഗ്രഹിക്കാം.
ആലിമീങ്ങളൊക്കെ പറയും വെറുതെ ആഗ്രഹിക്കാൻ ഇബ്രാഹിം നബിൻ്റെ ഹാദിമായിട്ട് പിന്നെ ഇസ്മായിൽ നബിൻ്റെ ഹാദിമായിട്ട് പിന്നെ റസൂലുള്ളാഹിൻ്റെ ഹാദിമായിട്ടൊക്കെ ഒന്ന് മരിച്ചിരുന്നെങ്കിൽ എത്ര നൂറ്റാണ്ട് ജീവിക്കണം, അതിനൊക്കെ ഒരു മുസ്തഹീലാണ്. പക്ഷെ ആഗ്രഹിക്കാൻ പറ്റുമോ? അതൊരു ഹുബ്ബാണ്, അത് അംബിയായിനോടുള്ള ഹുബ്ബല്ലേ. അങ്ങനത്തെ ഒരു മുസ്തഹീൽ ആഗ്രഹിക്കുന്നതിന് വിരോധമല്ല. വറഖത്ത് ബിൻ നൗഫൽ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, മുഹമ്മദ് നബിയെ, അങ്ങയെ ആളുകൾ ആട്ടിപ്പുറത്താക്കുമ്പോൾ ലനസർതുക നസ്റൻ മുഅസ്സറാ, നിങ്ങളെ ഞാൻ സഹായിക്കും, ശരിയായി നിങ്ങളുടെ കൂടെ നിൽക്കും. അലാ ലൈതി ഇദാ മാ കാന ദാകും, നിങ്ങൾക്ക് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഷഹിദ്തു ഫകുന്തു അവ്വലഹും വുലൂജാ, ആളുകൾ നിങ്ങളുടെ മതത്തിൽ നിന്ന് പിന്തിരിയുകയോ ഓടിമറയുകയോ ചെയ്യുമ്പോൾ മുഹമ്മദ് നബിയെ, നിങ്ങൾ വിളിച്ചു പറയാൻ പോകുന്ന ഈ നന്മയിലേക്ക് ആദ്യം കടന്നു വരുന്ന ആള് ഞാനാകുമായിരുന്നു എന്ന് വറഖത്ത് ബിൻ നൗഫൽ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു. മഹദിയായ ഖദീജ റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു കൊടുക്കുന്നു, മുത്തുനബിയേ, അല്ലാഹുവിന്റെ റസൂലേ, വറഖത്ത് ബിൻ നൗഫൽ നബി തങ്ങൾ നുബുവത്തിന്റെ പ്രഖ്യാപനം നടത്തുന്നതിന് മുമ്പേ മരിച്ചുപോയിട്ടുണ്ട്. ബീവി ചോദിച്ചിട്ടുണ്ട്, നബിയേ, അങ്ങ് നബിയായി വരുമെന്ന് പറഞ്ഞ വറഖ, ആ മനുഷ്യന് വറഖയുടെ കഥ എന്താണ് നബിയെ, എന്താണ് വറഖാക്ക് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഹബീബായി തങ്ങൾ പറഞ്ഞു, സ്വഹീഹായ ഹദീസ്, യുബഅസു യൗമൽ ഖിയാമത്തി ഉമ്മതൻ വഹദ, ഒറ്റക്കൊരു സമുദായം പോലെ മഹ്ശറായിൽ മുവഹിദീങ്ങളുടെ വിഭാഗത്തിലാണ് വറഖത്ത് ബിൻ നൗഫൽ വരാനിരിക്കുന്നത്. നബി തങ്ങൾ അവരെ സ്വപ്നം കാണുകയുണ്ടായി. അന്നൻ നബിയ റആഹു ഫിൻ നൗമി വഅലൈഹി സിയാബുൻ ബയാദ്, വെളുത്ത വസ്ത്രങ്ങളിട്ട് വറഖത്ത് ബിൻ നൗഫലിനെ സ്വർഗ്ഗത്തിൽ കണ്ടിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അദ്ദേഹം നരകവാസിയായിരുന്നെങ്കിൽ വെളുത്ത വസ്ത്രം കാണുകയില്ലായിരുന്നുവെന്ന് നബി തങ്ങൾ പറഞ്ഞു. വലൗ കാന മിൻ അഹ്ലിൻ നാർ ലകാന അലൈഹി ഗൈറ ദാക്, ഇതുണ്ടാകുമായിരുന്നില്ലല്ലോ. അതുകൊണ്ട് അദ്ദേഹം സ്വർഗ്ഗവാസിയാണെന്നാണ്. സ്വഹാബിയാണോ? അല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ ദഅവത്തിന്റെ പ്രഖ്യാപനത്തിന്റെ മുമ്പ് ആയതിന്റെ പേരിൽ സ്വഹാബി എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ മുവഹിദാൻ, മുസ്ലിമാണ് വറഖത്ത് ബിൻ നൗഫൽ. വറഖത്ത് ബിൻ നൗഫലിന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, റഅയ്തു ദാലികൽ ഖിസ്സ ഫിൽ ജന്ന, ആ ജൂത പണ്ഡിതനെ ഞാൻ സ്വർഗ്ഗത്തിൽ വെച്ച് കണ്ടിട്ടുണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി പറയുന്ന സംഭവം വളരെ മനോഹരമായ ഖദീജ ബീവിയുടെ ബുദ്ധികൂർമ്മതയെ മനസ്സിലാക്കുന്ന ഒരു സംഭവമാണ്. ബീവി പറഞ്ഞു, ഭർത്താവേ, നിങ്ങളുടെ അടുത്ത് ജിബ്രീൽ അലൈഹിസ്സലാം വന്നില്ല, ഇനി എപ്പോഴെങ്കിലും ജിബ്രീൽ അലൈഹിസ്സലാം വരുമ്പോഴേ എന്നോടൊന്ന് പറയണം കേട്ടോ എന്ന് പറഞ്ഞു ബീവി. ആര്? ഖദീജ റളിയല്ലാഹു അൻഹ. എപ്പോഴെങ്കിലും ജിബ്രീൽ അലൈഹിസ്സലാം ഇനി വരുമ്പോ എന്നോടൊന്ന് എനിക്കൊന്ന് അറിയണം. തങ്ങൾ പറഞ്ഞു തരാം. ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി തആല അലൈഹിയുടെ അൽ ഖസായിസുൽ കുബ്രയിൽ സംഭവം കാണാൻ കഴിയും. മുത്തനബി തങ്ങളോട് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, ഹൽ തസ്തതീഉ ഇദാ ജാഅകല്ലദീ യഅതീക അൻ തുഖ്ബിറനീ ബി, ഇനി എങ്ങാനും ജിബ്രീൽ അലൈഹിസ്സലാം വരികയാണെങ്കിൽ എന്നോടൊന്ന് പറയുമോ? പറയാം. അങ്ങനെ ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂൽ ഖദീജ ബീവിയുടെ കൂടെ ഇരിക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നിട്ടുണ്ട്. അത് എവിടെയാ? ബീവിന്റെ വീട്ടിലാണോ ഹിറാ ഗുഹയിലാണോ? അതൊന്നും അറിയില്ല. ബീവിയുടെ കൂടെയാണ് നബി തങ്ങൾ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യാ ഖദീജതു ഖദീജ, ഹാദാ സാഹിബി അല്ലദീ യഅതീനി ഖദ് ജാഅ, എൻ്റെ അരികത്ത് സാധാരണ വരാറുള്ള എൻ്റെ കൂട്ടുകാരൻ, ആ മലക്കിദാ വന്നിരിക്കുന്നു, മാലാഖ വന്നിരിക്കുന്നു. ഇതിനി മലക്ക് തന്നെയാണോ അതല്ല പിശാച്ചാണോ എന്ന് ബീവി ഖദീജ റളിയല്ലാഹു അൻഹ അല്ലാഹുവിൻ്റെ റസൂലിന് മനസ്സിലാക്കി കൊടുക്കുകയാണ്. തങ്ങൾക്കറിയാത്തത് കൊണ്ടല്ല, പക്ഷെ ബീവിയുടെ ഒരു ദഖാവും ബുദ്ധികൂർമ്മതയും അറിയിക്കുന്ന ഒരു സംഭവമാണിത്. വളരെ മനോഹരമായൊരു സംഭവം, സ്വഹീഹായ സംഭവം. ഇമാമിയങ്ങളൊക്കെ, ഇമാം ഹൈതമി അവരുടെ മുജ്മഅയിലൊക്കെ കൊണ്ടുവന്നിട്ടുള്ള സംഭവം. മഹാനായ ഇമാം സുയൂത്തി തങ്ങളടക്കമുള്ള മറ്റു പണ്ഡിതന്മാർ, ഇബ്നുൽ ജൗസിയുടെ അഖ്ബാറുൽ മുസ്തഫയിലൊക്കെ ഈ വിഷയമുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ, അല്ലാഹുവിൻ്റെ റസൂൽ ഖദീജ ബീവിയുടെ കൂടെ ഇരിക്കുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂലിനോട്, ഹബീബായ നബി തങ്ങളോട് സംസാരിക്കാൻ വന്ന ജിബ്രീൽ അലൈഹിസ്സലാമിനെ മുത്തുനബി തങ്ങൾ അറിഞ്ഞു. നബി തങ്ങൾ പറഞ്ഞു, ആയിഷ ഖദീജ ഇദാ വന്നിരിക്കുന്നു എൻ്റെ കൂട്ടുകാരൻ. ഖദീജ റളിയല്ലാഹു തആല അൻഹ മുത്തുനബി തങ്ങളോട് പറഞ്ഞു, ഖും ഫജ്ലിസ് അലാ ഫഖദിൽ ഐമൻ, ഭർത്താവേ, നിങ്ങൾ എഴുന്നേറ്റ് എൻ്റെ വലത് കാലിൻ്റെ തുടയിലൊന്ന് ഇരിക്കിൻ, അവിടെ നിന്ന് മാറി ഇവിടെ നിന്നിരിക്കിൻ. അപ്പൊ നബി അവിടെ ഇരുന്നു. ഫഖാമ വജലസ്, നബി എഴുന്നേറ്റ് ബീവിയുടെ കാലിലിരുന്നു. ഹൽ തറാഹു, ഇപ്പൊ കാണുന്നുണ്ടോ?
ഉണ്ട് ഖദീജ, അവരെൻ്റെ മുമ്പിൽ തന്നെയുണ്ട്. കുട്ടികളെ കണ്ടല്ലോ ജിന്നിനെ കണ്ടു എന്നൊക്കെ പറയണത്. ചിലപ്പോൾ കുറേ തോന്നലായിരിക്കും, ചിലപ്പോൾ ഉള്ളതായിരിക്കും, അല്ലാഹു ആലം. ചിലപ്പോൾ പേടിയുണ്ട് തോന്നുന്നുണ്ടാവും. ഉസ്താദുമാർ വല്ല ജിന്നിൻ്റെ കഥയൊക്കെ പറഞ്ഞു കൊടുത്താൽ കുട്ടികളെന്ന് ഫുള്ള് സ്വപ്നം തന്നെയായിരിക്കും. അതുകൊണ്ട് പല അറിയുന്ന കഥയും വേദലൊന്നും പറയാൻ പറ്റില്ല, മാനസിക രോഗമായി പോകും. ജിന്നുകളെ കഥയൊക്കെ ഉണ്ട് കിതാബിലൊക്കെ വന്ന അനുഭവങ്ങൾ, അത് പേടിച്ചതൊന്നും വേദ പറയാൻ പറ്റില്ല. ഉസ്താദുമാരെല്ലാം വേദ പറയില്ല. പല വിഷയങ്ങളും കല്ലി മുന്നാസ് അല ഖദ്രി ഉഖൂലിഹിം അത്രേ പറയാൻ പറ്റുള്ളൂ എന്നാൽ ചിലതൊന്നും പറയില്ല, പേടിച്ചു. പിന്നെ ഫുള്ള് കേസ് വരും ഉസ്താദിനെതിരെ, പേടിപ്പിച്ചിട്ട് മാനസിക രോഗിയാക്കി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ വല്ലാണ്ട് പേടിപ്പിക്കാനും പറ്റൂലേ. അപ്പോൾ ഇത് ശൈത്താനാണോ മലക്കാണോ എന്ന് പരീക്ഷിക്കാൻ പോവാ. ബീവി പറഞ്ഞു, എൻ്റെ വലത്തെ കാലിലിരിക്കുന്ന നബിയെ ഇപ്പൊ കാണുന്നുണ്ടോ? ഖാല നഅം, ഖദീജ ഞാൻ കാണുന്നുണ്ട്. തഹവൽ, ഒന്നിട്ട് മാറി നിൽക്കേൻ. ഫജ്ലിസ് അലാ ഫഖദിൽ ഐസർ, എൻ്റെ ഇടത്തെ കാലിൽ വന്നിരിക്കും, കാലിലെ തുടയിൽ അവിടെ വന്നിരിക്കും. ഇന്നെ നോക്കി കാണുന്നുണ്ടോ? ഹൽ തറാ? നഅം, ഉണ്ട് ഖദീജ, അവിടെ ഉണ്ട്, ഞാൻ കാണുന്നു. എന്നാ പിന്നെ എൻ്റെ മടിയിലിരിക്കും. ഖും ഫജ്ലിസ് അലാ ഹിജ്രി, കാല് രണ്ടും ചേർത്ത് വെച്ച് അവിടെ ഇരുന്നോളൂ. ഭാര്യയും ഭർത്താവല്ലേ, എന്നും കുഴപ്പമില്ലല്ലോ. നബി ഞങ്ങൾ മടിയിലിരുന്നു. ബീവി ചോദിച്ചു, ഹൽ തറാ, ഇപ്പൊ കാണുന്നുണ്ടോ? ഖാല നഅം, ഉണ്ട് ഖദീജ, അവിടെ തന്നെ ഉണ്ട്, ദാ എന്റെ മുമ്പിലുണ്ട്. ഖദീജ റളിയല്ലാഹു അൻഹ ഇനി പരീക്ഷിക്കാൻ പോകുന്നു, ഇത് മലക്കാണോ ശൈത്താനാണോ എന്നറിയാൻ. ഫഹസറത് വതറഹത് ഖിമാറഹാ, ഖദീജ ബീവി റളിയല്ലാഹു അൻഹ മുഖമക്കന ധരിച്ചിട്ടുണ്ട്, ദേഹത്ത് വസ്ത്രമുണ്ട്, മുഖമക്കനയുണ്ട്. ബീവി റളിയല്ലാഹു അൻഹ മുഖമക്കനം അഴിച്ചു വെച്ചു, തലമുടി പുറത്താണ്. ബീവി ചോദിച്ചു, ഹൽ തറാ, ഇപ്പൊ കാണുന്നുണ്ടോ? ഖാല ലാ, ഇല്ല ഖദീജ, ഇപ്പൊ കാണുന്നില്ല, ആള് പോയി, ഇപ്പൊ കാണുന്നില്ല. മുഖമക്കൻ അഴിച്ചു വെച്ചപ്പോ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണുന്നില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബീവി പറഞ്ഞു, വല്ലാഹി ഹാദാ മലക്കുൻ കരീം വമാ ഹുവ ബിശൈത്വാനിൻ റജീം, ഇത് പരിശുദ്ധനായ മലക്കാണ്, ഇത് അഭിശപ്തനായ പിശാചല്ല, നിങ്ങളുടെ അരികത്ത് വരുന്ന കൂട്ടുകാരൻ പിശാചല്ല. നമ്മൾ പറയില്ലേ, ചില ആളുകളൊക്കെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞാലേ കറക്റ്റാണ് എന്നാണ് പറയും. അപ്പം നമുക്ക് പിന്നെ അത് ഔലിയപ്പാപ്പയാണ്. ഒരു മനുഷ്യൻ വലിയാണോ ഔലിയാണോ എന്ന് അറിയണമെങ്കിൽ ആ മനുഷ്യൻ്റെ ജീവിതം അള്ള പറഞ്ഞ പോലെ ജീവിക്കുന്നുണ്ടോ എന്ന് ആദ്യം നോക്കേണ്ടത്. ഈ അത്ഭുതം പിശാച്ചിൻ്റെ സഹായം കൊണ്ട് നടക്കും. ഒരിങ്ങനെ ശരിക്ക് പോക്കറ്റിക്ക് നോക്കി. എൻ്റെ ഒരു സുഹൃത്ത് അനുഭവം പറഞ്ഞു, ജോർഡാനിലൂടെ നടക്കുമ്പോഴേ ഒരു മൊറോക്കോക്കാരൻ അവിടെ ഇങ്ങനെ അവർ വാഹനത്തില്ല, വണ്ടിയില്ല, ഒരു മൊറോക്കോക്കാരൻ, ഈ മഗ്രിബികളൊക്കെ കുറേ സിഹർ ചെയ്യുന്ന മനുഷ്യന്മാരാണെന്നാണ്. ബംഗ്ലാദേശിലൊക്കെ ഈ പരിപാടി കുറച്ച് കൂടുതലാണ്. ഇന്തോനേഷ്യയിലും മലേഷ്യയിലും അതും പറയാനില്ല, കുറേ സാഹചര്യങ്ങൾ പോകല അസ്മാവിൻ്റെ പണിയാന്ന് പറഞ്ഞിട്ട് പച്ച സിഹർ ചെയ്യാൻ. എന്താണ് തൊൽസമാത്ത്, എന്താണ് അസ്മാ, എന്താണ് ഹലാൽ ഹറാം എന്ന് അറിയാത്തവരൊക്കെ ഉണ്ട്. ഇതിൽ വലിയ അപകടമാണ്. വെറുതെ കണ്ട കാര്യം, വെറുതെ കിട്ടുന്ന സമ്പാദ്യമല്ലേ, വലിയ അപകടമാണ്. ഇതിൽ ശറ അനുവദിച്ചതും അനുവദിക്കാത്തതൊക്കെ ഉണ്ട്. ഇന്ന നബിയ്യൻ കാന മിനൽ അംബിയാഇ കാന യഖുത്തു, ഈ വരകളൊക്കെ വരക്കുന്ന ഒരു നബി ഉണ്ടായിരുന്നു. കള്ളിയൊക്കെ വരക്കൂലേ, ഫമൻ വാഫഖ ഖത്തുഹു ഫദാക, ആ നബി വരച്ച പോലെയൊക്കെ ആണെങ്കിൽ ആ വരക്ക് കുഴപ്പമില്ല, ഇല്ലെങ്കിൽ കുഴപ്പമാണ് എന്ന് നബി ഞങ്ങൾ പറയുന്ന ഹദീസാണ്. ഇതിന് ഉപോത്ബലകമായ ആലിമീങ്ങൾ പറയാം, എല്ലാ വരയൊന്നും ശരിയാവില്ല. അതെങ്ങനെ അറിയാൻ? ഇതിൻ്റെ ഇൽമ വേണം. ഇരിക്കട്ടെ. അപ്പോൾ ഇത് പിശാചല്ല എന്ന് പറയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ കഥ. അപ്പോൾ എൻ്റെ സുഹൃത്ത് അവർ ജോർഡാനിയാണ്. അപ്പോൾ ഒരു മൊറോക്കോക്കാരൻ, ഇവർ വാഹനം ഒരു സിഗ്നലിൽ നിർത്തിയപ്പോൾ ഒരു മിസ്കീനായ മനുഷ്യൻ പച്ചപ്പാവായിട്ട് നമ്മളോട് സിഗ്നലിലൊക്കെ നിർത്തുമ്പോൾ പത്രം വെക്കലൊക്കെ, കുട വേണോ, വണ്ടി ഗ്ലാസ് തുടക്കണ സാധനം വേണോ എന്നൊക്കെ പറഞ്ഞ് ഒരു കച്ചവടം ഉണ്ടാവുമല്ലോ, വണ്ടി സ്ലോ എന്നെടുത്ത്. അപ്പോൾ വന്നിട്ട് പറയാം, എന്തെങ്കിലും തരണേ, സഹായം വേണം. എൻ്റെ അടുത്തൊന്നുമില്ല എന്ന് പറഞ്ഞു. നിങ്ങളെ പോക്കറ്റിൽ ഇപ്പോൾ 150 ജോർഡാനി ദീനാറുണ്ടല്ലോ, പിന്നെ ഒരു 250 ദിർഹംസ് ഉണ്ടല്ലോ UAE-ൻ്റെ. അബ്ബേ, പോക്കറ്റ് എടുത്ത് നോക്കുമ്പോൾ എണ്ണം കൃത്യമാണ്. ഇയാൾ പേടിച്ചിട്ട് കൊടുത്തു എന്ന് പറഞ്ഞു. ആ പറഞ്ഞ എണ്ണം കൃത്യമായിരുന്നു. ഇതിപ്പോൾ അള്ളാൻ്റെ വലിയായിട്ടാണോ? ആവണമെന്നില്ല, ചിലപ്പോൾ ആവാം. പിശാച്ചിൻ്റെ കഴിവുണ്ടെങ്കിൽ, പിശാച്ച് കൂടെ ഉണ്ടെങ്കിൽ ഓൽക്കതൊക്കെ തുറന്നു നോക്കാൻ പറ്റും. നമ്മളറിയാതെ അവർക്കറിയാൻ പറ്റും. മനസ്സിനുള്ളിലെ വിഷയങ്ങളൊക്കെ, രഹസ്യങ്ങളൊക്കെ പിശാച്ചിന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഒരു രഹസ്യം പറഞ്ഞു എന്നതുകൊണ്ട് ഒരാളെയും വലിയെന്ന് പറഞ്ഞുകൂടാ.
കറാമത്തുൽ വലി ദീനുഹു, ഒരു വലിയിന്റെ ഏറ്റവും വലിയ കറാമത്ത് ആ വലിയിന്റെ ദീനാണ്. ഇതാണ് ശറഇന്റെ കാഴ്ചപ്പാട്. അസ്സറായിറു അലല്ലാഹ്, ചില രഹസ്യങ്ങൾ ഉണ്ടാകാം, അത് അള്ളാഹുവിൻ്റെ അടുത്തുള്ള വിഷയമാണ്. എതിർക്കാനും പോണ്ട, കൂടാനും പോണ്ട, അത്രേ പറ്റുള്ളൂ. പിശാച്ചാണോ അല്ലയോ? ബീവി പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ, മുഹമ്മദ് നബിയേ, എൻ്റെ തലമുടി കണ്ടപ്പോൾ വേണ്ടെന്ന് എൻ്റെ തലമുടി ഞാൻ കാണിച്ചപ്പോൾ ഇവിടുന്ന് അപ്രത്യക്ഷനായിരിക്കുന്ന ആള് ഇന്നമാ ഹാദാ വല്ലാഹി ഹാദാ മലക്കുൻ കരീം, ഒരു പിശാച്ചാണെങ്കിൽ അവിടെ ഉണ്ടാകും, പിശാച്ച് അവിടെ ഉണ്ടാകും. നഗ്നതയുള്ളിടത്ത് പിശാച്ചുണ്ടാകും, നഗ്നത കാണുന്നിടത്ത് പിശാച്ചുണ്ടാകും. മൊബൈൽ ഫോണുകളിൽ നഗ്നത കൊണ്ടു നടക്കുന്നവരറിയണേ, അള്ളാഹുവിൻ്റെ ശത്രുക്കൾ, അള്ളാഹുവിൻ്റെ ദീനിന്റെ ശത്രുക്കള്, മനുഷ്യരുടെ ശത്രുക്കള്. അങ്ങനല്ലേ ഖുർആൻ പറഞ്ഞത്, ഇന്ന ശൈത്വാന അദുവ്വുൽ ലക്കും. ആ പിശാച്ചുക്കളുടെ ഒരു ഹെഡ്ക്വാർട്ടേഴ്സ് ആയിരിക്കും പലരുടെയും മൊബൈൽ ഫോൺ, സ്മാർട്ട് ഫോണുകളൊക്കെ. പിശാച്ചുക്കൾ കൂളായിട്ട് താമസിക്കുന്ന 5 സ്റ്റാർ ഹോട്ടലായിരിക്കും ചിലരുടെയൊക്കെ മൊബൈൽ. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. നഗ്നതയുണ്ടോ, പിശാച്ച് അവിടെ ഉണ്ടാവുന്നതാണ്. ഖദീജ റളിയല്ലാഹു അൻഹ തന്നെ ഈ സംഭവം വിവരിക്കുന്ന മറ്റൊരു ഭാഗത്ത്, അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഞാൻ എൻ്റെ തലമുടി കാണിച്ചുകൊണ്ട് എൻ്റെ മുഖമൊക്കനെ താഴെ വെച്ചിട്ട് ചോദിച്ചു, നിങ്ങളോട് ഇഖ്റ പഠിപ്പിക്കാൻ വന്ന ആൾ ഇപ്പുണ്ടോ? കാണുന്നില്ല. പിന്നെ ബീവി റളിയല്ലാഹു അൻഹ അല്ലാഹുവിൻ്റെ റസൂലിനോട് ബീവി റളിയല്ലാഹു അൻഹയുടെ ശരീരത്തിനോട് ചേർന്ന് നിൽക്കുന്ന വസ്ത്രം, ആ വസ്ത്രത്തിൻ്റെ ഉള്ളിലേക്ക് തലവെക്കാൻ പറഞ്ഞു. എന്നിട്ട് നോക്കാൻ പറഞ്ഞു. ഖദീജ ബീവിയുടെ ഒരു കുപ്പായുണ്ടെന്ന് വിചാരിക്കുക, ലൂസ് ഉണ്ട്. നബി തങ്ങളോട് പറഞ്ഞു, ദേഹത്തെ ബീവിയുടെ ശരീരത്തിലേക്ക് നബി തങ്ങളുടെ തല ചേർന്ന് വെക്കുന്ന രീതിയിൽ ബീവിയുടെ ശരീരത്തോട് ചേർന്ന് നിൽക്കുന്ന വസ്ത്രം പൊക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഹബീബിന്റെ തല വെച്ചിട്ട് പറഞ്ഞു, ഒന്ന് നോക്കൂ, ഇപ്പൊ കാണുന്നുണ്ടോ? ഹൽ തറാഹു? ലാ, ഞാൻ കാണുന്നില്ല. അദ്ഖിൽ റഅസക തഹ്ത ദിർഇ ഫഅദ്ഖലഹു. അല്ലാഹുവിന്റെ റസൂൽ തല വെച്ച് നോക്കിയിട്ട് ചോദിച്ചു, കാണുന്നുണ്ടോ? ദഹബ അന്നി, അവർ എന്നെ വിട്ടു പോയി കളഞ്ഞു ഖദീജ, ഇവിടെയൊന്നും കാണുന്നില്ല, ആള് പോയിട്ടുണ്ട്. ഖദീജ റളിയല്ലാഹു അൻഹ മറുപടി കൊടുത്തു, അബ്ശിർ ലൗ കാന ശൈത്വാനൻ മസ്തഹിയാ, അതൊരു പിശാച്ചായിരുന്നുവെങ്കിൽ ആ പിശാച്ചിന് നാണമുണ്ടാവില്ല. ഒരു ഭർത്താവും ഭാര്യയും ശയിക്കുന്നിടത്ത് പിശാച്ച് വരാം. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, ഭാര്യ ഭർത്താക്കന്മാർ അവരുടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ചൊല്ലേണമേ ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നിബിന ശൈത്വാൻ വജന്നിബിശ് ശൈത്വാന മാ റസഖ്തനാ. അത് ചൊല്ലിയാൽ അതിലൂടെ അവർക്ക് ലഭിക്കുന്ന മക്കൾ സ്വാലിഹീങ്ങളായിരിക്കും, അവരെ പിശാച് ഉപദ്രവിക്കുകയില്ലെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം മനുഷ്യന്റെ നഗ്നത കാണുന്ന നേരമാണത്. നമ്മൾ ഡ്രസ്സ് മാറാണ് റൂമിൽ, അപ്പൊ ചിലപ്പോൾ വസ്ത്രം അഴിക്കേണ്ടി വരും, പുതിയ വസ്ത്രം ഇടാണ്. അങ്ങനെയാണെങ്കിൽ ബിസ്മില്ലാഹി എന്ന നാമം ഉച്ചരിച്ചതിന്റെ ശേഷമാണ് പെട്ടെന്ന് വസ്ത്രമഴിക്കുകയും പെട്ടെന്ന് വസ്ത്രമിടുകയും ചെയ്യണം. ആ ബിസ്മില്ല എന്നവിടെ പറഞ്ഞില്ലെങ്കിൽ പിശാചുക്കളുടെ നോട്ടം അവിടെ വരുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ ഹദീസിന്റെ പിൽബരത്തിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയിട്ടേ നമ്മുടെ നഗ്നത കാണിക്കാൻ പാടും. അത് നഗ്നത കാണിക്കാനുള്ള പെർമിഷൻ അല്ല, പിശാചു വരാതിരിക്കാൻ ഒരു പ്രൊട്ടക്ഷൻ വേണം. നമ്മൾ ബാത്റൂം കയറുമ്പോൾ എന്താ ചൊല്ലേണ്ടത്? ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ്. അത് ടോയ്ലറ്റിന്റെ ഉള്ളിൽ നിന്ന് ബിസ്മില്ല എന്ന് പറയരുത്. ടോയ്ലറ്റ് കയറിന്റെ മുമ്പ് വാതിലിന്റെ ഇപ്പുറത്ത് പറയണം ബിസ്മില്ല. അല്ലെങ്കിൽ ടോയ്ലറ്റിൽ നിന്ന് അള്ളാഹിന്റെ പേര് പറയാൻ പാടില്ല, അത് പറഞ്ഞു പോകരുത്. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ്. അല്ലാഹുവേ, ആൺപിശാച്ചിൽ നിന്നും പെൺപിശാച്ചിൽ നിന്നും ഞാൻ കാവൽ ചോദിക്കുന്നു റബ്ബേ. എന്താ അതിനർത്ഥം? നമ്മൾ ഔറത്ത് കാണിച്ചിരിക്കുന്ന സ്ഥലമാണത്. അതാണ് അത് ടോയ്ലറ്റിലൊക്കെ പോയിട്ട് ഓരോന്ന് ചിത്രം വരക്കുന്ന മനുഷ്യന്മാരുണ്ട്. ട്രെയിനിൽ, നിലമ്പൂരിൽ നിന്ന് പോകുന്ന ട്രെയിനിൽ ഒരൊറ്റ ടോയ്ലറ്റ് കയറാൻ പറ്റില്ല. എല്ലാത്തിലും ചിത്രങ്ങളും വരെ എന്തൊക്കെ കമൻറ്റും മൊബൈൽ നമ്പറൊക്കെ എഴുതിച്ചു പോകണം. ഇതൊക്കെ ഈ ദിക്റ് അല്ലാതെ കയറുന്ന വളവന്മാരെ തലയിൽ നിന്ന് വരുന്നതാണ്. സുബ്ഹാനല്ലാഹ്. ആ ദിക്റ് ചൊല്ലി കടന്നിരുന്നെങ്കിൽ അവരുടെ തലയിൽ അതൊന്നും വരില്ലായിരുന്നു. പബ്ലിക് ടോയ്ലറ്റുകളിൽ, എയർപോർട്ടിൽ ഭയങ്കര വിപ്ലവങ്ങളൊക്കെ എഴുതി വെക്കുന്ന സ്ഥലമാണ് ഈ പബ്ലിക് ടോയ്ലറ്റുകൾ. വലിയ വലിയ സിന്ദാബാദ് റോട്ട് കൂടെ പറയാൻ പറ്റാത്തതൊക്കെ ടോയ്ലറ്റിൽ എഴുതിച്ചു പോകും. സുബ്ഹാനല്ലാഹ്. അവിടെ അതിനുള്ള സ്ഥലമല്ല. ആവശ്യം കഴിഞ്ഞ് വേഗം പോരണം. വസ്വാസായി 2 മണിക്കൂറൊക്കെ കുടിക്കുന്ന പെണ്ണുങ്ങളെ അള്ളാനെ വിചാരിച്ച് നിർത്തിപ്പോരി. നിങ്ങളെ തടി ഉരുകിപ്പോകും അങ്ങനെ കുളിച്ചാൽ. വളരെ കുറഞ്ഞ വെള്ളം മതി മനുഷ്യൻ്റെ ശരീരം നനയാൻ. അത് 2 മണിക്കൂറൊക്കെ കുളിച്ച് ടാങ്ക് 2 വട്ടം നിറച്ചിട്ടും തികയാതെ വസ്വാസായിട്ട് നിൽക്കുന്നവരറിയണം, പിശാച്ചിൻ്റെ കൂട്ടുകെട്ട് അവിടെ ഉണ്ടാവും. പിശാച്ചിങ്ങൾ വിടൂല, ഇവിടെ നിൽക്കുക തന്നെ പറയാം. നഗ്നത കാണുന്ന സമയമാണത്.
എല്ലാ ദിക്റും ചൊല്ലി അള്ളാഹുവിന്റെ പ്രൊട്ടക്ഷൻ സ്വീകരിച്ചുകൊണ്ടാണ് പോകേണ്ടത്. ഖദീജ റളിയല്ലാഹു തആല ഹബീബായ നബി തങ്ങളുടെ പരിശുദ്ധമായ ശരീരം ഖദീജ ബീവിയുടെ ശരീരത്തിലേക്ക് ചേർത്ത് വെച്ചിട്ട് നോക്കാൻ പറഞ്ഞു. ഹൽ തറാഹു, കാണുന്നുണ്ടോ? ദഹബ അന്നീ, ഖദീജ ആ മഹാനായ മാലാഖ കാണുന്നില്ല, പോയി കഴിഞ്ഞു. അപ്പോഴാണ് മഹദി പറയുന്നത്, ലൗ കാന ശൈത്വാനൻ മസ്തഹിയാ, അതൊരു പിശാചായിരുന്നുവെങ്കിൽ ആ പിശാചിന് നാണമുണ്ടാകുമായിരുന്നില്ല. ഇന്നമാ ഹാദാ മലക്കുൻ കരീം, ഇത് സത്യസന്ധനായ അല്ലാഹുവിന്റെ മലക്കാണ് എന്ന് മഹദിയായ ഖദീജ റളിയല്ലാഹു തആല അൻഹ ഹബീബിനെ ആശ്വസിപ്പിച്ച ജീവിതത്തിലെ ഹബീബിന്റെ മനം കവർന്ന, ഹബീബിന്റെ ഉള്ളം കവർന്ന ജീവിത സഖിയാണ് നമ്മുടെ ഉമ്മയായ ഖദീജ റളിയല്ലാഹു അൻഹ. മുത്തുനബി തങ്ങളിൽ പ്രവാചകത്വത്തിന്റെ അടയാളങ്ങൾ കാണാൻ തുടങ്ങുകയാണ്. ഖദീജ റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂലിനെ അറിയാതെ യാ റസൂലല്ലാഹ് എന്ന് വിളിച്ചു പോയിട്ടുണ്ട്. അതെപ്പോഴാണെന്നറിയോ? നബി പുറത്തു പോയി വരികയാണ്. അല്ലാഹുവിന്റെ റസൂല് പുറത്തു പോകുമ്പോൾ കല്ലുകൾ ഹബീബിനോട് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. മുത്തുനബി പറയാറുണ്ട്, ഇന്നി ലഅരിഫു ഹജറൻ ബിമക്ക കാനത് തുസല്ലിമു അലയ്യ ഖബ്ല അൻ നുബഅഥ. എനിക്ക് അല്ലാഹു പ്രവാചകത്വം നൽകി എന്നെ നബിയാക്കി വിടുന്നതിന്റെ മുമ്പേ മക്കായിലെ ഒരു കല്ല് എന്നെ കാണുമ്പോൾ, ഞാൻ അരികത്തിലൂടെ നടക്കുമ്പോൾ എന്നോട് പറയാറുണ്ട്, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരെ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ എന്ന്. ഇന്നി ലഅരിഫു ഹജറൻ ബിമക്ക, എനിക്ക് ഇന്നി ലഅരിഫുഹു അൽആൻ, ഇപ്പോഴും ആ കല്ല് കണ്ടാൽ എനിക്കറിയാമെന്ന് ഹബീബുനാ റസൂലുള്ളാഹ്. ഹബീബിനോട് സലാം പറയുന്നത് മുത്തുനബി തങ്ങൾ കേട്ട പോലെ കേട്ട ഒരാളുണ്ട്, മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. അലി തങ്ങൾ പറയുന്നുണ്ട്, ഞാൻ ഹബീബിന്റെ കൂടെ പോകുമ്പോ മക്കായിലെ കല്ലുകളും വൃക്ഷങ്ങളും അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, ഹബീബായ നബിയേ അല്ലാഹുവിന്റെ സലാമും അല്ലാഹുവിന്റെ രക്ഷയും അങ്ങേക്കുണ്ടാവട്ടെ എന്ന് മക്കയിലെ കല്ലുകൾ വിളിച്ചു പറയാറുണ്ട്. ثم جئت الى منزلي, നബി തങ്ങൾ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബുനാ റസൂലുള്ളാഹി തങ്ങളുടെ നുബുവത്തിന്റെ ആദ്യ അനുഭവങ്ങൾ വിവരിക്കുകയാണ്. ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നു. ഫമാ തലഖാനി ഹജറുൻ വലാ ഷജറുൻ ഇല്ലാ ഖാല അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. കല്ലുകൾ ഹബീബിന്റെ ദഅവത്തിന് മറുപടി കൊടുക്കുന്നുണ്ട്. കല്ലുകൾ ഹബീബിന്റെ പ്രവാചകത്വം സ്വീകരിച്ചിട്ടുണ്ട്. അല്ലേ? സുബ്ഹാനല്ലാഹ്. മുത്തുനബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രവാചകത്വം അങ്ങ് പ്രവാചകരാണ് എന്ന് കല്ലുകളും വൃക്ഷങ്ങളും ജാഅതി ലിദഅവതിഹിൽ അഷ്ജാറു സാജിദതൻ തംശി ഇലൈഹി അലാ സാഖിം ബിലാ ഖദമി. അല്ലാഹുവിന്റെ ഹബീബ് വിളിച്ചപ്പോഴേക്കും മരം അതിന്റെ തടിയോടുകൂടെ നടന്നു വന്നിട്ടുണ്ട്. സ്വഹീഹായ റിവായത്തുകളിൽ ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിന്റെ റിവായത്തുണ്ട്, അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ഒരു മരം നടന്നടുത്തു വരുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. അതാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. ആ നബിയെ പറ്റി സാധാരണ മനുഷ്യൻ എന്ന് പറഞ്ഞ് ഹബീബിനെ തരം താഴ്ത്തരുത്. അത് സൂഉൽ ഇഹ്തിറാമാണ്, സൂഉൽ അദബ് മഅല്ലാഹി വമഅ റസൂലിഹി. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. മുത്തുനബി തങ്ങൾ പറയാ, ഇഖ്റ ഇറങ്ങിയതിന് ശേഷം എല്ലാ കല്ലും വൃക്ഷവും എന്നെ കാണുമ്പോൾ സലാം പറയും. ثم دخلت على خديجة, ഞാൻ എൻ്റെ ഖദീജയുടെ അരികത്തേക്ക് വന്നു. ഫഖാലത്, ഞാൻ വീട്ടിലേക്ക് കയറിയപ്പോൾ അതുവരെ എല്ലാ വൃക്ഷങ്ങളും കല്ലുകളും അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ഇത് കേട്ട് ഞാൻ ഇങ്ങനെ വീട്ടിലേക്ക് കയറി വന്ന് എൻ്റെ ഖദീജ വാതിൽ തുറന്ന് എന്നോട് ആദ്യം പറഞ്ഞത് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ഇതെപ്പോന്നറിയോ? സൂറത്തുൽ മുദ്ദത്തിർ ഇറങ്ങുന്നതിന്റെ മുമ്പ്
അല്ലാഹുവിന്റെ റസൂലിനോട് ഖും ഫഅൻദിർ, നബിയെ ദഅവത്ത് ചെയ്യണം, ജനങ്ങളോട് പ്രഖ്യാപിക്കണം, സത്യം തുറന്നു പറയണം എന്ന അല്ലാഹുവിന്റെ പ്രഖ്യാപനം വരുന്നതിന്റെ മുമ്പ് നബിയാണ് എന്ന് അല്ലാഹുവിന്റെ ഹബീബിന്റെ നുബുവത്ത് സ്ഥിരീകരിച്ചുകൊണ്ട് നബി തങ്ങൾക്ക് ദഅവത്തിന്റെ നിർദ്ദേശം നൽകിക്കൊണ്ട് അല്ലാഹു തആല ഉത്തരവിറക്കുന്നതിന്റെ മുമ്പ് തന്നെ ബീവിയുടെ നാവിലൂടെ ആദ്യമായി ഒരു മനുഷ്യൻ ഹബീബിനെ യാ റസൂലല്ലാഹ് എന്ന് വിളിച്ചതും നമ്മുടെ ഉമ്മയായ ഖദീജ റളിയല്ലാഹു അൻഹാ. ഈ മഹദിയാണ്. ഇതൊക്കെ പോരെ ഖദീജ ബീവിയുടെ മഹത്വം. കുറച്ചും കൂടെ പറയണല്ലേ. ഒന്ന് എഴുന്നേറ്റ് നമ്മളെ കയ്യൊക്കെ ഒന്ന് വരതി ഒന്ന് എണീറ്റ് എന്നാൽ നിങ്ങളെ തണുപ്പൊക്കെ ഒന്ന് പോവോന്നൊരു തോന്നൽ. ഒന്ന് എണീറ്റ് നിൽക്കി. ബിസ്മില്ലാ. എണീക്കാൻ പ്രയാസമുള്ളവർ എഴുന്നേക്കണ്ടേ. ആ കയ്യൊന്ന് പൊക്കി നോക്കി, ചെറിയൊരു എക്സസൈസ്, അത് ഇങ്ങനെ പൊക്കി മടക്കി ഒന്ന് നിർത്തിയാലേ നല്ല റാഹത്തുണ്ടാവും. നോക്കി ഇനി റാഹത്ത് വേണ്ടാന്ന് തോന്നുന്നവർ പൊക്കും വേണ്ട കേട്ടോ. അങ്ങനെ റാഹത്ത് വേണ്ടാന്ന് തോന്നുന്ന കാലൊക്കെ ഒന്ന് കുടഞ്ഞു നോക്കി, തണുപ്പിലൊക്കെ ആ ബ്ലഡ് സർക്കുലേഷനൊക്കെ ഒന്ന് ശരിയായി വരാം. കൈ ഇങ്ങനെ ശരിക്കൊന്ന് വരതിയാൽ നല്ല രസം ഉണ്ടാവും. തണുപ്പത്ത് ഒന്ന് വരതി നോക്കി, എൻ്റെ ചൂടിൽ കേൾക്കട്ടെ, സൗണ്ടൊക്കെ ഒന്ന് വരട്ടെ. ചെറ്റിക്കണ വരതി നല്ല രസം ഉണ്ടാവും. ചെറ്റിക്കണ വരതിയിട്ട് നേരെ കണ്ണുമല്ല വെക്കുക. ഒരു 2 പ്രാവശ്യം ചെയ്തു നോക്കി. എന്താ ഒച്ചൊന്നും ഇല്ലല്ലോ, അതെന്താ മാഷാ അല്ലാഹ്. അപ്പോ ഒരു സ്വലാത്തും ചൊല്ലില്ലേ ഇരിക്കേണ്ട മുമ്പ്? സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه. ونرك اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. جزاكم الله خيرا. ഇരിക്കി മാഷാ അല്ലാഹ്. വളരെ വൈകാതെ തന്നെ ഇനി കുറച്ചുകൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് തിരക്ക് തോന്നുന്നുണ്ടെങ്കിൽ പോയിക്കോളിട്ടോ. മാഷാ അല്ലാഹ്. ഉണ്ടോ നിങ്ങൾ തിരക്കുണ്ടോ? പോയിക്കോളി, അങ്ങനെ പ്രയാസമില്ല. നിങ്ങളെ സമ്മതം തരേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾ സമ്മതത്തിനല്ലല്ലോ നമ്മൾ വന്നത്, നിങ്ങളായിട്ട് വന്നതാ. ശരിയാ. ആപ്സെ ആയേ നിങ്ങളെന്നെ വന്നു, നിങ്ങൾക്ക് എന്നെ പോയാലൊന്നും കുഴപ്പമില്ല കേട്ടോ. എന്നെ തണുപ്പ് ചിലവൊക്കെ സഹിക്കാൻ പറ്റില്ല. എനിക്ക് കുറച്ച് ചൂടുള്ള ആളാണ്. എനിക്ക് ഭയങ്കര ചൂടാണ്. എനിക്ക് തണുപ്പ് ഇഷ്ടമാണ്. അപ്പോൾ നമ്മളെ കൂടുതലൊക്കെ വയനാടൊക്കെ പരിപാടിക്ക് ഫസലൊക്കെ ഓടി വണ്ടി പോയി കയറിയിരിക്കും തണുത്തിട്ട്. 4 ജമ്പറൊക്കെ ഇട്ട് വരുന്ന പോലൊക്കെ ഉണ്ടാവും. നമുക്കങ്ങനെ തോന്നാറില്ല. അപ്പോൾ ശരീരം ചൂടുള്ളവരുണ്ടാവില്ലേ. അപ്പോൾ പിൻ്റെത് നോക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക, തണുപ്പ് തോന്നുകയാണെങ്കിൽ എല്ലാം അങ്ങോട്ട് സലാം പറഞ്ഞ് ഇറങ്ങിപ്പോയിക്കോളി. കുഴപ്പമില്ല, അടുത്തുള്ളവരോട് സലാം പറഞ്ഞാൽ മതി കേട്ടോ. മാഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. അതൊന്നും പ്രയാസമല്ല, ഒരു പ്രയാസം. ഞാൻ വിരോധമല്ല എന്നങ്ങനെ പറയാണ്. എന്താണെന്നറിയോ, ചിലരൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ ഇറങ്ങിപ്പോകാൻ മുമ്പ് നിങ്ങൾ പോകുമ്പോൾ ഇനി മൂലയിരട്ടെ വിളിച്ചാലോ, എവിടുക്കടാ പോകണമെന്നൊക്കെ ചോദിച്ചു. അതൊന്നും ഞാൻ ചോദിക്കൂല, ഒരാളോടും ചോദിക്കൂല. നിങ്ങളെ ഇഷ്ടം. മൂത്രമൊഴിക്കാൻ മുട്ടുന്നവരുണ്ടാവും, തിരക്കുള്ളവരുണ്ടാവും. അൽഹംദുലില്ലാഹ്. നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചു നേരം കൂടെ പറയാം. നിൽക്കുക തന്നെയാണോ? ഇൻഷാ അല്ലാഹ്. നിർത്താൻ പൂതിയിലുള്ള കൈപ്പൊക്കിയാട്ടെ. ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഒരാൾ കൈപ്പൊക്കിയെന്ന്. അപ്പം കാര്യത്തിൽ ഞാൻ ഇപ്പോഴും ചോദിച്ചു, നിങ്ങൾ കാര്യത്തിൽ പൊക്കിയത്? ഉസ്താദ് നിങ്ങൾ ഇങ്ങനെ ഇടങ്ങാറാണ് കണ്ടിട്ട് വിഷമായിട്ട് പറയാം. ലേസല എവിടെ ഇരുന്നത്? വയനാട്, കോഴിക്കോട് ജില്ല. ഇവിടെ എവിടെ ഭാഗത്താണ്? കാര്യത്തിലാണ് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, പഠിച്ചോടെ ഇത്ര ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു കൂട്ടുകാരനെ അല്ലാഹുവേ, മാഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആദ്യമായി അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് കല്ലുകളും വൃക്ഷങ്ങളും ഹബീബിനോട് പറഞ്ഞ പോലെ അള്ളാഹുവിൻ്റെ റസൂലിന് ഹബീബ് നബിയാണ് എന്ന് ഹബീബായ തങ്ങളോട് മുഖത്തു നോക്കി പറഞ്ഞ്, ഇത് വന്നത് മലക്ക് തന്നെയാണ് നബിയെ, പിശാചല്ല എന്ന് അള്ളാഹുവിൻ്റെ ഹബീബിനെ ബോധ്യപ്പെടുത്തി കൊടുത്ത മഹദിയാണ് ഉമ്മുന ഉമ്മുൽ മുഅ്മിനീൻ ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു തആല അൻഹാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ മഹദിയായ ബീവിക്ക് അള്ളാഹു നൽകിയൊരു മഹത്വമുണ്ട്. എന്താണെന്നറിയോ? അള്ളാഹും സലാം പറഞ്ഞു മഹദിയോട്, ജിബ്രീൽ അലൈഹിസ്സലാമും സലാം പറഞ്ഞു. യാ അല്ലാഹ്, ഇത് എന്തൊരു ഭാഗ്യമാണ്, എന്തൊരു ഭാഗ്യമാണത്, എന്തൊരു ഭാഗ്യമാണ്, എന്തൊരു മഹത്വമാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അരികത്തേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറയുന്നു.
ഇമാം ഹാക്കിം എന്നവര് അലാ ഷർത്തി മുസ്ലിം എന്ന് പറഞ്ഞ ഇമാം മുസ്ലിം എന്നവരുടെ ഷർത്തനുസരിച്ച് സ്വഹീഹാണെന്ന് പറഞ്ഞ ഹദീഥാണിത്. മറ്റു ഇമാമിങ്ങളൊക്കെ അതാ ജിബ്രീലു അലൈഹിസ്സലാം ഇലാ നബിയിനാ, അല്ലാഹുവിന്റെ റസൂൽ നമ്മുടെ ഹബീബിന്റെ അരികത്തേക്ക് വന്നു. മുത്തുനബി തങ്ങളോട് പറയുന്നു, സ്വഹീഹൈനിലുള്ള ഹദീസാണ്, ഫഖാൽ ഹാദിഹി ഖദീജതു ഖദ് അതത് വമഅഹാ ഇനാഉം ഫീഹി ഇദാം. അല്ലാഹുവിന്റെ റസൂലിനെക്കാളും 15 വയസ്സ് മുതിർന്നവരാണ് ഖദീജ റളിയല്ലാഹു അൻഹാ. ഒരു സഹോദരൻ ദ്വാരക്കാൻ വേണ്ടി പറയുന്നുണ്ട്, ഭാര്യയായിട്ട് എപ്പോഴും കുഴപ്പമാണ്, 2 കൊല്ലമായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് 10 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് ഞങ്ങൾ തമ്മിൽ. അള്ളാഹുവിൻ്റെ റസൂലും ഖദീജ ബീവിയും തമ്മിൽ എത്ര വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്? 15 കൊല്ലത്തിൻ്റെ. അത് ആണിനാക്കാർ ഇവിടെ 10 കൊല്ലം കൂടുതൽ, അവിടെ ഖദീജ ബീവിക്ക് 15 കൊല്ലം ഏറെയായിരുന്നു നബിയെക്കാളും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ റസൂല് വിവാഹം ഒന്നിലേറെ കഴിച്ചത് 4 എന്ന് ഉമ്മത്തികൾക്ക് അനുവദിക്കപ്പെട്ടതിനപ്പുറത്ത് ഹബീബിന് അള്ളാഹു പ്രത്യേകമായി നൽകിയ അനുമതിയും അള്ളാഹുവിൻ്റെ നിയമവും 4ലേറെ വിവാഹം ചെയ്യുമ്പോഴേക്കും അത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് സ്ത്രീകളോടുള്ള അഭിനിവേശം കൊണ്ട് വൈകാരികത കൂടിയത് കൊണ്ട് എന്നൊക്കെ പറയണല്ലോ. ആദ്യം ആലോചിക്കണം, ആദ്യത്തെ ഭാര്യയെ 40 വയസ്സുള്ള ഭാര്യയെ, അന്ന് നബിക്ക് 25 വയസ്സേ ഉള്ളൂ, ആ ഭാര്യയുടെ കൂടെ 25 കൊല്ലം ജീവിച്ച് 25 കൊല്ലം ദാമ്പത്യ ജീവിതം കഴിഞ്ഞതിന് ശേഷം മഹദി റളിയല്ലാഹു അൻഹ 66ാമത്തെ വയസ്സിൽ ലോകത്തോട് വിട പറയുമ്പോഴാ ആ ബീവിയും വഫാത്തായി 3 കൊല്ലം കഴിഞ്ഞിട്ടാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ പോലും നബി തങ്ങൾ കല്യാണം കഴിച്ചത്. അപ്പം നബി തങ്ങൾക്ക് 53 വയസ്സ് 52 വയസ്സ്, ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ മുത്തുനബിയെക്കാളും 15 വയസ്സ് ഏറെ. ബീവിയുടെ വഫാത്തിൻ്റെ ഏകദേശ വയസ്സ് 66 വയസ്സായിരുന്നു, 66ാമത്തെ വയസ്സിൽ. അത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാറുണ്ട്, നബിയെ ഹംറാഉ ശിദ്ഖൈൻ, ആ തൊണ്ണ് ചമന്ന ആ ഒരു പെണ്ണിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ പറയണോ നബിയെ? ആയിഷ ബീവി പലപ്പോഴും, പൊന്നാര റസൂലെ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് വേറെ ഭാര്യമാരുണ്ടൊക്കെ ശരിയാണ്, പക്ഷേ ഈ ഖദീജ ബീവിയോട് എനിക്ക് തോന്നുന്നൊരു അസൂയെ എനിക്ക് ഒരാളോടും തോന്നിയിട്ടില്ല നബിയെ, ഞാൻ അവരെ കണ്ടിട്ട് പോലുമില്ല, ഞാനവരെ കണ്ടിട്ടില്ല. ആയിഷ ബീവി പറയാം റളിയല്ലാഹു അൻഹ, പക്ഷേ നിങ്ങൾ ഈ ഖദീജ ബീവിയെ സ്നേഹിക്കുന്ന സ്നേഹം കാണുമ്പോഴേ, ബീവി ഒരിക്കൽ പറഞ്ഞു, ഹംറാഉ ശിദ്ഖൈൻ, തൊണ്ണ് ചെമന്നവളല്ലേ ഖദീജ ബീവി. അതിനർത്ഥം എന്താ അറിയോ? പല്ലില്ലായിരുന്നു ആ അവസാന കാലത്ത് ഖദീജ ബീവിക്ക്, എന്നിട്ടും നബി തങ്ങൾ സ്നേഹിച്ചു ബീവിയെ. എൻ്റെ ബീവി ഉണ്ടാകുമ്പോൾ വേറൊരു ഭാര്യ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. ആയിഷ ബീവി കളിയാക്കി പറഞ്ഞ ചെമന്ന തൊണ്ണുള്ളവർ എന്ന് പറഞ്ഞാൽ പല്ലില്ലായിരുന്നു, വായിൽ വെളുപ്പില്ലായിരുന്നു, പല്ല് കൊഴിഞ്ഞു പോയ ആ ഒരു വൃദ്ധയായ പെണ്ണിനെയാണോ നബിയെ വഖദ് അബ്ദലക്കല്ലാഹു ഖൈറൻ മിൻഹ, ആ ഖദീജ ബീവിയെക്കാളൊക്കെ എത്രയോ നല്ല ആൾക്കാർ അള്ളാഹു നിങ്ങൾക്ക് തന്നിട്ടില്ലേ? അതായത് ഇന്നെ തന്നെ ആയിഷ ബീവി ഉദ്ദേശിച്ചതാ. നിങ്ങൾ പറഞ്ഞു, ലാ വല്ലാഹ് ഇല്ല ആയിഷ, എൻ്റെ ഖദീജയെ പോലെ ആവാൻ നിങ്ങളെ കൊണ്ടൊന്നും കഴിയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റുസിഖ്തു ഹുബ്ബഹാ, ബീവിയോടുള്ള സ്നേഹം അള്ളാഹു എനിക്ക് തന്നതാണ്, അങ്ങനെ പറഞ്ഞു നബി. റുസിഖ്തു ഫഇന്നി റുസിഖ്തു ഹുബ്ബഹാ, എനിക്ക് ആയിഷ ബീവിയോട് ഉള്ള സ്നേഹം അതുപോലെ ഖദീജ
ബോധത്തിൽ കൊടുക്കുന്നത്. ഒരുപാട് കാര്യം ഇവിടെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരു ഉസ്താദിന്റെ വീട് പണി ഇവിടെ നടക്കുന്നുണ്ട്. അതിനൊക്കെ നമ്മുടെ കേരളക്കാരും തമിഴ്നാട്ടിലൊക്കെ ഉള്ള സുഹൃത്തുക്കൾ വരെ അതിലേക്ക് പൈസ സംഭാവന ചെയ്തു പറഞ്ഞ് അറിയിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ, അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കണം തോന്നുന്നുണ്ടെങ്കിൽ കേട്ടോ, അങ്ങനെ മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ കൊടുത്താൽ മതി, ആർക്കാനും വേണ്ടി ഒക്കാനിക്കണ്ട. നിങ്ങൾക്കായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കൊടുത്താൽ മതി. ഇൻഷാ അല്ലാഹ് ബോധം കെടുത്താനൊന്നും ആവൂല. നിങ്ങളെ ബോധത്തിൽ കൊടുക്കണത്. ചിലരൊക്കെ 5 ലക്ഷം എന്നൊക്കെ ഓഫർ ചെയ്ത് പോയിട്ട് മുങ്ങല, മൊബൈൽ നമ്പർ മാറ്റല. കാരണം ആ തരിപ്പിലാണ് പറഞ്ഞു പോയതാ. പിന്നെ കമ്മിറ്റിക്കാർ ചോദിച്ചു വരുമല്ലോ, അപ്പൊ പിന്നെ വേണ്ടില്ല അതിനൊന്നൊക്കെ തോന്നിപ്പോയാ പറഞ്ഞത് കൊടുത്തൊക്കെ വെറുതെ ആയില്ലേ. ഏതായാലും നാട്ടുകാർ പിടിച്ചു വാങ്ങും. പറഞ്ഞ സ്ഥിതിക്ക് വേണ്ടാന്ന് വിചാരിച്ചാൽ പോയില്ലേ. അങ്ങനെ ഒരിക്കലും തരിപ്പ് കയറി പറയണ്ട, നല്ല ബോധത്തിൽ തന്നെ പറഞ്ഞാൽ മതി. അത് നല്ല ഇഷ്ടത്തിൽ നമ്മൾ കൗണ്ടറൊക്കെ ഉണ്ട് പോകുമ്പോഴൊക്കെ കൊടുത്തു പോകാം. ഇൻഷാ അല്ലാഹ്, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോ ഇവിടെ ഖസബ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശം ഒറ്റമുത്ത് എന്നാണ്. ഖസബ് എന്ന് പറഞ്ഞാൽ ഷുഗർ കെയിൻ, നമ്മുടെ കരിമ്പിന് പറയാറുണ്ട്. പക്ഷെ ഇവിടെ അതല്ല അർത്ഥം. ഖസബ് എന്ന് പറഞ്ഞാൽ ഉള്ള് പൊള്ളയായ വലിയ ഒരു വീടിനോളം വലിയ ഒരു മഹത്തരമായ ഒരു മുത്ത്, ഒറ്റമുത്തിന്റെ വീട് എന്നൊക്കെ. നമ്മുടെ ഈ മദ്രസ കെട്ടിടത്തിന് അത്ര വലുപ്പമുള്ള ഒരു മുത്ത് എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അത് വല്ലാത്തൊരു മുത്ത് തന്നെ ആയിരിക്കും അല്ലേ? സ്വർഗത്തിലാണ്. ദുന്യാവിലെ മുത്ത് പോലും അല്ലാതെ ദുന്യാവിലുള്ള സാധനങ്ങൾ സ്വർഗത്തിലേക്ക് വെച്ചാൽ ഇല്ല അസാമീഹ, ദുന്യാവിലെ പേരുകളല്ലാതെ മറ്റൊന്നുമല്ല. സ്വർഗത്തിലുള്ളതും ദുന്യാവിലുള്ളതും നോക്കിയാൽ പേര് മാത്രമേ ദുന്യാവിലുള്ളൂ, സ്വർഗത്തിലുള്ളൂ. സ്വർഗത്തിലുള്ളത് മാലാ ഐനുൻ റഅത്, ഒരു കണ്ണും കാണാത്തത്, വലാ ഉദുനുൻ സമിഅത്, ഒരു കാതും കേൾക്കാത്തത്, വലാ ഖതറ അലാ ഖൽബി ബശർ, ഒരു മനുഷ്യന്റെ മനസ്സിലും ചിന്തിക്കാൻ പോലും കഴിയാത്തത്. ഒരു എഞ്ചിനീയർക്കും സ്വർഗം വരക്കാൻ കഴിയില്ല. എങ്ങനെ വരച്ചാലും ദുന്യാവിലോ ചിന്തിച്ചതല്ലേ. തങ്ങൾ പറഞ്ഞു വലാ ഖത്റ അലാ ബാലിബ്, ഒരു ഡിസൈനറുടെ മനസ്സിലും സ്വർഗം വരൂല. പിന്നെ സ്വർഗം പോലുള്ള കൊട്ടാരം എന്ന് പറയുന്നത് കണ്ട ഒരു മനുഷ്യനും ചിന്തിക്കാൻ പറ്റാത്തതാ സ്വർഗം. പിന്നെ എങ്ങനെ പോലുള്ളത് എന്ന് പറയാം? സ്വർഗം ചിന്തിക്കാൻ കഴിയില്ല. അത് ആര് ചിന്തിച്ചാലും അത് ആവൂല. ഖദീജ ബീവിക്ക് അല്ലാഹു കൊടുക്കുന്ന സമ്മാനമായൊരു കൊട്ടാരം. അല്ലാഹു തആല സലാം പറയുന്നു നബിയേ, ഞാനും സലാം പറയുന്നു. ബീവിക്ക് അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരം കൊടുക്കുന്നുണ്ട്. ലാ സഖബ ഫീഹാ വലാ നസബ, അവിടെ ക്ഷീണമുണ്ടാവില്ല നബിയേ. അവിടെ ബീവിക്ക് അപശബ്ദങ്ങൾ കേൾക്കേണ്ടി വരില്ല. അങ്ങനത്തെ ഒരു വീട്. എന്തിനാ അങ്ങനെ പറയാൻ കാരണം ബീവിയോട് എന്നതിനൊരു ചർച്ചയുണ്ട്. ഖസബ് എന്ന് പറയുന്ന മുത്തിന്റെ പ്രത്യേകത, അതിന്റെ ഹോള് അങ്ങനെ സ്ട്രൈറ്റ് ഫോർവേഡ് ആയിരുന്നു. അല്ലാഹുവിന്റെ റസൂലിനോടുള്ള ജീവിതത്തിൽ അങ്ങനെയാണ്. ലാ സഖബ, അപശബ്ദങ്ങൾ ഉണ്ടാകില്ല കേട്ടോ ബീവിയുടെ വീട്ടിൽ. എന്തേ കാരണം എന്നറിയോ? ദുന്യാവിൽ ഹബീബിന്റെ വീട്ടിൽ ജീവിക്കുമ്പോ 25 കൊല്ലം ബീവി നബി തങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. ബാക്കി ഉമ്മഹാത്തുൽ മുഅ്മിനീൻ മോശക്കാരികളായതുകൊണ്ടല്ല, പക്ഷേ സ്വാഭാവികമായും പെണ്ണുങ്ങൾക്ക് തോന്നുന്ന ചില ചൂടൊക്കെ മറ്റു ഭാര്യമാർ നബിയോട് പറഞ്ഞു പങ്കുവെച്ചിട്ടുണ്ട്. പക്ഷേ ഹബീബിന്റെ ഹൃദയ വിശാലത കൊണ്ട് മുത്തനബി ഞങ്ങളതൊക്കെ സഹിക്കുകയാണ് ഉണ്ടായത്. ഖദീജ ബീവി അതുപോലും പറഞ്ഞിട്ടില്ല. ഖദീജ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഒക്കെ സംഭവങ്ങൾ ഭയങ്കര രസല്ലേ, എന്ത് തമാശയാണ്, എന്തെന്നില്ലാത്ത കൗതുകമുള്ള സംഭവങ്ങളാണ്. ഹബീബിനോടൊക്കെ എന്ത് സ്വാതന്ത്ര്യം വെച്ച് സംസാരിക്കും. അങ്ങനെയൊന്നും ഖദീജ ബീവി സംസാരിക്കൂല. ബീവിയെക്കാളും പ്രായത്തിൽ കുറവാണ് ഈ ഭർത്താവ്, 15 വയസ്സ് താഴെയാണ്. അങ്ങനത്തെ ഹബീബിനെ അത്രമേൽ ബഹുമാനിച്ചിരുന്നൊരു മഹദി. ലാ സുഹബ ഫീഹാ, ഖദീജ ബീവി അങ്ങ് അല്ലാഹുവിന്റെ റസൂലിനോട് ഒച്ച വെച്ച് സംസാരിക്കാത്ത പോലെ, ഹബീബായ നബി തങ്ങളെ വാക്കുകൊണ്ട് നോവിക്കാത്ത പോലെ, അങ്ങയെ നോവിക്കുന്ന ഒരു ശബ്ദവും അപശബ്ദവും കേൾക്കേണ്ടതില്ലാതെ, വലാ നസ്വബ, അവിടെ അങ്ങേക്ക് ബീവി നിങ്ങൾക്ക് ക്ഷീണമുണ്ടാവില്ല. റസൂലുള്ളാഹിക്ക് വേണ്ടി ഹിറാ ഗുഹയിലേക്ക് പലതവണ കയറി ഇറങ്ങിയവരാണ് മഹദി. വർഷങ്ങളോളം, 15 വർഷത്തിൽ എത്രയോ തവണ അല്ലാഹുവിന്റെ ഹബീബ് ഹിറാ ഗുഹയിലേക്ക് പോയിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞതിൽ നബുവത്താകുന്നതിനിടയിൽ 100 കണക്കിന് തവണ ഹബീബായ നബി തങ്ങൾ ഹിറായിലേക്ക് പോയിട്ടുണ്ട്. അതിൽ ഏറിയ കൂറും ഹബീബിന് ഭക്ഷണം കൊടുക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ ക്ഷീണം സഹിച്ചു പോയിട്ടുണ്ട്. ഖദീജ റളിയല്ലാഹു അൻഹാ
എന്നാൽ ബീവി നാളെ സ്വർഗ്ഗലോകത്ത് അള്ളാഹു നൽകുന്ന വീട് നിങ്ങളുടെ സ്വഭാവം പോലെ പരിശുദ്ധമായ ഒരു ഒറ്റമുത്തിനാലുള്ള മനോഹരമായ കൊട്ടാരം. അതിനുള്ളിൽ അപശബ്ദങ്ങളൊന്നുമേ കേൾക്കേണ്ടി വരികയില്ല. അവിടെ നിങ്ങൾക്ക് ക്ഷീണവും ഉണ്ടാവുകയില്ല ഖദീജ എന്ന് നബിയെ ബീവിയോട് പറയണേ എന്ന് ഹബീബായ തങ്ങളോട് ഈ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ബിബൈത്തിൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ ഒരു വീടുണ്ട്. എന്തിനാ വീടെന്നറിയോ? ഖദീജ ബീവി റളിയല്ലാഹു അൻഹ റബ്ബത്തു ബൈത്തിൻ, ഒരു വീട് ഭരിച്ചവരാണ്. പെണ്ണുങ്ങളെ പോലെ ഇന്നത്തെ നമ്മുടെ നാടുകളിൽ കാണുന്ന പോലെ പുറത്തിറങ്ങി നടക്കുന്നവരല്ല. ഗൈറ മുതബർരിജാത്തിൻ, പുറത്തിറങ്ങി സർക്കിട്ട് നടക്കുക, ജോലി അടിച്ച് നടക്കുക എന്നൊക്കെ പറയില്ലേ. സുബ്ഹാനല്ലാഹ്. ഞങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഒരു റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാൻ കോഴിക്കോട്. ഞങ്ങളുടെ കൂടെ ഒരു അറബി ഉണ്ട്, മലയാളികളുണ്ട്, കുറച്ച് VIP ഉണ്ട്. ഒക്കെ ഉണ്ട്. ഞങ്ങളുടെ ബാക്കിൽ കുറച്ച് വിദ്യാർത്ഥിനികളാണ്. എന്തൊക്കെയോ കഥ പറഞ്ഞ് ഉറക്കെ പറയുന്നുണ്ട് ക്യാമ്പസിലെ കഥ. അവള് ഇവരെന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. ഞങ്ങൾ അത്ഭുതപ്പെട്ട് പറഞ്ഞു, ഇദാ ലം തസ്തഹി ഫസ്നഅ മാ ശിഅത, നാണമില്ലേ നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം. ഞങ്ങളുടെ നേരെ ബാക്ക് സീറ്റിൽ ഞങ്ങൾ ഒരു റോയിൽ ഞങ്ങൾ 10-15 ആളിരിക്കുന്നുണ്ട്. ഉച്ചക്ക് ജുമാ 2-2:30 മണിക്ക് ക്യാമ്പസുകളിലും നമ്മുടെ കഫ്റ്റീരിയകളിലും നമ്മുടെ കോഫി ഷോപ്പുകളിലും ഒക്കെ കയറിയിരുന്ന് ജോലിയടിച്ച് ഉറക്ക വർത്തമാനം പറയാൻ നാണല്ലാണ്ട്. ഖദീജ ബീബി റളിയല്ലാഹു അൻഹ കാനത്ത് റബ്ബത ബൈത്തിൻ അമീറത ബൈത്തിൻ, ഒരു വീടിന്റെ രാജകുമാരിയാണ്, വീടിന്റെ പരിപാലകയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ മക്കളിൽ നബി തങ്ങളുടെ എല്ലാ മക്കളുടെയും ഉമ്മ, ഒരു മകൻ ഒഴികെ ഇബ്രാഹിം എന്നവർ, അത് അടിമ സ്ത്രീയായിരുന്ന ജുവൈരിയ മാരിയത്തുൽ ഖിബ്തിയ റളിയല്ലാഹു അൻഹയിൽ നിന്നുണ്ടായ ഇബ്രാഹിം അലൈഹിസ്സലാം എന്ന ആ ഒരു കൊച്ചു കുഞ്ഞൊഴികെ ഇബ്നാനി വ അർബഉ ബനാത്തിൻ, 2 ആൺകുട്ടികളും 4 പെൺകുട്ടികളെയും ഹബീബിന് ജന്മം കൊടുത്ത ഉമ്മയാണ്, അവരെ പോറ്റി വളർത്തിയ ഉമ്മയാണ്. ഫാത്തിമ ബീവിക്ക് തർബിയത്ത് കൊടുത്ത ഉമ്മയാണ്. സൈനബ് ബീവിയെ, റുഖയ്യ ബീവിയെ, ഉമ്മു കുൽസൂം ബീവിയെ പരിപാലിച്ചു കൊണ്ടുവന്ന ഉമ്മയാണ്. ആ ബീവി കച്ചവടക്കാരിയായതിന്റെ പേരിൽ, ബിസിനസ് ട്രിപ്പുകൾ എന്നതിന്റെ പേരിൽ പുറത്തിറങ്ങി നടക്കുകയോ അങ്ങാടികളിൽ ആണുങ്ങളുമായി മിങ്കിളാവുകയോ ബീവി ചെയ്തിട്ടില്ലാത്തതിന്റെ പേരിൽ അള്ളാഹു ബീവിക്ക് കൊടുക്കുന്ന സമ്മാനമാണ് സ്വർഗ്ഗലോകത്തൊരു വീട്. ഇവിടുത്തെ വീട് നോക്കിയവരല്ലേ, ഹബീബിന്റെ മക്കളെ നോക്കിയവരല്ലേ, അതിന് സമ്മാനമായി ബിബൈത്തിൻ വബശ്ശിർഹാ ബിബൈത്തിൻ ഫിൽ ജന്നതി മിൻ ഖസബിൻ ലാ സഖബ ഫീഹാ വലാ നസബ്. ഖദീജ റളിയല്ലാഹു തആല അൻഹ ആ മഹദി ചെയ്ത ത്യാഗമാണ് ഒരു വീട് ഭരിക്കുന്നത്. അത് ഉമ്മയുടെ, ഒരു ഭാര്യയുടെ ഉത്തരവാദിത്വം. ഇന്ന് വീട്ടില് ആയമാരും പെണ്ണുങ്ങൾ പുറത്ത് ജോലിക്കും. പിന്നെ ഈ മക്കൾ ആര് നോക്കും? ആരുമില്ല. അപ്പൊ നാട്ടുകാർക്ക് തലവേദന ഉണ്ടാക്കും. ഈ മക്കള് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഉമ്മമാര് നോക്കേണ്ടടുത്ത് നോക്കിയിട്ടില്ല. അവരങ്ങനെ ഫുൾ ടൈം വാട്സപ്പിലാണ്. കുട്ടിയെ നോക്കാൻ സമയമുണ്ടോ? ഇല്ല. ഇതാണ് ഇന്നത്തെ അവസ്ഥ. വീടിന്റെ സംരക്ഷണം വിശുദ്ധ ഖുർആൻ സൂറത്തുർ റഹ്മാനിൽ സ്വർഗ്ഗവാസിനികളായ ഹൂരികളെ കുറിച്ച് പറഞ്ഞിടത്ത്, ഹൂറും മഖ്സൂറാത്തും ഫിൽ ഖിയാം, മനോഹരമായ ടെന്റുകൾക്കുള്ളിൽ, ആ ടെന്റുകൾ വിട്ടുപോകാതെ അതിന്റെ ഉള്ളിൽ താമസിക്കുന്ന പെണ്ണുങ്ങൾ എന്ന് ഹൂരികളായ പെണ്ണുങ്ങളെ കുറിച്ച് ഖുർആൻ പറഞ്ഞു. അതൊരു മഹത്വമാണ് പറഞ്ഞത്. ഹൂറും മഖ്സൂറാത്തും ഫിൽ ഖിയാം, ഭർത്താവിന്റെ സമ്മതമില്ലാതെ, അനുമതിയില്ലാതെ, ഒരു ജീവിതത്തിന്റെ അത്യാവശ്യ വിഷയങ്ങൾക്കല്ലാതെ അനാവശ്യമായ വിഷയങ്ങൾക്ക്, അത്യാവശ്യമല്ലാത്ത വിഷയങ്ങൾക്ക് പെണ്ണുങ്ങൾ പുറത്തിറങ്ങി നടക്കുന്ന സമ്പ്രദായം ഇസ്ലാമിക സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുണ്ടായതല്ല. രാഷ്ട്രീയക്കാർക്ക് അതൊക്കെ പറ്റിയേക്കാം. അവർക്ക് പിന്നെ അതൊന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ.
പക്ഷേ അല്ലാഹുവിന്റെ ദീൻ അനുസരിച്ച് ജീവിക്കുന്നവരെ അത് ശ്രദ്ധിക്കേണ്ടവരാണ്. ഫീഹിന്ന ഖാസിറാത്തുത് തർഫ് ഫീഹിന്ന ഖാസിറാത്തുത് തർഫീൻ. ഹൂറുലൈനുകളെ പറ്റി ഖുർആൻ പറഞ്ഞത് ഖാസിറാത്തുത് തർഫി, അവരവരുടെ കണ്ണുകൾ ചിമ്മുന്ന പെണ്ണുങ്ങളാണ്. അത് ദുനിയാവിലെ പെണ്ണുങ്ങൾക്ക് മാതൃകയാക്കാനുള്ള സംഗതിയാണ്. പുറത്തേക്ക് ഇങ്ങനെ ആൾക്കാരെ നോക്കിയിരിക്കണ്ട. ഏത് വെറുതെ റോട്ടിലും ബസ്സിലും ടിവിയിലും സിനിമയിലും ഒക്കെയായി അല്ലാഹുവേ, ഒരു വണ്ടി, ഒരു ആൾട്ടോ കാർ ഒന്ന് മാറ്റി കൊടുക്കണേ. KL 53A 679 ഒന്ന് പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് മാറ്റി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. KL 53A 679 ഒരു ആൾട്ടോ കാറാണ്, ശ്രദ്ധിക്കണം. ഭവനങ്ങളിൽ ഇരിക്കുന്ന ഭർത്താക്കന്മാർക്ക് ഖിദ്മത്തിന് വേണ്ടി അല്ലെങ്കിൽ മക്കളുടെ തർബിയത്തിന് വേണ്ടി ഒരു വീടിന്റെ ഭരണം നടത്തുന്ന, വീടിന്റെ സംരക്ഷണ ചുമതലയുള്ള ഭാര്യമാർ, സഹോദരിമാർ, മഹദിമാർ. ഖദീജ ബീവിക്ക് അതുകൊണ്ടാണ് അല്ലാഹു തആല സ്വർഗ്ഗലോകത്തൊരു വീട് കൊടുത്തത് എന്ന് മഹാന്മാർ ആ ഹദീസിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഇരിക്കട്ടെ, അല്ലാഹു സലാം പറഞ്ഞു. ഇനി ബീവി സലാമിന്റെ മറുപടി പറയാൻ പോവാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ആ ഭക്ഷണത്തളികയുമായി വന്നപ്പോ ബീവിയോട് പറയുന്നു, ബീവി, അല്ലാഹു നിങ്ങളോട് സലാം പറഞ്ഞു, ജിബ്രീൽ അലൈഹിസ്സലാം നിങ്ങളോട് സലാം പറഞ്ഞു. ആരും പഠിപ്പിച്ചു കൊടുക്കാതെ ഖദീജ ബീവി അല്ലാഹുക്ക് സലാമിന് മറുപടി കൊടുത്തത് എന്താ? സ്വഹാബികൾക്ക് പോലും, ചില സ്വഹാബികൾക്ക് ഈ വിഷയം അറിയില്ലായിരുന്നു. പക്ഷെ ഖദീജ ബീവിയുടെ ആ ഒരു ബുദ്ധികൂർമ്മതയാണത്. സുബ്ഹാനല്ലാഹ്. ബീവി പറഞ്ഞു, ഇന്നല്ലാഹ ഹുവസ്സലാം വമിൻഹുസ്സലാം വഅലാ ജിബ്രീൽ. അത്രേ ഉള്ളൂ അല്ലേ? എപ്പോഴും ചൂടായി വരുന്ന ഭർത്താക്കന്മാർ, ഒന്ന് ഈ മനുഷ്യന് ഗൾഫിൽ പോയി കൂടെ എന്നൊക്കെ ദ്വാരക്കണം. എത്ര പെണ്ണുങ്ങൾ ഉണ്ടാവും അറിയോ? എന്നിട്ട് പോവില്ല, എന്നാൽ ഒരു 2 കൊല്ലം കൂടുമ്പോൾ ഒരു 3 മാസം സഹിച്ചാൽ മതിയല്ലോ റബ്ബേ എന്ന് വിചാരിക്കുന്നവരൊക്കെ ഉണ്ടാവും. നിങ്ങൾ പോവല്ലീൻ എന്ന് പറയുന്ന അങ്ങനത്തെ ഭർത്താക്കന്മാരുണ്ടാവും കേട്ടോ. ഈ രണ്ടാമത് പറഞ്ഞില്ല പെടേണ്ടത്. അള്ളാഹു നമ്മളൊക്കെ നല്ലവരാക്കി തരട്ടെ. ഈ നല്ലവരെന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? ഭാര്യമാര് നല്ലവരെന്ന് പറയണത്. അതാണ് ഇപ്പം ഞങ്ങൾ പറയാം. നല്ലവരെന്ന് പറഞ്ഞാൽ നാട്ടുകാർ നോട്ടീസ് അടിക്കുന്നത് ഇതൊന്നല്ല. നല്ലവരെന്ന് പറഞ്ഞാൽ ഭാര്യമാർ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റാണ് ഒരാളുടെ ശരിയായ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒപ്പിക്കും. ഇപ്പം ഞാനൊക്കെ ഇവിടെ എന്ത് നല്ല കുട്ടിയായിട്ടപ്പോൾ നിൽക്കണത്, നിങ്ങളും അങ്ങനെ തന്നെ. അപ്പോൾ വേദന വന്നല്ലേ, ഒരു നാട്ടുകാരുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കല്ലേ. നമ്മുടെ തനി സ്വഭാവത്തൊന്നുമല്ല. ഇതിപ്പോൾ എത്ര ചൂടന്മാരുണ്ടായിരിക്കണില്ലേ. നമ്മളെ തനി സ്വഭാവം പെരുക്കെന്നാലേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് നബി തങ്ങൾ, നിങ്ങളിൽ നല്ലവർ സ്വന്തം വീട്ടുകാരോട് നന്നായി പെരുമാറുന്നവരാ, നാട്ടുകാരോടല്ല. നാട്ടുകാരോട് വീട്ടുകാരോട് പെരുമാറുന്ന പെരുമാറ്റം അങ്ങാടി പെരുമാറിയാലേ അടി കിട്ടും. അപ്പോൾ പിന്നെ ഒന്ന് പിടിച്ചോക്കൂ നമ്മൾ. ഈ പിടിച്ചുവെക്കൽ ഭാര്യമാരോടില്ലല്ലോ, മക്കളോടില്ലല്ലോ. അവിടെ നിങ്ങൾ നിങ്ങളിൽ ഏറ്റവും നല്ലവർ നിങ്ങളുടെ വീട്ടുകാരോട് നന്നായി പെരുമാറുന്നവരാണ്. എൻ്റെ വീട്ടുകാരോട് ഞാൻ ഏറ്റവും നന്നായി പെരുമാറുന്നവനാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിനെ സ്നേഹിക്കണം എന്നങ്ങനെ റബീഉൽ അവ്വൽ ഇങ്ങനെ പറയും. സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി അങ്ങനെയാ, നമ്മളങ്ങനെ ആവണ്ടേ. അതല്ലേ ആ സ്നേഹം എന്ന് പറഞ്ഞാൽ. ആ സ്നേഹം അതല്ലേ, ഇത്തിബാ അല്ലേ, ഹബീബിനെ പിന്തുടരണ്ടേ. വല്ല കുഴപ്പമുള്ളവരൊക്കെ എന്തെങ്കിലും ഒന്ന് സുൽഹായിക്കോളി ഇൻഷാ അല്ലാഹ്. ഖദീജ റളിയല്ലാഹു അൻഹയുടെ ആ ഒരു സ്മരണ മഹദിയുടെ മരണശേഷം നബി തങ്ങൾ കൊണ്ടു നടന്നു. ഒരാട് അറുത്തതിന്റെ മാംസം നബിയുടെ വീട്ടിലേക്ക് വന്നാൽ അതിനെ ഓരോരോ പൊതികളാക്കും, കൊടുത്തയക്കും സഹാബിയുടെ അടുത്ത്. ഇത് അവിടെ കൊണ്ടുപോയി കൊടുക്ക്, അത് ബീവിയുടെ കൂട്ടുകാരിയാണ്. ഇത് ഇവിടെ പോയി കൊടുക്ക്, അത് ഖദീജ ബീവിയുടെ കൂട്ടുകാരിയാണ്. ഇതിവിടെ കൊണ്ടുപോയി കൊടുക്ക്. ഖദീജ ബീവിയെ വല്ലാതെ സ്നേഹിച്ചവരായിരുന്നു അത്. ബീവി റളിയല്ലാഹു അൻഹയോട് ഇങ്ങനെ വല്ലാത്ത ഒരു സ്നേഹം കാണിച്ചതിൽ പിന്നെ എനിക്ക് ഒരു പെണ്ണിനോടും തോന്നാത്ത അസൂയ ഖദീജ ബീവിയോട് തോന്നിയിട്ടുണ്ട് എന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹാ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഒരു വൃദ്ധയായ പെണ്ണ് വരുന്നു. ജാഅത് അജൂസുൻ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, എൻ്റെ മുമ്പിൽ, എൻ്റെ അടുത്ത് നബി തങ്ങൾ ഇരിക്കുമ്പോൾ അതാ വൃദ്ധയായ ഒരു ഉമ്മ വരുന്നു. ആ ഉമ്മ നബിയോട് പറഞ്ഞു, ആ ഉമ്മയോട് നബി തങ്ങൾ ചോദിച്ചു, മൻ അൻതി, നിങ്ങൾ ആരാണ്, എന്താ പേര് എന്ന് ചോദിച്ചു. നല്ല പ്രായമുള്ള ഉമ്മയാ.
ഖദീജ ബീവി 66 വയസ്സുള്ളപ്പോഴല്ലേ വഫാത്താകുന്നത്. അന്നൊക്കെ പല്ല് പോയിട്ടുണ്ട് ബീവിക്ക്. എന്താ പേര് എന്ന് ചോദിച്ചു നബി തങ്ങൾ. അങ്ങോട്ട് ചോദിച്ചു, അന ജുസാമത്തുൽ മുസനിയ, ഞാൻ മുസനി ഗോത്രത്തിൽപ്പെട്ട ജുസാമ എന്ന പെണ്ണാ നബിയെ. നബി തങ്ങൾ പറഞ്ഞു, ജുസാമ ശരീരം, തടി എന്നല്ലേ അർത്ഥമുള്ളൂ, അത് വേണ്ട, നിങ്ങളുടെ പേര് അന്തി ഹസ്സാനത്തുൽ മുസനിയ, ഹസ്സാന നന്മയുള്ളവൾ, ഹസാന അതാ നിങ്ങളുടെ പേര്, ഹസാനത്തുൽ മുസനിയ. 80ാമത്തെ വയസ്സിൽ നബി പേര് മാറ്റി കൊടുത്തു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പറഞ്ഞ പേര് മാറ്റാൻ തിരുവനന്തപുരത്ത് പോകേണ്ടി വരും, പത്രത്തിൽ കൊടുക്കേണ്ടി വരും, ഞാൻ അവിടെ ഒന്നോട്ടെ. അങ്ങനെയല്ല, ചെയ്യാൻ പറ്റുമോ? മോശമായ പേരാ ഇട്ടുപോയത്. മഹദിയുടെ മരണശേഷം നബി ഞങ്ങൾ കൊണ്ടു നടന്നു. 80 വയസ്സുള്ള ആ ഉമ്മയുടെ പേര് നബി ഞങ്ങൾ മാറ്റിക്കൊടുത്തു. ആ ഉമ്മയുടെ പേരിന്റെ അർത്ഥമത്ര സുഖമല്ലാത്തതിന്റെ പേരിൽ നബി ഞങ്ങൾ പറഞ്ഞു, ഉമ്മ നിങ്ങൾ ഇനി ജുസാമയല്ല, നിങ്ങളുടെ പേര് ഹസാന എന്നാണ്. നബി ഞങ്ങൾ ഇങ്ങനെ പരിചയപ്പെടുകയാണ് ഒരു പ്രായമുള്ള ഉമ്മയോട്. ചോദിച്ചു, കൈഫ അൻതും, എന്താ വർത്താനൊക്കെ എന്ന് ചോദിച്ചു. വകൈഫ ഹാലുക്കും, എങ്ങനുണ്ട്? വകൈഫ കുൻതും ബഅദനാ, കുറേ കാലമായില്ല ഉമ്മ കണ്ടിട്ട്, എങ്ങനെയുണ്ട്? ആരതൊക്കെ ചോദിച്ചത്? നബി തങ്ങൾ. അപ്പൊ ബിഖൈരിൻ അബീ ബി അബീ അൻത വ ഉമ്മി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ നല്ല സുഖമാണ്, റാഹത്താണ് നബിയേ, റാഹത്താണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ഫഅക്റമഹൻ നബിയു, ആ മഹദിയെ നബി തങ്ങൾ ബഹുമാനിച്ചു. വഅഹ്സന ഇലൈഹ, അവർക്ക് ഒരുപാട് നന്മ ചെയ്തു കൊടുത്തു നബി തങ്ങളെ. അങ്ങനെ ഈ വൃദ്ധയായ പെണ്ണ് ഹബീബിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോ മഹദി ചോദിച്ചു, അൻത റസൂലുള്ളാഹ് വതുഖ്ബിലു അലാ ഹാദിഹിൽ അജൂസി കുല്ല ഹാദൽ ഇഖ്ബാൽ, നിങ്ങൾ റസൂലല്ലേ, ഈ വൃദ്ധയായ പെണ്ണിനോട് ഇങ്ങനെ സംസാരിക്കാൻ പാടുള്ളതോ? നിങ്ങൾ മൂല്യരല്ലേ, നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ എന്ന് ചോദിക്കൂലേ? നിങ്ങൾ റസൂലുള്ളാഹല്ലേ ചോദിച്ചത് ആയിഷ ബീവി. ഒരു വൃദ്ധയായ പെണ്ണ് വന്നപ്പോരായിരുന്നുണ്ട്, എന്താ വർത്താനം, കുറെ കാലായിലെ കണ്ടിട്ട്, നിങ്ങൾ ജുസാമയല്ല, നിങ്ങളുടെ പേര് ഹസാനയാണ്, എന്തൊക്കെയാ കാര്യങ്ങള്, കുറെ സമ്മാനം കൊടുത്തു, കുറെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ കൊടുത്തു. മഹദിയായ ആയിഷ നബിയെ അല്ലേ, നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒരു പെണ്ണിനോട് പെരുമാറേ, ഈ ഒരു പെണ്ണിനോട് ഇങ്ങനെ പെരുമാറാൻ, അൻത റസൂലുള്ളാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലല്ലേ നബിയെ, നിങ്ങൾ ഈ പെണ്ണിനോട് തുബാസിതുഹാ തുലാസിമുഹാ, ആ ഉമ്മ നടക്കുമ്പോ കൂടെ നടക്കുകയും, ആ ഉമ്മ പിച്ച വെച്ച് നടന്നു പോയപ്പോ വഴി വരെ കൂടെ നടന്നു പോവുകയും, ആ ഉമ്മയുടെ കൂടെ നിന്ന് ഉമ്മയെ സഹായിക്കുകയും ചെയ്ത് കണ്ടപ്പോ എനിക്ക് തീരെ പിടിച്ചിട്ടില്ല നബിയെ. കഅന്നഹാ ഉമ്മുക വലദതുക ലിതുഖ്ബില അലൈഹാ കുല്ല ഹാദൽ ഇഖ്ബാൽ. മഹാന്മാരെ ഉത്തരം കൊടുക്കുക, അതിനെ വിശദീകരിക്കുക. നബിയെ, ഇത് നിങ്ങളെ ഉമ്മയൊന്നല്ലല്ലോ, നിങ്ങളെ പ്രസവിച്ച ഉമ്മയൊന്നല്ലല്ലോ ഇങ്ങനെ ബഹുമാനിക്കാൻ, അതാണ് ബീവി ഉദ്ദേശിച്ചത്. ബീവി അങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ, ബീവി അങ്ങനെ പറഞ്ഞില്ലേ. അടുത്ത് നബിയെ, അങ്ങ് റസൂലല്ലേ, ഒരു വൃദ്ധയായ പെണ്ണിനോട് നിങ്ങൾ ഇങ്ങനെ പെരുമാറുകയാണോ? ആ ഉമ്മയോട് നബി ഞങ്ങൾ ചോദിച്ചു, യാ ആയിഷ, ആയിഷ ഇന്നഹാ കാനത് തഅതീന അയ്യാമ ഖദീജ, എൻ്റെ ഖദീജ ജീവിച്ചിരിപ്പുള്ള കാലത്ത് ഖദീജയെ കാണാൻ വന്നിരുന്ന പെണ്ണായിരുന്നു അവര്. എന്താ പേര് എന്ന് ചോദിച്ചു. നല്ല പ്രായമുള്ള ഖദീജ ബീവി 66. അയ്യാമ ഖദീജ, എൻ്റെ ഖദീജ ജീവിച്ചിരിക്കുന്ന കാലത്ത് എൻ്റെ ഖദീജയെ കാണാൻ അവർ വരാറുണ്ടായിരുന്നു. വ ഇന്ന ഹുസ്നൽ അഹ്ദി മിനൽ ഈമാൻ, പിന്നെ നന്നായി പെരുമാറുന്നത് ഈമാനിന്റെ ഭാഗമല്ലേ? ഒരു മനുഷ്യനോട് നന്നായി പെരുമാറുന്നത് ഈമാനിന്റെ ഭാഗമല്ലേ? ഏറ്റവും നന്നായി പെരുമാറേണ്ടത് മൂല്യന്മാരും ഉസ്താദന്മാരൊക്കെ തന്നെയാണ്. വേള പറയുന്നവരും പറയാൻ പോണവരും പഠിക്കണവരും മുത്തഅല്ലിമീങ്ങളും നല്ല മനുഷ്യ സ്വഭാവം, അതിൻ്റെ മാതൃക. ചില പറലേ മുലിർ ചൂടനാട്ടോ, ഒന്നും പറയാൻ പോണ്ട, അങ്ങനെ ആളുകൾ പറഞ്ഞു ജുസാമ മഹാചൂടനാവേണ്ട അടുത്ത് ചൂടായിക്കോണം. പക്ഷേ ആളുകൾ വെറുക്കുന്ന ബഹുമാനിച്ചിട്ടാണ് നല്ല സ്വഭാവം. മുത്തുനബി ഞങ്ങൾ അതിന്റെ മാതൃകയാണ്. ഖദീജ ബീവിയുടെ കാലത്ത് ഞങ്ങളെ കാണാൻ വന്നിരുന്ന പെണ്ണായിരുന്നു ആയിഷ. അത് പിന്നെ അവരോട് നന്നായി പെരുമാറി എന്നതല്ലേ പ്രശ്നം? അത് നന്നായി പെരുമാറൽ ഈമാനിന്റെ ഭാഗമല്ലേ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാ, ഞാനങ്ങോട്ട് കുടുങ്ങലാണ്, നബി എന്ത് പറഞ്ഞാലും ഖദീജ ബീവിനെ പറയും.
ഖദീജ ബീവിൻ്റെ ചങ്ങാതിച്ചുകൾ, ഖദീജ ബീവിൻ്റെ കൂട്ടുകാരികൾ. ബീവി പറയാ, ഞാനൊരിക്കൽ ചൂടായിട്ട് അള്ളാഹിൻ്റെ റസൂലിനോട് പറഞ്ഞു, പൊന്നാര നബിയെ, ഖദ് അബ്ദലകല്ലാഹു ഖൈറൻ മിൻഹാ, ഖദീജ ബീവിയെക്കാളും എത്രയോ മുന്തിയവരെ അള്ളാഹു നിങ്ങൾക്ക് പകരം തന്നിട്ടില്ലേ? ഇത് പറഞ്ഞപ്പോൾ നബി തങ്ങൾ മറുപടി കൊടുത്തു, മാ അബ്ദലനില്ലാഹു ബിഖൈരിൻ മിൻഹാ, എന്റെ ഖദീജയെക്കാളും നല്ല ഒരാളെ അള്ളാഹു എനിക്ക് പകരം തന്നിട്ടില്ല. എന്നിട്ട് ഖദീജ ബീവിയുടെ ഗുണങ്ങളാ പറയുന്നത്. എങ്ങനെ? പല്ല് പൊഴിഞ്ഞു പോയി മരിച്ചുപോയ, വാർദ്ധക്യത്തിൽ മരിച്ചുപോയ ഖദീജ റളിയല്ലാഹു അൻഹയെ മരണത്തിന് ശേഷവും സ്നേഹിച്ചു. ഹബീബിന്റെ മനം കവർന്നിട്ടുണ്ട് ഖദീജ ബീവി. അതുകൊണ്ട് തന്നെയാണ് ബീവി വഫാത്തായിട്ട് പോലും ഹബീബിന്റെ വഫാത്തിന്റെ അവസാന കാലം വരെ ഹബീബ് ബീവിയെ ഓർക്കുകയാണ്. നബി തങ്ങൾ പറഞ്ഞു, ഖദ് ആമനത് ബി ഇദ് കഫറ ബിയന്നാസ്, ജനങ്ങൾ മുഴുവനും ഞാൻ കള്ളപ്രവാചകനാണെന്ന് പറഞ്ഞപ്പോ എന്റെ സത്യസന്ധത അംഗീകരിച്ചവരല്ലേ ഖദീജ. എങ്ങനെയാണ് ഖദീജക്ക് പകരമാവാൻ മറ്റൊരു പെണ്ണിനെ കൊണ്ടാവുക? അവരല്ലേ എന്നെ വിശ്വസിച്ചത്. വസദ്ദഖത്നി ഇദ് കല്ലബനിന്നാസ്, ജനങ്ങളെല്ലാം ഞാൻ അല്ലാഹു ഏകനാണെന്നും സ്രഷ്ടാവ് ഒരുത്തനാണെന്നും പറഞ്ഞപ്പോ, ഞാൻ നുണ പറയുന്നു എന്ന് പറഞ്ഞപ്പോ ഞാൻ സത്യസന്ധനാണെന്ന് പറഞ്ഞവരല്ലേ എന്റെ ഖദീജ. വവാസത്നി ബിമാലിഹാ ഇദ് ഹറമനിന്നാസ്, ജനങ്ങളെല്ലാവരും 5 പൈസ പോലും തരാതെ എന്റെ മുമ്പിൽ പിശുക്ക് കാണിച്ചപ്പോൾ എന്റെ ഖദീജയല്ലേ അവളുടെ സമ്പത്ത് മുഴുവൻ എന്റെ മുമ്പിൽ എറിഞ്ഞു തന്നത്. നബിയെ, വേണ്ടതെടുത്തോളൂ, അങ്ങ് എടുക്കുന്നതാണ് എടുക്കാത്ത സമ്പത്തിനേക്കാളും എനിക്കിഷ്ടം എന്ന് ഹബീബിനോട് പറഞ്ഞവരല്ലേ ഖദീജ റളിയല്ലാഹു അൻഹാ. ഇതൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ ആയിഷ? നബി ചോദിക്കാൻ, ഇതൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? കഴിഞ്ഞില്ല. വറസഖനില്ലാഹു വലദഹാ ഇദ് ഹറമനി ഔലാദൻ നിസാ, എന്റെ ഭാര്യമാരിൽ നിന്ന് മക്കൾ ജനിക്കാതിരുന്നപ്പോൾ എന്റെ മക്കൾക്ക് ജന്മം കൊടുക്കാൻ അള്ളാഹു അനുവദിച്ചത്, അള്ളാഹു തൗഫീഖ് തന്നത് എന്റെ ഖദീജയിൽ നിന്നല്ലയോ? അതുകൊണ്ട് ആ ഖദീജയെ പോലെ ആവാൻ നിങ്ങളെ കൊണ്ടാവില്ല എന്ന് നബി തങ്ങൾ പറഞ്ഞപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ ഹബീബിനോട് മാപ്പ് ചോദിച്ചിട്ടുണ്ട്. ഹബീബിനോട് മാപ്പ് ചോദിച്ചിട്ടുണ്ട്. സംഭവം മഹാനായ ഇമാം ത്വബറാനി മുഅ്ജമുൽ കബീറിൽ കൊണ്ടുവന്നു. ഇഅ്ഫു അന്നി യാ റസൂലല്ലാഹ്, ഇഅ്ഫു അന്നി യാ റസൂലല്ലാഹ്, നബിയേ എനിക്കങ്ങ് മാപ്പ് തരണേ. വല്ലാഹി ലാ തസ്മഉനി അദ്കുറു ഖദീജത ബഅദ ഹാദൽ യൗമി ബിശൈഇൻ തക്റഹുഹു, നബിയേ ഖദീജ ബീവിയെ പറ്റി ഇനി അങ്ങേക്ക് എൻ്റെ വാക്കുകൊണ്ട് വേദന വരുന്നുണ്ടെങ്കിൽ, ഇനി ഒരു വാക്കുകൊണ്ടും അങ്ങയെ വേദനിപ്പിക്കുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ പറയില്ല നബിയെ, എന്നോട് മാപ്പാക്കണം, എനിക്ക് പുറത്തു തരണമെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്. നബിയെ മാപ്പ് തരണം, ഇനി പറയില്ല നബിയെ. ഖദീജ ബീവിയെ പറ്റി അങ്ങിങ്ങനെ പറയുമ്പോൾ ഞാൻ വല്ലതും പറയുന്നത് കൊണ്ട് അങ്ങയുടെ മനസ്സ് നോവിച്ചുവെങ്കിൽ എനിക്ക് മാപ്പാക്കണം നബിയെ, ഇനിയൊന്നും ഞാൻ പറയില്ല എന്ന് ബീവി നബി തങ്ങൾക്ക് വാക്ക് കൊടുക്കുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നെ 1 മാസക്കാലം എൻ്റെ അരികത്ത് രാവിലെയും വൈകുന്നേരവും വന്നു പോകുമ്പോ ഖദീജയുടെ പുണ്യം പറയുമായിരുന്നു. ഞാനൊന്നും മറുത്തു പറയില്ല. വയസ്തഗ്ഫിറു ലഹാ, ഖദീജ ബീവിക്ക് വേണ്ടി മാപ്പ് ചോദിക്കും. അല്ലാഹുവേ എൻ്റെ ഖദീജക്ക് പൊറുക്കണേ, മാപ്പ് ചോദിക്കും ഖദീജ ബീവി 1 മാസം. കാരണം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഹബീബിന് വാക്ക് കൊടുത്തു, നബിയേ അങ്ങേക്ക് ഖദീജയെ പുകഴ്ത്തി പറയാൻ ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങ് പറഞ്ഞോളൂ നബിയേ, ഞാൻ മിണ്ടാതിരിക്കാം. നമ്മുടെ സ്വന്തം ഭാര്യയെ സംബന്ധിച്ച് മോശമായിട്ട് ഒരാളോടും പറയാൻ പാടുള്ളതല്ല. ഇതാണ് ഹബീബ് പഠിപ്പിക്കുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഭാര്യയുടെ നന്മയാണ് നമ്മൾ പറയേണ്ടത്, ഒരു ഭാര്യയുടെ, ഒരു പെണ്ണിന്റെ ഗുണമാണ് പറയേണ്ടത്, ഒരാളുടെയും മോശത്തരങ്ങളല്ല പറയേണ്ടത്. സ്വന്തം ഭാര്യയിൽ എന്തെല്ലാം കുറവുകളുണ്ടെങ്കിൽ പോലും റസൂലുള്ളാഹിന്റെ അസ്വാജിൻ അത്വയ്യിബാതു ലിത്വയ്യിബീൻ, ഹശാ ലില്ലാഹ്, അവർക്കൊന്നും ദുസ്വഭാവങ്ങൾ ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവുകയില്ല. കാരണം സജ്ജനങ്ങൾക്ക് സജ്ജനങ്ങളെയാണ് അള്ളാഹു ഇണകളാക്കി കൊടുക്കുന്നത്. അമ്പിയാക്കന്മാർക്ക് ഭാര്യമാരായി കൊടുത്ത, പ്രത്യേകിച്ച് ഹബീബായ നബി തങ്ങളുടെ മുഅ്മിനത്തുകളായ അസ്വാജുകൾ അവരാരും മോശക്കാരികളല്ല. എന്നിട്ട് പോലും
അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മഹദിമാരെ അനുസ്മരിക്കുന്നു, ആ മഹദിമാരുടെ ഗുണങ്ങൾ പറയുന്നു. അത് വല്ലാതെ എടുത്തു പറയുന്നു ഖദീജ ബീവിയുടേത് റളിയല്ലാഹു അൻഹാ. ഞാൻ ആ വാക്ക് കൊടുത്തപ്പോ നബി തങ്ങൾ പറയാ, അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട്, റബ്ബേ എൻ്റെ ഖദീജക്ക് പുറത്തു കൊടുക്കണേ. വഅലുണ്ടാകുമ്പോ പെണ്ണുങ്ങൾ എഴുതി തരാറുണ്ട്, എൻ്റെ മരിച്ചുപോയ ഭർത്താവിന് വേണ്ടി, മരിച്ചുപോയ വാപ്പാക്ക് വേണ്ടി, മരിച്ചുപോയ ഭർത്താക്കന്മാർ എൻ്റെ മരിച്ചുപോയ ഭാര്യയ്ക്ക് വേണ്ടി എന്ന് വളരെ കുറച്ചേ വരാറുള്ളൂ. ഇനി ഭാര്യമാർ മരിക്കാത്തതുകൊണ്ടാണോ എന്ന് അല്ലാഹു അലം. അപ്പം അങ്ങനെ ആയിരിക്കും, ആ നാട്ടിൽ ഒരൊറ്റ ഭാര്യ മരിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ കേൾക്കാറില്ല. നബി തങ്ങളുടെ സുന്നത്ത് അതല്ല, മരിച്ചു പോയിട്ട് എൻ്റെ ഭാര്യയ്ക്ക് പുറത്തു കൊടുക്കണേ. നമുക്കും ചെയ്തുകൂടെ? എങ്ങനെ? മദ്രസക്കൊരു സംഭാവന 5000 റുപ്യ, 1000, 200, 100 എൻ്റെ മരിച്ച ഭാര്യയ്ക്ക് ദുആയിരക്കാൻ, അവളുടെ ഖബറിൽ സുഖമുണ്ടാവാൻ, അവളുടെ ഖബർ വിശാലമാവാൻ. ഇതൊക്കെ നമുക്ക് ചെയ്തുകൂടെ? ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യമല്ലേ? ഭർത്താക്കന്മാർക്ക് വേണ്ടി പെണ്ണുങ്ങൾ ചെയ്യുന്നുണ്ട്, എൻ്റെ കൂലി അവർക്ക് കിട്ടും, നമുക്ക് കൂലി കിട്ടണ്ടേ? അങ്ങനെ ഒരു അവസരം ഉണ്ടാവും. പെണ്ണുങ്ങൾ മരിക്കാൻ വേണ്ടി തോർക്കണ്ടേ? അഥവാ അങ്ങനെയൊക്കെ സംഭവിച്ചാൽ ലാ സമഹല്ലാ, അള്ളാഹു അവർക്കും നമുക്കൊക്കെ ആയുസ് നൽകട്ടെ, ആയുസ്സിൽ ബറക്കത്ത് നൽകട്ടെ. മക്കൾക്കും തലമുറകൾക്കും സൽക്കർമ്മികളായി ജീവിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. പക്ഷെ അങ്ങനെ സംഭവിച്ചാൽ അവർക്ക് വേണ്ടി ദ്വാരക്കണം, ദ്വാരിപ്പിക്കണം. മുത്തഅല്ലിമീങ്ങളെ വിളിച്ച്, ഉസ്താദുമാരെ വിളിച്ച് ദ്വാരക്കാൻ പറയാം. അവരുടെ പേരിൽ സ്വതക്ക ചെയ്യുക, അവരുടെ പേരിൽ ഒരു കിണർ കുഴിച്ചു കൊടുക്കുക. ആ കിണറിൽ എത്ര കാലം അതിൽ വെള്ളമുണ്ടോ, എത്ര കാലം ആളുകൾ ആ വെള്ളം കുടിക്കുന്നുവോ, ആ ജാരിയായ സ്വതക്ക എൻ്റെ മരിച്ചുപോയ ഭാര്യയുടെ ഖബറിലേക്കാവട്ടെ. അല്ലേ? നമ്മൾ ഉമ്മാക്കും വാപ്പാക്കൊക്കെ ചെയ്യണം, നമ്മുടെ ഭാര്യയ്ക്കും കൂട്ടത്തിൽ ചെയ്യാൻ മറന്നു പോകരുത്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നബി തങ്ങൾ ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് വേണ്ടി മാപ്പ് ചോദിക്കുന്നു. എന്നിട്ട് പറയും, റുസിഖ്തു മിൻഹൽ വലദ്, അല്ലാഹു എൻ്റെ മക്കളെ തന്നത് ഖദീജയിൽ നിന്നാണ്. നബിയുടെ മറ്റൊരു ഭാര്യയിലും നബി ഞങ്ങൾക്ക് മക്കളുണ്ടായില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ മക്കളുണ്ടായത് മാരിയത്തുൽ ഖിബ്തിയ, അവര് സൗജത്ത് റസൂലില്ല എന്ന് പറയുന്നില്ല. നബി തങ്ങൾക്ക് ഈജിപ്ഷ്യൻ രാജാവ് കൊടുത്തയച്ച ഒരു സമ്മാനമായിരുന്നു, അടിമ സ്ത്രീയായിരുന്നു. ഹബീബിൻ്റെ സൗജത്ത് അസ്വാജ് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്ന് പറയുന്നവരിൽ നിന്ന് എന്തില്ല, റസൂലുള്ളാഹി തങ്ങൾക്ക് മക്കളുണ്ടായിട്ടില്ല. റസൂലുള്ളാഹി തങ്ങളുടെ മക്കൾ മുഴുവൻ ഉണ്ടായത് ഖദീജ റളിയല്ലാഹു അൻഹയിൽ നിന്നാണ്. തങ്ങളതാ പറയുന്നത്, എന്നിൽ നിന്ന്, എന്നിലൂടെ മക്കളെ അല്ലാഹു എൻ്റെ ഖദീജക്ക് നൽകിയിട്ടുണ്ട്. എൻ്റെ മറ്റു ഭാര്യമാർക്ക് മക്കളില്ലാതെ വന്നപ്പോ എൻ്റെ മക്കളുടെ ഉമ്മയാണ് ഖദീജ റളിയല്ലാഹു അൻഹാ. അതുപോലെയുള്ള ഒരു മഹത്വം വേറെ ആരെങ്കിലും പെണ്ണുങ്ങൾക്കുണ്ടോ എന്ന് മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ കേൾക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഉമ്മു സുലൈം എന്നവര് അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയാണ്. അവര് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ അനസിനെ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അരികത്തേക്ക് ഒരു പാത്രം നിറയെ ഈത്തപ്പഴം കൊടുത്തയച്ചു. ബിഖിനാഇൻ അലൈഹി റുതബ്, ഖിനാ എന്ന് പറഞ്ഞാൽ വലിയ പാത്രം, നിറയെ ഈത്തപ്പഴമുള്ള ഒരു പാത്രം എൻ്റെ അനസിൻ്റെ കയ്യിൽ ഞാൻ കൊടുത്തയച്ചു. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അരികത്ത് ഞാൻ എത്തിയപ്പോൾ യഖ്ബിലു ഖബ്ലതൻ മിൻ ഹാദൽ ഖിനാ, ഹബീബ് അവിടുത്തെ ഭാര്യമാരെ എങ്ങനെ സംരക്ഷിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു അടയാളമാണിത്, ഒരു സംഭവമാണിത്. ഓരോ പിടിയെടുത്ത് പറയും, ഇതെൻ്റെ ഇന്ന ഭാര്യയ്ക്ക് കൊണ്ടുപോയി കൊടുക്കിൻ, ഇത് ഇവർക്ക് കൊണ്ടുപോയി കൊടുക്കിൻ, ഇത് ഇവർക്ക് കൊണ്ടുപോയി കൊടുക്കിൻ. അവസാനം ഹബീബായ നബി തങ്ങൾ എല്ലാ ഭാര്യമാർക്കും ഈ തപ്പഴം കിട്ടിയെന്ന് ഉറപ്പ് വന്നപ്പോ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനം ചെയ്തത്, അനസ് എന്നവർ പറയുന്നു, ഫഅകല ബഖിയതഹു അക്ല റജുലിൻ യഷ്തഹീഹി, നന്നായി വിശന്ന് പരവശനായ ഒരാൾ ഏത് ഭക്ഷണം കിട്ടിയാലും ദാഹാർത്തിയോടുകൂടെ ആവേശത്തോടെ തിന്നുന്ന പോലെ അവസാനം ഹബീബായ നബി തങ്ങൾ ആ ബാക്കി വന്നതിൽ നിന്ന് കഴിക്കുകയാണുണ്ടായത്. നോക്കണം, ഭാര്യമാര് കഴിച്ചിട്ടേ നബി കഴിച്ചിട്ടുള്ളൂ. നമ്മൾ മന്തി അൽഫാമൊക്കെ പെരിന്തൽമണ്ണെന്ന് അടിച്ചു വരും, പെരയിൽ പിന്നെ എന്താ കറി, ഇന്ന് താളിപ്പാണ്. നമ്മുടെ നാട്ടിലൊക്കെ താളിപ്പല്ലേ പറയല്, നമ്മുടെ നാട്ടിലല്ലേ? അമ്പാടൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് അതുമല്ല ഉണക്കമീനൊക്കെ. നിങ്ങളോ? നമ്മൾ അൽഫാം, മന്തി, എന്തൊക്കെയാ കുഴിയിലിട്ടത്, കുഴിയിൽ നിന്ന് പുറത്തെടുത്തത്, പല പേരിലും ഇതൊക്കെ അടിച്ചിട്ടാണ് വരിക. ഭാര്യമാർക്ക് കുട്ടികൾക്ക് കൊണ്ടു കൊടുത്തിട്ടില്ല. അങ്ങനെയല്ല വേണ്ടത്. നീ കഴിച്ചു എന്ന് വിചാരിച്ച തെറ്റെന്ന് ഞാൻ പറയല്ല.
കൂട്ടത്തെ വീട്ടിലും കൊണ്ടുപോയി കൊടുക്കുക. ഞാൻ കഴിച്ചിട്ടുണ്ട്, ഇത് അങ്ങക്കൊരു പൊതി കൊണ്ടുവന്നിട്ടുണ്ട്, എന്ത് സന്തോഷമായിരിക്കും അത്. അവർ ചിലപ്പോൾ ഞങ്ങൾ കഴിച്ച വയറ് നിറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാലും മനസ്സ് നിറയും അതിൻ്റെ കൂടെ. മറ്റേ നമ്മളിങ്ങനെ ഏമ്പക്കട്ടെ എനിക്കൊന്നും വേണ്ട ചില നോമ്പോറ്റ് വരികയാണ്, ഇവിടെ വളർച്ച തിന്നിട്ടായി വരുന്നതേ. അവനവൻ്റെ സ്വന്തം കാര്യം കഴിച്ചിലാക്കാൻ നമ്മളൊക്കെ ഉഷാറാണ്. നമ്മുടെ കുടുംബത്തെ, കുടുംബിനികളെ കൂടെ നോക്കണേ. മുത്തുനബി നോക്കണേ, വിശന്നിട്ട് അഖില റജുലിൻ യഷ്തഹി, ആവേശത്തിലൊരു മനുഷ്യൻ തിന്നുന്ന പോലെ ഹബീബ് തിന്നു. പക്ഷെ അതിൻ്റെ മുമ്പ് അനസ് തങ്ങൾ കൊണ്ടുപോയി കൊടുത്ത ആ ഒരു ഖിനാഇലെ എല്ലാ ഈത്തപ്പഴവും നബി തങ്ങൾ ഓരോരോ ഭാര്യമാർക്ക് കൊണ്ടുപോയി. എല്ലാവർക്കും കിട്ടിയോ? കിട്ടി, എന്നാ ഞാൻ കഴിക്കട്ടെ. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഹബീബിന്റെ ജീവിത മാതൃകയാക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഖദീജ റളിയല്ലാഹു അൻഹ തിരുവുള്ളം കവർന്ന മുത്തുനബി തങ്ങളുടെ ജീവിത സഖി എന്ന വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്തത്. സമയം വൈകിയത് കൊണ്ടും തണുപ്പുള്ളത് കൊണ്ടും നിർത്തുകയാണ്. ഒരുപാട് ദുആ വസിയ്യത്തുണ്ട് നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി. ഒരു അനുഭാവി പ്രത്യേകം ദുആ ഇരക്കാൻ ഒരു സ്വർണ്ണമോതിരം അല്ലാഹു നീ കബൂലാക്കണേ തമ്പുരാനെ. നമ്മുടെ ഈ മഹല്ലിൻ്റെ ഈ ഒരുമയും ഈ സ്നേഹവും ഈ കൂട്ടായ്മയും ഇവിടെ എല്ലാവരും ആമുഖ ഭാഷണത്തിൽ പറഞ്ഞതുകൊണ്ട് ഞാനത് പറയുന്നില്ല, ആവർത്തിച്ചതല്ല. ഈ ഒരു ഒരുമയാണ് നമുക്ക് വേണ്ടത്. വിവിധ മതവിഭാഗങ്ങൾ, വിവിധ സംഘടനകൾ, വിവിധ ആശയക്കാർ, മനുഷ്യന്മാരിലോടത്തൊക്കെ 2-3 സംഘടന ഉണ്ടാവും, സ്വാഭാവികമാണ്. അതിൻ്റെ പേരിൽ നമ്മൾ തമ്മിൽ തല്ലുകയോ നമ്മൾ ശത്രുക്കളായി ജീവിക്കുകയോ അല്ല വേണ്ടത് എന്ന് വിളിച്ചോതുന്ന മഹിതമായൊരു മാതൃക ഈ നെന്മിനയുടെ ഒരു നന്മയാണ്. ആ ഒരു നന്മ കാലാകാലങ്ങളിൽ ഇവിടെ നിലനിൽക്കട്ടെ എന്ന് ഞാൻ ദുആയിരക്കുകയാണ്. സർവശക്തനായ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജാസിഫ് ഗുലാമന്തോൾ എന്നൊരു സഹോദരൻ വെല്ലൂർ ഹോസ്പിറ്റലിൽ കീമോ ചെയ്യുകയാണ്. ക്യാൻസറിൻ്റെ അസുഖമാണ്. അല്ലാഹുവേ, നീ ആ സഹോദരന് വളരെ പ്രത്യേകമായ അത്ഭുതകരമായ ശിഫ നൽകണേ റബ്ബേ. അല്ലാഹുമ്മ ശ്ഫിഹി ശിഫാഅൻ ആജിലൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു യുകാഫിഉ മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. അർഹമർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ സദസ്സിനെ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങൾ പറഞ്ഞതും കേട്ടതും നീ സ്വീകരിക്കണേ റബ്ബേ. എല്ലാം കബൂലാക്കണേ റഹ്മാനെ. ഈ തണുപ്പ് പെയ്യുന്ന ഈ പാതിരാത്രിയിൽ അല്ലാഹുവേ, ഇത്രയും നേരം നിന്റെ ദീന് കേൾക്കാൻ ഞങ്ങൾ ക്ഷമിച്ചിരുന്നത് ഞങ്ങളുടെ മീസാനിലേക്ക് കനം തൂങ്ങുന്ന അമലായി സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹു, ഈ പരിപാടിക്ക് വേണ്ടി ഓടിച്ചാടി നടന്ന മാസങ്ങളായി ഇതിനു വേണ്ടി പണിയെടുത്ത ഇതിൻ്റെ വോളണ്ടിയർമാർ, ഇതിൻ്റെ പ്രവർത്തകന്മാർ, ഇതിൻ്റെ കമ്മിറ്റി ഭാരവാഹികൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, മഹാന്മാരായ ഉസ്താദുമാർ പോലും, ജാമിഅയിലെ ഉസ്താദാണ് ബഹുമാനപ്പെട്ട ഹൈത്തമി ഉസ്താദ്, അവർ പോലും ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണെന്ന ഒരു ഓർമ്മയിൽ ഇവിടെ വന്നിരിക്കുകയാണ്. അല്ലാഹുവേ, ഈ സംഘത്തെ, ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥിനികളെ റഹ്മാനെ നിന്റെ നന്മയിലായി നിലനിർത്തണേ തമ്പുരാനെ.